morning, good morning, good morning. Yes, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സുഖമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കണം. മിസ്സും ഒട്ട് അടിപൊളിയായിട്ട് ഇരിക്കണം. Yes, good morning everyone. Yes, അപ്പോൾ നമ്മുടെ നീറ്റ് എക്സാമിന്റെ അടുത്തേക്ക് നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ മുന്നോട്ട് പോയോണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോയോണ്ടിരിക്കുന്നു അല്ലേ. നമ്മൾ തിയറി കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് പഠിച്ചു തന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോയോണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക, റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് തന്നെയാണ്. ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ പവറിലാണ്. യെസ്, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് സെറ്റ് ആയിട്ട് വന്നിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ ആണ്, ഓക്കെ ഓക്കെ, യെസ്. അഫീഫ ഹായ്, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ 250 ക്വസ്റ്റ്യൻസ് സീരീസിലേക്കാണ് നമ്മൾ കിടക്കാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് യെസ് ബയോളജീൻ്റെ ലൈവ് ഉണ്ടായിരിക്കും ഈവനിങ് 6 PM. അപ്പോൾ അതിനും എല്ലാ മക്കളും കറക്റ്റായിട്ട് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്, ഗുഡ് മോർണിംഗ്. അഫ്സൽ ഹായ്, അഫ്സൽ ഹസന ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പൊ ഇനി കൂടുതൽ സമയം കളയുന്നില്ല, വേഗം തന്നെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. ഓക്കെ, റെഡി? യെസ്, അപ്പൊ ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ പവറിൽ തന്നെ ഇരിക്കുക. നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ആസ് യൂഷ്വൽ മിസ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആ ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അവിടെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ ഓക്കെ, യെസ്. എടാ, നമുക്കിപ്പോൾ ഓൾറെഡി കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത് കൊണ്ട് ആ ഒരു ടൈമിൻ്റെ അതുള്ളതുകൊണ്ടാണ് മിസ് ഇപ്പോൾ വെക്കാത്ത കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ വെച്ചേനെ. ഓക്കെ, റെഡി? യെസ്. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫസ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതേ നോക്കാം. യെസ്. In which of the following processes heat is neither absorbed nor released by a It is neither absorbed nor released by a system. അല്ലെ, ഹീറ്റിനെ അബ്സോർബ് ചെയ്യണമില്ല, റിലീസ് ചെയ്യണമില്ല. അത് ഏത് ടൈപ്പ് ഓഫ് പ്രോസസ് ആയിരിക്കും? ഏത് ഫോളോയിങ് പ്രോസസ് ആയി തന്നിട്ടില്ലെങ്കിൽ ഏത് പ്രോസസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഐസോതെർമൽ ആണോ, അഡിയാബാറ്റിക് ആണോ, ഐസോബാരിക് ആണോ, ഐസോകോറിക് ആയിരിക്കും ഉണ്ടായിരിക്കുക? ഏതായിരിക്കും? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. പറയുന്ന ക്വസ്റ്റൻസ് അപ്പം തന്നെ പറയട്ടെ, അറിയുന്ന ക്വസ്റ്റൻസ് അപ്പം തന്നെ നിങ്ങൾ ആൻസർ പറഞ്ഞു പോണേ. യെസ്, ഏതായിരിക്കും? യെസ്, ഓപ്ഷൻ ബി അല്ലെ, അഡിയാബാറ്റിക് ഇസ് ദ റൈറ്റ് ആൻസർ. അഡിയാബാറ്റിക് പ്രോസസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. യെസ്, increase in temperature of a gas filled in container would lead to increase in its mass, increase in its kinetic energy, decrease in its pressure and decrease in intermolecular distance. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാന്ന് വിചാരിക്കുക. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? The gas filled in the container ഫിൽ ചെയ്തിട്ടുള്ള ഗ്യാസിന് എന്ത് ചേഞ്ച് ഉണ്ടായിരിക്കും? It increase in its mass. മാസിന് ചേഞ്ച് ഉണ്ടാവോ? ഇല്ല, മാസിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അല്ലെ. യെസ്, ഓഫ് കോഴ്സ്. ദെൻ ഇൻക്രീസ് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ചേഞ്ച് ആവോ? കൈനറ്റിക് എനർജിയിൽ ഇൻക്രീസ് വരുമോ? ഓക്കെ, അപ്പൊ ടെമ്പറേച്ചർ കൂട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം എന്താ സംഭവിക്കുക? യെസ്, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും അല്ലെ. കൈനറ്റിക് എനർജി ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ആൻഡ് ഇൻക്രീസ് ഇൻ ഇറ്റ്സ് പ്രഷർ ആണോ? അല്ല. ഇൻക്രീസ് ഇൻ ഇറ്റ്സ് പ്രഷർ ആണോ? അല്ല. ഇൻക്രീസ് ഇൻ ഇറ്റ്സ് മാസ് അല്ല. ഡിക്രീസ് ഇൻ ഇറ്റ്സ് ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ്. ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് അവിടെ കുറയാണോ ചെയ്യാം? അല്ല. കൈനറ്റിക് എനർജി കൂടുതൽ. അപ്പോൾ മോളിക്കുലർ ഡിസ്റ്റൻസ് ആക്ച്വലി ഒന്നില്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന കേസസിൽ അത് ഫിക്സഡ് ആയി നിൽക്കും. അതർവൈസ് അത് എന്ത് ചെയ്യും? ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക കേട്ടോ. ഒരിക്കലും എന്ത് ചെയ്യില്ല, കുറയില്ല. ഓക്കെ, യെസ്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി അല്ല, ഓപ്ഷൻ ബി, ഇൻക്രീസ് ഇൻ ഇറ്റ്സ് കൈനറ്റിക് എനർജി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി? ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, a block of mass 10 kg is in contact against the inner wall of hollow cylinder. Drum of radius 1 meter. അല്ലെ, റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാണ്? 1 meter ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. And the coefficient of friction between the block and the inner wall of the cylinder is 0.1. അല്ലെ, അവിടെ ഇന്ന് coefficient of friction തന്നിരിക്കുന്നത് എത്രയാണ്? It is 0.1 ആയിരിക്കും ഉണ്ടായിരിക്കുക. Minimum angular velocity needed for the cylinder to keep the block stationary when the cylinder is vertical and rotating about its axis will be. ഓക്കെ, അവിടെ G എന്ന് പറയുന്നത് 10 meter/s² എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മിനിമം ആംഗുലാർ വെലോസിറ്റി. ആംഗുലാർ വെലോസിറ്റിന്റെ വാല്യൂ, എല്ലിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എപ്പോഴും ആംഗുലാർ വെലോസിറ്റി, മിനിമം ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി?
മിനിമം ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം പോസിബിൾ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വെയിറ്റിനോട് ഈക്വൽ ആക്കിയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ n ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മ്യൂസ് n ആണ് എന്നുള്ളത് അറിയാം. അപ്പൊ ഇവിടുത്തെ ഫ്രിക്ഷൻ ഇവിടെ ഉണ്ടാകുന്ന ആംഗുലർ വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ മ്യൂസ് n ഇസ് ഈക്വൽ ടു ഞാൻ എന്ത് പറയുകയാണ്? mg ആണെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ എമ്മും ജിയും കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കറിയാം n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ റിയാക്ഷൻ ഇസ് ma ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് അല്ലേ? യെസ്, ആംഗുലർ മൊമെന്റ് അല്ല, ആംഗുലർ വെലോസിറ്റി ആണ്, ഒമേഗയാണ്. ഓക്കെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ആൻഡ് ആക്സിലറേഷൻ ഇക്വേഷൻ, ആംഗുലാർ ആക്സിലറേഷന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ? v is equal to r omega എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിലേഷൻ അതുപോലെ വെലോസിറ്റി അതിനെ വീണ്ടും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്സിലറേഷൻ കിട്ടും. ആക്സിലറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? വിച്ച് ഇസ് ഈക്വൽ ടു mr omega square വരിക അല്ലെ? mr omega square വരിക. അപ്പോൾ mr omega square, m into a എന്നുള്ളതിന് r omega square എക്സിലറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ mr omega square എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മ്യൂസ് ഇൻറ്റു mr omega square ഇൻറ്റു mg എന്ന് പറഞ്ഞിട്ട് വരും. രണ്ട് സൈഡിലും m നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. സോ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താ വരിക? g ഡിവൈഡഡ് ബൈ മ്യൂസ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞിട്ട് വരും. g ഡിവൈഡ് ബൈ മ്യൂസ് ഇൻറ്റു ആർ എന്ന് പറഞ്ഞിട്ട് വരും. എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ഒമേഗ അല്ലെ? ആംഗുലർ വെലോസിറ്റി കിട്ടും. ഓക്കെ, അതിന്റെ റൂട്ട് എടുത്ത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പിന്നെ വാല്യൂസ് എല്ലാം നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. യെസ്, അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് g ഡിവൈഡഡ് ബൈ മ്യൂസ് ഇൻറ്റു ആർ. ഓക്കെ, ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് 10 എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ മ്യൂസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.1 ആണ്. ആൻഡ് ആർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ് അല്ലെ? അപ്പൊ 0.1 കൊണ്ട് ചെയ്യാം. അപ്പൊ 10 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 10 ഡിവൈഡഡ് ബൈ 0.1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, യെസ്, അപ്പോൾ 0.1 ദാറ്റ് ഇസ് 10⁻⁻1 ആണ്. 10⁻⁻1 നേരെ മുകളിലേക്ക് പോകുമ്പോൾ 10⁻⁻1 മാറിയിട്ട് 10⁻1 ആവും. 10 × 10⁻1 ഇസ് 100 ആണ്. സോ റൂട്ട് 100 എന്ന് പറഞ്ഞിട്ട് കിട്ടും. റൂട്ട് 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് വരിക? 10 ആണ് വരിക കേട്ടോ. അപ്പോൾ 10 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നതായിരിക്കും എന്ത് വരുന്നുണ്ടായിരിക്കും? അവിടെ ഉണ്ടാവുന്ന ആംഗുലാർ വെലോസിറ്റി കിട്ടും. ഓക്കെ ഓക്കെ, റെഡി? യെസ്, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 10 റേഡിയൻ പെർ സെക്കൻഡ്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. യെസ്, ഇന്ന് 6 o'clock ബയോളജി ഉണ്ട് കേട്ടോ അഫീഫ. ഇന്ന് 6 o'clock ബയോളജി ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, യെസ്, ഒരു മിനിറ്റടാ. ഓക്കെ, റെഡി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഓക്കെ, നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ടോട്ടൽ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം ഇൻ ദ ഓർബിറ്റ് ഇസ് 3.4 electron volt. The kinetic energy and potential energy respectively. ഇവിടെ ഇല്ലാത്ത കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ കൈനറ്റിക് എനർജിയും ടോട്ടൽ എനർജി തമ്മിലുള്ള റിലേഷൻ നമുക്ക് അറിയാം അല്ലെ? അപ്പൊ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? വിച്ച് ഇസ് ഈക്വൽ ടു അവിടെ ഇനീഷ്യലി ഉണ്ടായിരുന്ന എനർജിന്റെ -e ആയിരിക്കും വരിക. ആൻഡ് പൊട്ടൻഷ്യൽ എനർജി എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരിക? വിച്ച് ഇസ് ഈക്വൽ ടു 2e ആണ് വരിക അല്ലെ? 2 into എനർജി ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു റിലേഷൻ ചെയ്യുക. കൈനറ്റിക് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -eയും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 times ഓഫ് എനർജി ആയിരിക്കും വരിക. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഇക്വൽ ടു -e വരുന്നത് e എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3.4 electron volt ആണ് അല്ലെ? അപ്പൊ 3.4 electron voltഉം ആൻഡ് 2 times ഓഫ് എനർജിയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, നമ്മുടെ കൈനറ്റിക് എനർജിയും കിട്ടും, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയും കിട്ടും. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഇവിടെ തന്നിരിക്കുന്നത് മൈനസ് ആയിട്ടുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എന്തായിരിക്കും വരിക? -3.4 electron volt ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു 3.4 electron volt ആണ്. ഇപ്പൊ തന്നെ നമുക്ക് കിട്ടി ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഈ ഓപ്ഷൻ എ അല്ലെങ്കിൽ ബി നോക്കിയാൽ മതി. ആൻഡ് ഇത് നിങ്ങൾക്ക് അറിയാം 2 times ഓഫ് ഈ വരണത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആയിരിക്കും. സോ അങ്ങനെ അപ്പം തന്നെ വേഗം തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പം തന്നെ ടിക്ക് ചെയ്ത് പോവാം. ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, യെസ്, വെരി ഗുഡ്. കിരൺ, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അഫ്സൽ, യെസ്, കറക്റ്റ് ആണ്. അഫീഫ, കറക്റ്റ് ആണ് കേട്ടോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
The displacement of a particle executing simple harmonic motion is given by. Simple harmonic motion expression നമുക്ക് തന്നിട്ടുണ്ട്. Okay. Y is equal to A0 plus A sin omega t plus B cos omega t എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. Then amplitude of its oscillation. Amplitude ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. Okay. അപ്പോൾ നമ്മൾ തന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ ഞാൻ എടുത്ത് എഴുതാൻ പോവാണ്. Y is equal to A0 plus A sin omega t plus B cos omega t. ഇങ്ങനെയല്ലേ തന്നിട്ടുള്ളത്. എപ്പോഴും ഈ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻസ് ഇങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y is equal to A0 plus A sin omega t plus phi. ഈ ഒരു ഫോമിലായിരിക്കും നമ്മൾ സാധാരണ ഇക്വേഷൻസ് എഴുതുക. അതിൽ A0 എന്നുള്ളത് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ആ ഒരു സംഭവം കൂടെ മനസ്സിലാക്കി വെക്കുക. ഇതിൽ A0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലി അതിനുണ്ടായിരുന്ന ഒരു ആംപ്ലിറ്റ്യൂഡിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഇനീഷ്യലി അത് എത്രയെങ്കിലും മൂവ് ചെയ്തു, അത് നമുക്ക് ആക്ച്വലി നമ്മൾ ടോട്ടൽ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അത് എക്സ്ട്രാ മൂവ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് പ്ലസ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഓക്കെ, ആദ്യം മൂവ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് y is equal to y0 എന്ന് പറഞ്ഞ ഒരു ഡിസ്റ്റൻസ് മൂവ് ചെയ്യണോ പ്ലസ് ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഫുൾ ആയിട്ട് ഒരു വേവിന്റെ എക്സ്പ്രഷൻ നമ്മൾ നോക്കണതാണ്, ഡിസ്പ്ലേസ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും അതിന്റെ ആംപ്ലിറ്റ്യൂഡ് വരിക. അപ്പൊ അതേ ഫോമിൽ തന്നെയാണ് ഇവിടെയും ഇക്വേഷൻ തന്നിട്ടുള്ളത്. ഈ ഇക്വേഷനിൽ y is equal to A0 plus A sin omega t plus B cos omega t എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ എന്തായാലും ഇത് സംഭവം ആയിട്ട് പോയി, ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് പോയി. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തിന്റെയാണ്? A sin omega t plus B cos omega t നെ എന്തിലേക്ക് മാറ്റുക? A sin omega t plus phi എന്ന് പറയുന്ന ടേമിലേക്ക് മാറ്റണം. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട്, അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? അവിടെ ഉണ്ടാകുന്ന ആംപ്ലിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കണം. ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ y is equal to root of A square plus B. ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന A0 അവിടെ ഉണ്ട്, പ്ലസ് എന്ത് വരും? അടുത്തതിന്റെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റൂട്ട് ഓഫ് A square plus B square എഴുതിയതിന് ശേഷം പിന്നെ ബാക്കിയുള്ളത് നേരെ എന്ത് ചെയ്താൽ മതി? ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ വരിക എന്നറിയോ? റൂട്ട് ഓഫ് A square plus B square സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് 5 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കിട്ടി. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? റൂട്ട് ഓഫ് A square plus B square ആണ്. റൂട്ട് ഓഫ് A square plus B square, ദാറ്റ് ഇസ് റൂട്ട് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, റെഡി, ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. യെസ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്, an 800 turn coil of an effective area 0.05 meter square is kept perpendicular to the magnetic field. Magnetic field വാല്യൂ തന്നിട്ടുണ്ട് 5 into 10 raised to minus 5 ടെസ്ല എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യാണ്? ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 800 ആണ്. ആൻഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.05 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 into 10 raised to minus 5 ടെസ്ലയാണ്. Okay. The plane of the coil is rotated by theta is equal to 90 degree. 90 degree angle ആണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് its coplanar axis in 0.1 second. Time is 0.1 second ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ വിൽ ബി, അവിടെ ഉണ്ടാവുന്ന EMF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ EMF കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം എപ്സിലോൺ ഇസ് ഈക്വൽ ടു മൈനസ് d∅dt ആണ് അല്ലെ. അപ്പൊ d∅dt ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡെൽറ്റ ഫൈ എത്രയാന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പൊ ഫൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇക്വേഷൻ? വിച്ച് ഇസ് ഈക്വൽ ടു BA cos θ അല്ലെങ്കിൽ B.A അല്ലെങ്കിൽ BA cos θ എന്ന് പറയുന്നതായിരിക്കും എന്ത് തരിക? നമ്മുടെ ഫ്ലക്സ് തരിക, ഫൈ തരിക. അപ്പൊ ഞാൻ ഫസ്റ്റ് കേസിൽ φ1 ഉം φ2 ഉം ആദ്യം കണ്ടുപിടിക്കണം, എന്നിട്ട് ഡെൽറ്റ ഫൈ ഇട്ട് കൊടുക്കുക, ഡിവൈഡഡ് ബൈ ടൈം ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഞാൻ ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? φ1 കണ്ടുപിടിക്കാൻ പോവാണ്. φ1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ഇനീഷ്യലി മൂവ് ചെയ്തിട്ടുള്ള ആംഗിൾ 0 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഫ്രം 0 ഡിഗ്രി ടു 90 ഡിഗ്രിക്കുള്ള റൊട്ടേഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ ഫൈ ഇസ് ഈക്വൽ ടു B.A, ദാറ്റ് ഇസ് B into A ചെയ്യാം. യെസ്, ജിതിൻ. ഓക്കെ, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. നമുക്ക് നോക്കി നോക്കാം കേട്ടോ, ആൻസറിലേക്ക് എത്തുമെന്നുള്ളത് നോക്കി നോക്കാം. യെസ്, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് നോക്കി നോക്കൂടാ. φ1 ചെയ്യുക. φ1 is equal to BA cos 0 ആണ്. ദാറ്റ് ഇസ് B സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A നമുക്കറിയാം, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് A എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏരിയ അല്ലേ? ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0.05 മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലെ. അത് ഇൻറ്റു cos 0ന്റെ വാല്യൂ ഇസ് 1 ആയിരിക്കും വരിക. അപ്പൊ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ φ1 is equal to B എന്ന് പറയുന്നത് 5 into 10 raised to minus 5 ആണ്. ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.05 ആണ്. cos 0 is 1 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ 5 into 5 ദാറ്റ് ഇസ് 25 ആവും. 10 raised to minus 5 ഉം ഇവിടെ ഒരു 10 raised to minus 2 ചേർന്നിട്ട് 10 raised to minus 7 ആവും.
ഓക്കെ, അപ്പൊ 25 ഇൻറ്റു 10⁻⁻7 എന്ന് പറഞ്ഞിട്ട് കിട്ടും എന്ത് 5 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ 2.5 ഇൻറ്റു 10⁻⁻6 അങ്ങനെയും എഴുതാം. ആൻഡ് 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 5 ഇസ് ഈക്വൽ ടു BA cos 90 ആണ്. 90 ആണെന്നുള്ളതുകൊണ്ട് അവിടുത്തെ തീറ്റ എന്താ 5 ആയിട്ട് എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പൊ 5 0 ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 5 - 5 ചെയ്യുക. 5 - 5 ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും 25 ഇൻറ്റു 10⁻⁻7 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഡെൽറ്റ 5 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 25 ഇൻറ്റു 10⁻⁻7 തന്നെയാണ്. കണ്ടുപിടിക്കണം, എനിക്ക് അബ്സിലോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടൈം ആക്ച്വലി അവിടെ തന്നിട്ടുണ്ട്. ഡെൽറ്റ 5 നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? അപ്പൊ അത് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? ടൈം ചെയ്യുക. ഓക്കെ ഓക്കെ, വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ അബ്സിലോൺ ഇസ് ഈക്വൽ ടു ഡെൽറ്റ 5 ബൈ ടൈം ആണ് വേണ്ടത്. ഡെൽറ്റ ടി ആണ് വേണ്ടത്. ഡെൽറ്റ 5 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 25 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ എത്ര കിട്ടും? ഡിവൈഡ് ബൈ 0.1 അല്ലെ? 0.1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ എത്രയായിരിക്കും വരിക? 10⁻⁻1 ആണ്. 10⁻⁻1 മുകളിലേക്ക് പോകുമ്പോൾ 10⁻1 ആയിട്ട് മാറും. 10⁻1 10⁻⁻7 10⁻⁻6 ആവും. അപ്പൊ 25 ഇൻറ്റു 10⁻⁻6 നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തിന്റെ ഫോമിലാണ്? 2 പോയിന്റ് സംതിങ് ഒക്കെ ആയിട്ട് വരണം. അപ്പൊ 2.5 ഇൻറ്റു 10⁻⁻5 എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ? 2.5 ഇൻറ്റു 10⁻⁻5 ആയിട്ട് മാറും. യെസ്, n നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് എന്നും കൂടെ ഒപ്പം മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -n/d5/dt ആണല്ലോ. യെസ്, അപ്പൊ അതും കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനൊപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇൻറ്റു 800 ചെയ്യാം കേട്ടോ. ഇൻറ്റു 800 ചെയ്യണം ഇവിടെ. ഇൻറ്റു 800 ചെയ്യാം. ഓക്കെ, അപ്പൊ 2.5 ഇൻറ്റു 10⁻⁻5 ഇൻറ്റു 800 ചെയ്യുക. 10⁻⁻5ഉം അതുപോലെ തന്നെ ഈ 2 സീറോസും ചേർന്നുണ്ടെങ്കിൽ 10⁻⁻3 ആയിട്ട് മാറും. 2.5 ഇൻറ്റു 8 ചെയ്യുക. അപ്പോൾ യെസ് 20 ഇൻറ്റു 10⁻⁻3 വരും. 20 ഇൻറ്റു 10⁻⁻3 എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. 20 ഇൻറ്റു 10⁻⁻3 എന്ന് പറയാം. അല്ലെങ്കിൽ നേരെ എന്ത് ചെയ്യുക? ഒരു സാധനം കൂടെ നീക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് 20 ഇൻറ്റു 10⁻⁻3 വോൾട്ട് അങ്ങനെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് നേരെ തിരിച്ച് ഇപ്പുറത്തേക്ക് നീക്കി എഴുതുക. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യുക? 2 സ്ഥാനം നീക്കിയിട്ട് ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ 0.02 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 0.02 എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. സോ 0.0 വോൾട്ട്, ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സിമ്പിൾ ആയിട്ട് അതിനെ നമ്മൾ ജസ്റ്റ് നമ്മുടെ ഓപ്ഷൻസിലുള്ളതിന്റെ ഫോമിലേക്ക് ആക്കിയിട്ട് നേരത്തെ ചെയ്തിരുന്നു മാത്രം കേട്ടോ. റെഡി? യെസ്, വെരി ഗുഡ്. നീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയായിരുന്നു. ബട്ട് ഇപ്പോൾ ഇല്ല, കാരണം ഫിസിക്സ് വാവ്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. കാരണം നമ്മൾ പ്രോപ്പർ ആയിട്ട് പഠിച്ചു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് തന്നെയാണ് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു മാത്രം. അപ്പൊ നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർ എഫേർട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ യെസ്. ദെൻ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. The average velocity of a particle executing SHM in one complete vibration is. In one complete vibration അവിടെ ഉണ്ടാവുന്ന ആവറേജ് വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഒരു കംപ്ലീറ്റ് വൈബ്രേഷനിൽ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആക്കാം. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ അത് എത്രത്തോളം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും? 2π അല്ലെ? 2π ആയിരുന്നു. 2π ആംഗിൾ റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് 0 ആവും. ആവറേജ് വെലോസിറ്റി എന്തായിട്ട് മാറും? ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ആവറേജ് വെലോസിറ്റി അറ്റ് ഇൻസ്റ്റന്റിൽ ഉണ്ടായിരിക്കും. ബട്ട് ആവറേജ് വെലോസിറ്റി വിൽ ബി 0. ആവറേജ് വെലോസിറ്റി എന്തായിരിക്കണം? 0 ആയിരിക്കും കേട്ടോ. ഓക്കെ, ദെർഫോർ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സോപ്പ് ബബിൾ അല്ലെ? സോപ്പ് ബബിളിന്റെ കേസ് ആണ് തന്നിട്ടുള്ളത്. യെസ്, soap bubble having radius of 1 millimeter ആണ്. It is blown from a detergent solution having a surface tension തന്നിട്ടുണ്ട് 2.5 into 10⁻⁻2 Newton per meter ആണ്. And if the pressure inside the bubble equals to the point Z0 below the surface free surface of water in a container taking G 10 meter per second square, density of the water 10⁻³ kilogram per meter cube, then value of Z0 is Z0 ന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ആക്ച്വലി നമുക്കറിയാം ഒരു സോപ്പ് ബബിളിന്റെ കേസിൽ ചേഞ്ച് ഇൻ പ്രഷർ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 4s/r എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കാറുള്ളത് അല്ലെ? ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 4s/r ആണ്. അതായത് അവിടെ ഉണ്ടാകുന്ന പ്രഷർ മൈനസ് അവിടെ ഉണ്ടാകുന്ന P0 ഇൻസൈഡ് ഔട്ട് സൈഡ് പ്രഷർ എന്ന് പറയുന്ന ഡിഫറൻസ് എടുക്കുക, വിച്ച് ഇസ് ഈക്വൽ ടു 4s/r എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ,
and pressure inside the bubble is equals to at a point Z0 below the free surface of water in a container. And below the free surface of water in a container, നമ്മൾ ഒരു Z0 പോയിന്റ് നമ്മൾ താഴെ കൺസിഡർ ചെയ്യാണ്. നമ്മളൊരു കണ്ടെയ്നറിൽ വാട്ടർ എടുത്തിട്ട് അതിൽ Z0 എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ താഴെ കൺസിഡർ ചെയ്യാണ്. അപ്പൊ അറ്റ് ഡെപ്ത് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. അറ്റ് ഡെപ്ത് വരുന്ന സമയത്ത് പ്രഷറിന്റെ ഇക്വേഷൻ എന്താണ്? P0 പ്ലസ് എച്ച് റോ ജി ആണ്. ഇവിടുത്തെ എച്ച് എന്ന് പറയുന്നത് എത്രയാ? Z0 എന്ന് പറയുന്നതാണ് ഇവിടെ ഉണ്ടാവുന്ന ഡെപ്ത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് ചേഞ്ച് ആവും? ഇക്വേഷൻ എന്തായിട്ട് ചേഞ്ച് ആവൂടാ? പ്രഷർ P is equal to P0 plus Z0 rho g എന്നായിട്ട് മാറും. ദാറ്റ് ഇസ് P minus P0 is equal to Z0 rho g എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ ഓക്കെ, then രണ്ട് സൈഡ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. രണ്ടും ഈക്വൽ ആണെന്നുള്ള ഓൾറെഡി Z0 ഹൈറ്റിൽ രണ്ടും എന്താണ് സെയിം പ്രഷർ ആണെന്നുള്ളത് തന്നിട്ടുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തതാണ്? P0 plus 4Z by R which is equal to P0 plus 4S by R which is equal to P0 plus Z0 rho g എന്ന് പറഞ്ഞിട്ട് കിട്ടും. P0 നമുക്ക് രണ്ട് സൈഡിലും കട്ട് ചെയ്ത് കളയാം. നമുക്ക് വേണ്ടത് Z0 ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ദാറ്റ് ഇസ് Z0 rho g is equal to 4S by R ആയിരിക്കും വരിക. Therefore Z0 is equal to 4S by R rho g എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഞാൻ ഓരോന്നിന്റെയും വാല്യൂസ് ഉണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് കണ്ടീഷൻസ് കൊടുത്ത് ഇക്വേഷൻസ് ആദ്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഫോം ചെയ്ത് വെക്കുക. അത് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക? യെസ്, വാല്യൂസ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് റോന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. R എന്ന് പറയുന്നത് മില്ലിമീറ്ററിലാണ് വന്നിരിക്കണേ അല്ലെ. മില്ലിമീറ്ററിന് നേരെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 1 × 10⁻³ മീറ്റർ ആയിട്ട് മാറും. ബാക്കിയെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട്. ഇപ്പോൾ എസിന്റെ വാല്യൂ വന്നിട്ട് അപ്പോൾ 4 × S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 4 × S എന്ന് പറഞ്ഞാൽ എത്രയാടാ? 2.5 × 10⁻² അല്ലെ. 2.5 × 10⁻² ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ R എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10⁻³ ആയിരുന്നു. റോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 10⁻³ ആണ്. റോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 10⁻³ ആണ്. ഇൻറ്റു G എന്ന് പറയുന്നത് 10 ആണ് അല്ല. G എന്ന് പറയുന്നത് 10 ആണ്. അത്രയേ ഉള്ളൂ, അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 10⁻³ 10⁻³ എന്തായിട്ട് പോവും? അത് കട്ടായിട്ട് പോവും. താഴെ ഉണ്ടാവുന്ന 10 മുകളിലേക്ക് വരുമ്പോൾ 10⁻³ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ യെസ്. ദെൻ 2.5 × 4 ചെയ്ത് കഴിഞ്ഞാൽ 10 × 10⁻³ അല്ലേ. 10 × 10⁻³ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? യെസ്, ആൻസർ കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് 10⁻² അല്ലേ. 10⁻². 10 × 10⁻³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നേരെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടു. അപ്പോൾ 10⁻² എന്ന് കിട്ടും. ദാറ്റ് ഇസ് 0.01 മീറ്റർ. ഇതിൽ വന്നിരിക്കുന്നത് എല്ലാം സെന്റിമീറ്ററിലേക്കാണ്. സോ 0.01 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. 1 സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, therefore 1 centimeter, that is option C is the right answer. Option C ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. Option C is the right answer. Option C ആണ് വരിക. ബിക്കോസ് 10 × 10⁻³ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എത്രയാ? 10⁻² ആണ്. 10⁻² പറഞ്ഞാൽ 0.01 മീറ്റർ ആയിരിക്കും വരിക. ദെൻ മീറ്ററിന് നമ്മൾ നേരെ സെന്റിമീറ്റർ, നമുക്ക് ഓപ്ഷനിലെല്ലാം തന്നിട്ട് സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ. ഓക്കെ, therefore option C is the right answer. Ready? Yes. Then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The unit of thermal conductivity is ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. മൾട്ടിപ്പിൾ ടൈംസ് പ്രോബ്ലം ആയിട്ട് മീൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക? യെസ്, ഓപ്ഷൻ ഡി അല്ലെ. W മീറ്റർ ഇൻവേഴ്സ് K ഇൻവേഴ്സ് അല്ലെ. WM ഇൻവേഴ്സ് K ഇൻവേഴ്സ് ഇസ് ദ റൈറ്റ് ആൻസർ. തെർമൽ കണ്ടക്ടിവിറ്റിന്റെ യൂണിറ്റ് പഠിച്ചു വെക്കുക കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. When a block of mass capital M is suspended by a long wire of capital length L, length of the wire becomes L plus L. അല്ല, ലെങ്ത് L ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് എത്രയായിട്ട് മാറി? ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ L plus small l പ്ലസ് L ലെങ്ത് കൂടി. And elastic potential energy stored in the extended wire is. അവിടെ ഉണ്ടാവുന്ന ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ചെയ്ത് നോക്കാം. ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, സാധാരണ നമുക്കറിയാം ഫോഴ്സ് F is equal to എന്താണ്? mg ആണ് അല്ലെ. F is equal to mg ആണ്. സോ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഹാഫ് ഇൻറ്റു സ്ട്രെച്ചിങ് ഫോഴ്സ് എത്രയാണോ അത് ഇൻറ്റു എക്സ്റ്റൻഷൻ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കണമെങ്കിൽ ഹാഫ് ഇൻറ്റു സ്ട്രെച്ച്ഡ് ഫോഴ്സ്, നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ടുള്ള ഫോഴ്സ് എന്താണോ അത് ഇൻറ്റു എത്രത്തോളം അത് എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ടുണ്ട്, എത്രത്തോളം അതിന് എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടാവുക. അപ്പോൾ ഹാഫ് ഇൻറ്റു ഫോഴ്സ് F ഇൻറ്റു എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ലെങ്ത് അല്ലേ. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരുന്നത്? ഓൾറെഡി L plus L ലെങ്ത് ഇൻക്രീസ് ആയി
എല്ലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് L പ്ലസ് L ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എക്സ്റ്റൻഷൻ എത്രത്തോളം എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ടുണ്ട്? L എക്സ്റ്റൻഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഹാഫ് ഇൻറ്റു എഫ് ഇൻറ്റു L ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? അവിടെ ഉണ്ടാവുന്ന എക്സ്റ്റൻഷൻ കിട്ടും. ദെൻ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? വിച്ച് ഇസ് ഈക്വൽ ടു എം ജിനോട് ഈക്വൽ ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു എം ജി ഇൻറ്റു എൽ അല്ലേ? സിമ്പിൾ. ഹാഫ് ഇൻറ്റു എം ജി ഇൻറ്റു എൽ. അപ്പൊ എം ജി എൽ ബൈ 2, എം ജി അല്ലെങ്കിൽ ഹാഫ് എം ജി എൽ ഇസ് ദ റൈറ്റ് ആൻസർ അല്ലേ? യു ഇസ് ഈക്വൽ ടു ഹാഫ് എം ജി എൽ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി അല്ലേ? ഹാഫ് എം ജി എൽ സ്മോൾ എൽ ആണ്, ഹാഫ് എം ജി സ്മോൾ എൽ ഇസ് ദ റൈറ്റ് ആൻസർ. താഴെ ഒരു ക്യാപിറ്റൽ എല്ലിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും വരിക? ഓപ്ഷൻ സി ആയിരിക്കും വരിക. റെഡി? ക്ലിയർ? സെറ്റ് ആണ്? ഓക്കെ ആണ്? ദെൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. യെസ്. A disk of radius 2 meter and mass 100 kilogram rolls on a horizontal floor. Its center of mass has the speed of 20 centimeter per second. How much work is needed to stop it? അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമുള്ള വർക്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രത്തോളം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള വർക്ക് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ഡിസ്കിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു 2 മീറ്റർ ആണ്. മാസ് എം എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു 100 കിലോഗ്രാം ആണ്. ആൻഡ് സെന്റർ ഓഫ് മാസ് ഹാസ് എ സ്പീഡ് ഓഫ്, സെന്റർ ഓഫ് മാസിന്റെ സ്പീഡ് വന്നിട്ടുണ്ട് അല്ലേ? സെന്റർ ഓഫ് മാസിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാ? വിച്ച് ഇസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഹൗ മച്ച് വർക്ക് ഇസ് ഡൺ ടു നീഡഡ് ടു സ്റ്റോപ്പ് ഇറ്റ്? അതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണം? അതായത് അവിടെ ഉണ്ടാവുന്ന എനർജി കണ്ടുപിടിച്ചാൽ മതി അല്ല. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം അവിടെ ഉണ്ടാവുന്ന നമ്മൾ എനർജി ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക? യെസ്, വർക്ക് ഡൺ ആയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരിക്കുക. സോ എനർജി കണ്ടുപിടിക്കണം. എനർജി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ ആയിട്ടുള്ള എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അവിടെ ഉണ്ടാകുന്ന ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള എനർജി കിട്ടും, കൈനറ്റിക് എനർജി കിട്ടും. അപ്പൊ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? ടോട്ടൽ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ കെ ട്രാൻസ്ലേഷണലി അത് മൂവ് ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് പ്ലസ്, കാരണം വിച്ച് ഇസ് റോൾസ് ഓൺ ദ റോൾ ചെയ്യല്ലേ ചെയ്യണേ? റോൾ ചെയ്യണ സമയത്ത് റോളാണ് ചെയ്തിരിക്കുന്നത്. റോൾ ചെയ്യണ സമയത്ത് ട്രാൻസ്ലേഷനും വരും റൊട്ടേഷണൽ മോഷനും വരും. സോ കെ ട്രാൻസ്ലേഷണൽ പ്ലസ് കെ റൊട്ടേഷണൽ ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ദാറ്റ് ഇസ് ഓക്കെ. ട്രാൻസ്ലേഷണലിന്റെ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. റൊട്ടേഷണലിന്റെ ഇക്വേഷൻ ഒമേഗ സ്ക്വയർ അല്ലേ? ട്രാൻസ്ലേഷന്റെ ഹാഫ് എം വി സ്ക്വയർ വരും. ആൻഡ് റൊട്ടേഷന്റെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ അല്ലേ? ഐ ഒമേഗ സ്ക്വയർ വരും. ഐ ഒമേഗ സ്ക്വയർ അല്ല, ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ ഓക്കെ, ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി നേരെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഐ എന്ന് പറയുന്നത് എന്താണ്? യെസ് യെസ്, വെരി ഗുഡ് രത്വിക്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കറക്റ്റ് ആണ്. ലാസ്റ്റ് 7 മോക്ക് ടെസ്റ്റിൽ 180. ബാക്കിയും കൂടെ എന്ത് ചെയ്യുക? യെസ്, ഒന്നും കൂടെ ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ പതുക്കെ 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 നിങ്ങൾക്ക് സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റുന്നുണ്ടാവും കേട്ടോ. ഓക്കെ, ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഐ എസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഇറ്റ്സ് ഡിസ്ക് ആണ് അല്ലെ? ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു ഹാഫ് എം ആർ സ്ക്വയർ ആയിരിക്കും, അല്ലെങ്കിൽ എം ആർ സ്ക്വയർ ബൈ 2 ആയിരിക്കും വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണു? ഇവിടെ ഉണ്ടാകുന്ന ഐക്ക് ഞാൻ ഹാഫ് എം ആർ സ്ക്വയർ കൊടുക്കണം. ഇതിന്റെ ഒമേഗ സ്ക്വയർ ഉണ്ട്. ഒമേഗ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. സോ ഒമേഗ ഇസ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? വി ബൈ ആർ കൊടുക്കുക. അതിന്റെ സ്ക്വയർ ഇട്ട് കൊടുക്കാം. ചെയ്യാലോ? യെസ്. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് എം ആർ സ്ക്വയർ ഇൻറ്റു വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഓക്കെ, യെസ്. അപ്പൊ ആർ സ്ക്വയർ കട്ട് ചെയ്ത് പോയി. അപ്പൊ ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് 1/4 എം വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് 3/4 എം വി സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഹാഫ് പ്ലസ് അല്ലെ അര പ്ലസ് കാല് വിച്ച് ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും? യെസ്, മുക്കാലായിരിക്കും വരിക അല്ലെ? അപ്പൊ 3/4 എം വി സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. എന്നിട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എം നമുക്കറിയാം, വി നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ എം എത്രയാ വരിക? എം ഇസ് ഈക്വൽ ടു 100 കിലോഗ്രാം ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വരുടാ? ഡബ്ല്യു ഇസ് ഈക്വൽ ടു 3/4 ഇൻറ്റു 100 കിലോഗ്രാം ഇൻറ്റു വി അല്ലേ? വി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 20 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. ആ സെന്റിമീറ്റർ പെർ സെക്കൻഡിന് നമുക്ക് എന്ത് ചെയ്യാം?
മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 20 × 10⁻² വരും കേട്ടോ. 20 × 10⁻², ദാറ്റ് ഇസ് 0.02 വരും. 0.2 വരും. അതിൻ്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ സ്ക്വയർ ഇട്ട് കൊടുക്കുക. ഓക്കെ ആണ്. യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരെ ബാക്കിയുള്ള ചേഞ്ചസ് എഴുതിക്കോളൂ. യെസ്. ബാക്കിയുള്ള വാല്യൂസ് വരുമ്പോൾ വർക്ക് ഡൺ W is equal to 3/4 × 100 × 0.04, ദാറ്റ് ഇസ് 4 കട്ട് ചെയ്ത് കളയും. സോ അങ്ങനെയാണെങ്കിൽ 3 കിട്ടും അല്ലേ? 3 ആയിരിക്കും വരിക. അപ്പോൾ 3 ഇസ് ദ റൈറ്റ് ആൻസർ. 3 ജൂൾ ഇസ് ദ റൈറ്റ് ആൻസർ. അവിടെ 4 കട്ട് ചെയ്ത് പോയിട്ട് ഇവിടെ ഉണ്ടാവുന്ന 4 ഈ 4 കൂടി കട്ട് ചെയ്ത് പോയിട്ട് 3 ജൂൾ എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 3 ജൂൾ. ഈ 3 ജൂൾ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന വർക്ക് ഡൺ. അതിന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്ക് ഡൺ എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 3 ജൂൾ. ഓക്കെ റെഡി. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ? ക്ലിയർ ആണ്? റെഡി? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് നോക്കി നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ യെസ്, in an experiment the percentage error occurred in the measurement of the physical quantities A, B, C, D are 1%, 2%, 3% and 4% respectively. Then the maximum percentage of error in the measurement X's. നമുക്ക് ഇവിടെ മെഷർമെന്റ് തന്നിട്ടുണ്ട്. അതിന്റെ മാക്സിമം എറർ കാൽക്കുലേഷൻ ആണ്, മാക്സിമം പെർസെന്റേജ് എറർ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ പെർസെന്റേജ് എറർ കണ്ടുപിടിക്കണമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പോൾ Δx/x × 100 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? Δx/x × 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഓരോന്നിലും ഉണ്ടാകുന്ന റൂൾ അപ്ലൈ. ഇപ്പൊ x⁻n ആണ് നമുക്ക് തന്നിരിക്കുന്ന ഫോം എന്നുണ്ടെങ്കിൽ n × Δx/x × 100. അപ്പൊ ഇവിടെ a² ആണ് തന്നിരിക്കണെന്നുണ്ടെങ്കിൽ 2 × Δa/a × 100 ഇട്ട് കൊടുക്കുക. ഇനി a × b തന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ Δa/a × 100 പ്ലസ് Δb/b × 100. അപ്പൊ നമ്മൾ പ്ലസ് ചെയ്യുക. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡിവിഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ Δa/a × 100 പ്ലസ് 1/2 × Δb/b × 100 പ്ലസ് 1/3 × Δc/c × 100 പ്ലസ് 3 × Δd/d × 100. ഓക്കെ, ഇതാണ് ചെയ്യേണ്ടത്. സോ Δa/a × 100ന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 1%. അപ്പൊ 2 × 1% പ്ലസ് 1/2 × Δb/b × 100 ദാറ്റ് ഇസ് 2% പ്ലസ് 1/3 × Δc/c × 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3% ആണ്. അപ്പൊ 1/3 × 3% പ്ലസ് 3 × Δd/d × 100 അല്ലെ? 3 × Δd/d × 100 ആണ്. Δd/d × 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 4% ആയിരിക്കും വരിക. ഓക്കെ, നേരെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ 2 പ്ലസ് 2 കട്ട് ചെയ്ത് പോയിട്ട് 1 പ്ലസ് 3 കട്ട് ചെയ്ത് പോയിട്ട് 1 പ്ലസ് 3 × 4 ദാറ്റ് ഇസ് 12. അപ്പൊ 12 പ്ലസ് 2 14 പ്ലസ് 2 16 അല്ലെ? 16% എന്ന് പറഞ്ഞിട്ട് കിട്ടും. 16% എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ ആണ്. റെഡി? ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടെ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. 16% ഇസ് ദ റൈറ്റ് ആൻസർ. യെസ് രത്വിക്. യെസ്, വെരി ഗുഡ്. ഇതേപോലെ തന്നെ മുന്നോട്ട് പോവാ കേട്ടോ. യെസ്, വെരി ഗുഡ്, സൂപ്പർ. അപ്പൊ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും യു ക്യാൻ സോൾവ് ഈസിലി. ഓക്കെ, യെസ്, വെരി ഗുഡ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, a body weighs 200 Newton on the surface of the earth. How much weight will it half weigh down to the center of the earth? അപ്പൊ എർത്തിന്റെ സെന്ററിൽ നിന്നും ഹാഫ് വേ തരുന്ന സമയത്ത് അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് സർഫസ് ഓഫ് ദി എർത്തിൽ ഉണ്ടാകുന്ന വെയിറ്റ് 200 ന്യൂട്ടൺ ആണെന്നുള്ള ഓൾറെഡി നമുക്ക് തന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വെയിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലെ? അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം W is equal to mg ആണ് വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അറ്റ് ഡെപ്തിൽ ഉണ്ടാവുന്ന ജി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. GD is equal to G × 1 - d/r ആണ് അല്ലെ? ഇപ്പൊ GD is equal to അറ്റ് ഡെപ്തിൽ ഉണ്ടാവുന്ന G കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് G at the depth which is equal to G into 1 - d/r എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഇക്വേഷൻ വരിക. അതിൽ ഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഹാഫ് വേ ടു ദ എത്തുന്നില്ല. അപ്പൊ റേഡിയസിന്റെ ഹാഫ് ആണ്. അപ്പൊ r/2 ആണ് വരിക കേട്ടോ. ഡി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് കൊടുക്കുക? r/2 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ GD is equal to G into 1 - r/2 ഡിവൈഡഡ് ബൈ r എന്ന് പറഞ്ഞിട്ട് കിട്ടും. r കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 -
1/2 ദാറ്റ് ഇസ് g/2 എന്ന് പറയുന്നതായിരിക്കും എന്ത് വരിക അറ്റ് ഡെപ്തിൽ ഉണ്ടാവുന്ന ജിഡിന്റെ വാല്യൂ വരിക. ഓക്കെ, അപ്പൊ g/2 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള സംഗതി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് വെയിറ്റ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലെ, വെയിറ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ അത് ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. ചെയ്ത് നോക്കൂ, ചെയ്ത് നോക്കിയിട്ട് ഏതാണ് ആൻസർ എന്നുള്ളത് ഒന്ന് വേഗം നോക്കിയിട്ട് വെയിറ്റ് തന്നിട്ടുണ്ടായിരിക്കും. ആ വെയിറ്റ് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, ആദ്യം ഇനീഷ്യലി ഉണ്ടായിരുന്ന WG തന്നിട്ടുണ്ടല്ലോ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് W is equal to നിങ്ങൾക്ക് അറിയാം mg ആണ്. സോ ഹിയർ നമുക്ക് ഉണ്ടാവുന്ന വെയിറ്റ് W dash is equal to mg dash ആണ്. ദാറ്റ് ഇസ് mg/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. mg എന്ന് പറഞ്ഞിട്ട് which is 200 ആണ്. 200/2 which is equal to 100. 100 Newton is the right answer. 100 Newton ആയിരിക്കും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. യെസ്, therefore option D is the right answer. Okay, ready? Yes. Okay, so happy to hear that. വീഡിയോസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതിൽ വളരെ സന്തോഷം. സൂപ്പർ. നെവർ ഗിവ് അപ്പ്, ട്രൈ ഹാർഡ്. യെസ്, യു ക്യാൻ ഡെഫിനറ്റ്ലി അച്ചീവ് ദാറ്റ്. ഓക്കെ ഋത്തിക്, ഓക്കേടാ, റെഡി? യെസ്, ക്ലിയർ ആണ്, കിട്ടി. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. Which color of the light has the longest wavelength? ഏത് കളറാണ് ലോങ്സ്റ്റ് വേവ് ലെങ്ത് ഉള്ളത്? യെസ്, സിമ്പിൾ, ഓപ്ഷൻ എ, റെഡ് ഇസ് ദ റൈറ്റ് ആൻസർ. റെഡിനായിരിക്കും ലോങ്സ്റ്റ് വേവ് ലെങ്ത് വരിക കേട്ടോ. അപ്പൊ റെഡിന് എന്ത് വരും, റെഡിന് ലോങ്സ്റ്റ് വേവ് ലെങ്ത്തും വരും, ആൻഡ് വയലറ്റ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്തും വരും. ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് കിട്ടും. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A solid cylinder of mass 2 kg and radius 4 cm is rotating about its axis at the rate of 3 rotations per minute. Per minute. Then the torque required to stop after 2π revolution is. Okay, അവിടെ കണ്ടുപിടിക്കുന്നത് ടോർക്ക് ആണ്. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ എന്താ വരിക? ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു, നമ്മൾ ജനറൽ ആയിട്ട് സാധാരണ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു I ആൽഫ ആണ് അല്ലെ. ടോ ഇസ് ഈക്വൽ ടു I ആൽഫ ആണ് ഉണ്ടായിരിക്കുക. ആൻഡ് ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആൽഫന്റെ ഇക്വേഷൻ അറിയാം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ എന്ത് ഇട്ട് കൊടുത്താൽ മതി, ടോർക്കിന്റെ ഇക്വേഷനിൽ നേരെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ടോർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ I ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം ഹാഫ് mr² ആണ്, ബിക്കോസ് ഇറ്റ്സ് എ സോളിഡ് സിലിണ്ടർ. സോ അങ്ങനെയാണെങ്കിൽ ഹാഫ് mr² ഇട്ട് കൊടുക്കുക. ഹാഫ് ഇൻറ്റു m എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 2 കിലോഗ്രാം ആണ്. r² അല്ലെ, അറ്റ് റേഡിയസ് ഓഫ് 4 സെന്റിമീറ്റർ റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണു, ഈ റേഡിയസിനെ നേരെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെ. സെന്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 × 10⁻⁻² കിട്ടും. അതിന്റെ ഹോൾ സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പൊ 2 കട്ട് ചെയ്ത് പോയി. 4 × 4 16 വരും. 16 × 10⁻². ഓക്കെ, അതായിരിക്കും എന്ത് വരിക, നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, -4 അല്ലെ. 16 × 10⁻⁻4 അതായിരിക്കും നമ്മൾ എന്ത് വരുന്നുണ്ടായിരിക്കും, നമ്മുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ വരിക. ഓക്കെ, അപ്പൊ 16 × 10⁻⁻4 kg/m². ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യെസ്, ആൽഫ കണ്ടുപിടിക്കണം. ആൽഫ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മുടെ വെലോസിറ്റിയിൽ നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നത്, ദാറ്റ് ഇസ് v² is equal to u² + 2as എന്ന് പറയുന്ന ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റൊട്ടേഷണൽ അനലോഗിലിട്ട ഇക്വേഷൻ ആണ് ω² is equal to ω02² + 2α⁻θ അല്ലേ, 2α⁻θ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ആൽഫ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, യെസ്, ω² -ω02² ഡിവൈഡഡ് ബൈ 2θ അല്ലെ, ഡിവൈഡ് ബൈ 2θ. ആ ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, പക്ഷെ നമുക്ക് ഓരോ ടേംസും അറിയണം. ഇതിൽ ω0 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, ω0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക, ω² എന്ന് പറയുന്നത് നമുക്ക് റിക്വയർഡ് റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ്, സോളിഡ് സിലിണ്ടർ 2 കിലോഗ്രാം റേഡിയസ് ആണ്, റൊട്ടേറ്റിംഗ് അബൌട്ട് ഇറ്റ്സ് ആക്സിസ് അറ്റ് ദ റേറ്റ് ആൻഡ് ടോർക്ക് റിക്വയർഡ് സ്റ്റോപ്പ് ആഫ്റ്റർ അല്ലെ. സ്റ്റോപ്പ് ചെയ്യാനാണ് പോകുന്നത് എന്നുള്ളതുകൊണ്ട് ഫൈനൽ വെലോസിറ്റി നിങ്ങൾ എന്തിട്ട് കൊടുക്കുക, ഇത് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ ω² - ω02² വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2α⁻θ. therefore ആൽഫ ഇസ് ഈക്വൽ ടു -ω02² ഡിവൈഡഡ് ബൈ 2θ എന്ന് പറഞ്ഞിട്ട് വരും.
ഓക്കെ ഓക്കെ യെസ്. ഇനി നിങ്ങൾക്ക് അറിയാം ω0 എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 3 റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ് തന്നിരിക്കണം അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് നേരെ ഞാൻ ചേഞ്ച് ചെയ്യാണ്. 3 × 2π/60 എന്ന് പറഞ്ഞിട്ട് പെർ മിനിറ്റ് ആണെന്നുള്ളതുകൊണ്ട് 2π/60 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാം. 3 × 2π/ω0 = 3 × 2π/60 ചെയ്യാം. ഓക്കെ യെസ്, π/10 വരും. π/10 വരും. ω0ന്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു π/10 വരും. അപ്പൊ π/10ന്റെ സ്ക്വയർ എടുക്കുക, ഡിവൈഡ് ബൈ 2 × θ ഇട്ട് കൊടുക്കുക. അപ്പൊ θ എന്ന് പറയുന്നത് ഓൾറെഡി ഗിവൺ ആണ്. θ എന്ന് പറയുന്നത് എത്രയും തന്നിട്ടുണ്ട്? 2π റൊട്ടേഷൻസ് ആണ് അല്ലെ, 2π റെവല്യൂഷൻസ് ആണ്. സോ 2π × 2π ചെയ്യുക, ദാറ്റ് ഈസ് 4π² കിട്ടും. ഓക്കെ, θ ഈസ് ഈക്വൽ ടു 2π × 2π അല്ലെ, 2π × 2π റവല്യൂഷൻസ് ആണ്, അതുകൊണ്ടാണ് 2π × 2π ദാറ്റ് ഈസ് 4π² എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നേരെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി, നേരെ കാൽക്കുലേഷൻസ് സുഖമായിട്ട് ചെയ്യാം. ഓക്കെ, ആൽഫ ഈസ് ഈക്വൽ ടു -ω0² എന്നുണ്ടെങ്കിൽ -π²/10² ചെയ്യുക, -π²/10² ചെയ്യുക കേട്ടോ. അപ്പൊ ഒന്ന് വേഗം ചെയ്ത് നോക്കിയേ, വേഗം ഒന്ന് ചെയ്ത് നോക്കിയിട്ട് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിച്ചേ. ഓക്കെ യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 0 ഈസ് ഈക്വൽ ടു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, -π²/100 വരും അല്ലേ. ആൽഫ ഈസ് ഈക്വൽ ടു -π²/100 വരും, ഡിവൈഡഡ് ബൈ 2 × 4π² വരും. അപ്പൊ ഈ π² കട്ട് ചെയ്ത് പോയി, എന്താ വരിക? -800 അല്ലെ, -1/800 എന്ന് പറഞ്ഞിട്ട് വരും. -1/800 per second, -1/800 ആയിരിക്കും എന്ത് വരിക? യെസ്, അവിടെ ഉണ്ടാവുന്ന ആൽഫ വരിക. ഇനി ഐയും കിട്ടി ആൽഫയും കിട്ടി, എന്താ കണ്ടുപിടിക്കുന്നത്? ടോർക്കാണ് കണ്ടുപിടിക്കുന്നത്. നേരെ ടോർക്കിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാലോ. ടോർക്ക് ഇസ് ഈക്വൽ ടു 16 × 10⁻⁻4 × -1/800 ആണ്. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ 8 16 2 ടൈംസ് ആണ്. അപ്പൊ 2 × 10⁻, ഇവിടെ താഴെ ഉണ്ടാവുന്ന 800 നേരെ മുകളിലേക്ക് വരുമ്പോൾ 10⁻² വരും. അപ്പൊ 10⁻⁻4 × 10⁻⁻2 എന്തായിരിക്കും വരികടാ? യെസ്, 10⁻⁻4 × 10⁻⁻2 10⁻⁻6 വരും ആണല്ലോ. സോ 2 × 10⁻⁻6 വരും കേട്ടോ. 2 × 10⁻⁻6 വരും. 2 × 10⁻⁻6 ന്യൂട്ടൺ മീറ്റർ. Okay, so that is option A. Option A is the right answer. 2 × 10⁻⁻6 Newton meter is the right answer. Okay, ready? Clear? Okay ആണ്, ചെയ്യാൻ പറ്റുന്നുണ്ട്, സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. യെസ്, a hollow metal sphere of radius r is uniformly charged. The electric field due to the sphere at a distance of r from the center is. Okay, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സ്ഫിയർ അറ്റ് ഡിസ്റ്റൻസ് ആർ ഫ്രം ദ സെന്റർ. അവിടെ എന്താ സംഭവിക്കുക? ആറിനനുസരിച്ചിട്ട്, ആറിന് ചേഞ്ച് വരുന്നതിനനുസരിച്ചിട്ട് എന്തൊക്കെ ചേഞ്ച് വരും എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇൻസൈഡ് ദ സ്ഫിയർ അവിടെ എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല, ഇലക്ട്രിക് ഫീൽഡ് 0 ആയതുകൊണ്ട് തന്നെ then outer surface outside the sphere ആണെന്നുണ്ടെങ്കിൽ r greater than capital R എന്നുള്ള പോയിന്റിലാണെന്നുണ്ടെങ്കിൽ ആറിന്റെ വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അറിയാം? 1/4π0 Q/r² ആണ്. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആയിരിക്കും വരിക. അപ്പൊ 0 വരുന്നതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ആൻസർ വരും. ഒന്നെങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ സി, ഇതിൽ ഏതാണെന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് അറിയാം, ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇൻസൈഡ് എന്തായാലും പോവും, ഈ ഇൻസൈഡ് എന്തായാലും 0 ആയിട്ട് പോവും. ഈ ഔട്ട്സൈഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/4π0 Q/r² ആണ്. ദാറ്റ് ഈസ് E ഈസ് പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരിക്കും. അപ്പൊ 1/r² പ്രൊപ്പോർഷണൽ ആണെന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കൂടും തോറും എന്ത് ചെയ്യും? ഇലക്ട്രിക് ഫീൽഡ് കുറയാണ് ചെയ്യുക, ഡിക്രീസ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. ദെർഫോർ ഓപ്ഷൻ ബി അല്ല, എവിടെയാണെന്നുണ്ടെങ്കിൽ ഇൻക്രീസ് ചെയ്യാന്നാണ് തന്നിരിക്കുന്നത്. ദെർഫോർ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ദെർഫോർ ഓപ്ഷൻ ബി 0 as r increases from for r less than capital R and decreases as r increases for r greater than capital R. Okay, therefore option B is the right answer. ഓക്കെ, റെഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് അനാലിസിസ് ആണ്. ഇതേപോലെ ഇത് ഗ്രാഫിക്കൽ ആയിട്ട് നിങ്ങൾക്ക് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത് ആദ്യമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ കേട്ടോ. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കേ. ഫോഴ്സ് F is equal to 20 + 10y acts on a particle y direction where F is in Newton and y is in meter. Work done by this force to move the particle from y is equal to 0 to y is equal to 1 meter. Y equal to 0 നിന്ന് y equal to 1 meterലേക്ക് നമ്മൾ ചെയ്യേണ്ട വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ഒരു ഫോഴ്സിനെ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ W is equal to നിങ്ങൾക്ക് അറിയാം
ഇവിടെ ലിമിറ്റ് തന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇന്റഗ്രൽ 0 to 1 f(y) dy ആണ് എന്നുള്ളത് പറയാം അല്ലെ. അപ്പൊ ഇന്റഗ്രൽ 0 to 1 f(y) dy അതായത് 20 + 10y dy. ഓക്കെ, അപ്പൊ അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്താണ് വരിക, which is equal to 20y + 10y²/2 ഫ്രം ഇന്റഗ്രൽ 0 to 1. ഫ്രം ലിമിറ്റും കൂടെ കൊടുക്കുക, 0 to 1 ആണ്. അപ്പൊ 20y ഇവിടെ ഉണ്ടാവുന്ന 10ഉം 5ഉം കൂടെ കണ്ടിട്ട് 5y² എന്നിട്ട് കിട്ടും. അപ്പൊ 20y + 5y², that is 20 + 5 - 0, which is equal to 25. 25 ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്, 25 ജൂൾ ആയിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ കിട്ടുക കേട്ടോ. ഓക്കെ, അപ്പോൾ 25 ജൂൾ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി, ക്ലിയർ, യെസ്, സെറ്റ് ആണ്, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിക്ക് ദ റോങ് ആൻസർ ഇൻ ദ കോണ്ടെക്സ്റ്റ് വിത്ത് റെയിൻബോ. ഇതിൽ തന്നിട്ടുള്ളതിൽ അവിടെ റോങ് ആൻസർ ആണ് നോക്കേണ്ടത്. When the light rays undergo two internal reflection in a water drop, a secondary rainbow is formed. ഇതിൽ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, അതായത് റെയിൻബോനെ ബേസ് ചെയ്തിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ സ്യൂട്ടബിൾ ആവാത്തത് ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളതാണ് ചൂസ് ചെയ്ത് എഴുതാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ when the light rays undergo two internal reflection in a water drop, the secondary rainbow is formed. Okay ആണ്. And next one, the order of the colors is reversed in the secondary rainbow. An observer can see a rainbow when his friend turns towards the sun. A rainbow is combined effect of dispersion, refraction and reflection of light. An observer can see the rainbow when his friend is towards the sun. Actually എവിടെയാണ് സൺ ഉണ്ടായിരിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് റെയിൻബോ കാണുക അല്ലെ, അതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് റെയിൻബോ കാണുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ആൻഡ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി അല്ലെ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഇതിൽ തന്നിരിക്കുന്നത് നമുക്ക് റോങ് സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ തന്നിട്ടുള്ളതിൽ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A cylindrical conductor of radius capital R is carrying a constant current. The plot of the magnitude of magnetic field B with a distance D and the center of the conductor is correctly represented by the figure. ഇവിടെ തന്നിരിക്കുന്നത് സിലിണ്ടറിക്കൽ കണ്ടക്ടറിന്റെ കേസിലാണ്. ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ബിയും ഡിയും തമ്മിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, സിലിണ്ടറിക്കൽ കണ്ടക്ടറിൽ മാഗ്നറ്റിക് ഫീൽഡും ഡിയും തമ്മിൽ ഉണ്ടാവുന്ന റിലേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു സിലിണ്ടറിക്കൽ കണ്ടക്ടറിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ഇസ് ബി ഈസ് ഈക്വൽ ടു μ0 ID/2πr² ആണ്. μ0 ID divided by 2πr² ആണ്. ദാറ്റ് ഇസ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ദിസ് ഡിസ്റ്റൻസ്. ഈ ഒരു ഡിസ്റ്റൻസിന് സെന്ററിൽ നിന്ന് ഉണ്ടാവുന്ന ഡിസ്റ്റൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഉണ്ടായിരിക്കാം. ആൻഡ് എപ്പോ ഇൻസൈഡ് ദ കണ്ടക്ടർ കേട്ടോ, ഇൻസൈഡ് ആണ്, ഇത് ഇൻസൈഡ് ആണ്. ആൻഡ് ഔട്ട്സൈഡ് എന്താ സംഭവിക്കുക? ഔട്ട്സൈഡ് ദ കണ്ടക്ടർ എന്തായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ വരിക? ഔട്ട്സൈഡ് ദ കണ്ടക്ടർ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയാം ബി ഈസ് ഈക്വൽ ടു μ0 I divided by 2πd ആയിരിക്കും അല്ലെ. μ0 I divided by 2πd ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് ഡിസ്റ്റൻസ്. അപ്പൊ ആദ്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെ. ആദ്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ പിന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. അതായത് ഓപ്ഷൻ സിയിൽ അങ്ങനെയാണ് വരുന്നത് അല്ലെ. ആദ്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു, ബിയും ഡിയും കൂടി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ആറിൽ മാക്സിമം വാല്യൂ കഴിഞ്ഞു. ദെൻ ആറ് കഴിഞ്ഞിട്ട് പിന്നെ ഔട്ട്സൈഡ് പോയിന്റിലേക്ക് വരുമ്പോൾ അത് ഡിക്രീസ് ആയി, ഇൻവേഴ്സ് റിലേഷൻ ആയി. ഓക്കെ, ദർഫോർ അവിടെ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. റെഡി, ക്ലിയർ, സെറ്റ് ആണ്, ഓക്കെ ആണ്, റെഡി ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Two particles A and B are moving in uniform circular motion in a concentric circles of radius RA and RB with speed VA and VB respectively. The time period of rotation is same and the ratio of angular speed of A to that of B will be. Angular സ്പീഡുകൾ തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ ആണ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കി നോക്കുക. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് A to B തമ്മിലുണ്ടാവുന്ന ആംഗുലർ വെലോസിറ്റികൾ തമ്മിലുണ്ടാവുന്ന ω/A/ωB ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒമേഗേന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, which is equal to 2π/T ആണ് അല്ലെ. ജനറൽ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ω is equal to 2π/ ടൈം പീരീഡ് ആണ് വരിക. അപ്പോൾ ω/A കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 2π/TA ചെയ്താൽ മതി. ω/B കണ്ടുപിടിക്കണമെങ്കിൽ 2π/TB ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ദ ടൈം പീരീഡ് ഓഫ് ദ റൊട്ടേഷൻ ഇസ് സെയിം. ടൈം പീരീഡ് രണ്ടെണ്ണത്തിനും ടൈം പീരീഡ് സെയിം ആണ് എന്നല്ല തന്നിരിക്കണേ.
അപ്പൊ ആ കൂടെ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആ കൂടെ ഡിപ്പെൻഡ് ചെയ്യണത് എന്തിനു മാത്രമേ ഉള്ളൂ, ടൈം പീരീഡിനെ അല്ലേ ഡിപ്പെൻഡ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഒമേഗ എ ഡിവൈഡഡ് ബൈ ഒമേഗ ബി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2π/ta ഡിവൈഡ് ബൈ 2π/tb എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ ടി ആൻഡ് ടി ബി സെയിം ആണെങ്കിൽ 1/1, ദാറ്റ് ഈസ് 1:1 ഇസ് ദ കറക്റ്റ് ആൻസർ. 1:1 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ റെഡി. യെസ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ടൈം പീരീഡ് രണ്ടും സെയിം ആണെന്ന് ഓൾറെഡി തന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ആൻസർ വരുന്നത്. ദർഫോർ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The total internal reflection when the angle of incidence is equal to critical angle. Angle of incidence എന്ന് പറയുന്നത് critical angle നോട് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ for the pair of the media in contact, what will be the angle of refraction? Angle of refraction എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, when the angle of incidence equal to critical angle എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, the refracted ray which passes through the surface of separation, then the angle of refraction will be, അല്ലെങ്കിൽ നോർമലും അവിടെ ഉണ്ടാകുന്ന surface of separation ലൂടെയും പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ perpendicular ആയിട്ടാണ് ഉണ്ടായിരിക്കുക. Therefore the angle is 90 degree ട്ടോ, 90 degree. Therefore option D is the right answer. Option D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. Yes, very good. R is equal to 90 degree is the right answer. Okay, ready, clear? Yes. Then next question നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Two parallel infinite line charges with linear charge density plus lambda coulometer and minus lambda coulometer are placed at a distance of 2r in free space. What is the electric field midway between the two line charges? ആ രണ്ട് ലൈൻ ചാർജസിനും ഇടയ്ക്ക് ഉണ്ടാകുന്ന ഫീൽഡ് എത്രയായിരിക്കും എന്നാണ്, ഫീൽഡ് എത്രയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആക്ച്വലി നമുക്കറിയാം, ഇങ്ങനെ ഉണ്ടാകുന്ന കേസിൽ ഒരു ലീനിയർ ചാർജ് ഡെൻസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു λ/2πε0 × r ആണ് അല്ലെ. λ/2πε0 × r ആണ്. അപ്പൊ ഫസ്റ്റ് കേസിൽ ലാംഡ വന്നിട്ടുണ്ട്, സെക്കൻഡ് കേസിൽ ഉണ്ടാകുന്ന E2 എന്ന് പറയുന്നതും എന്തുതന്നെയാണ്, ലാംഡ തന്നെയാണ്, രണ്ടും സെയിം ആണ് എന്നുള്ളത് കൊണ്ട് E1 ആയിരിക്കും. E2 എന്ന് പറയുന്നത് which is equal to λ/2πε0 r തന്നെയാണ്. ഓക്കെ, E1 is equal to λ/2πε0 r, E2 is equal to λ/2πε0 r ആണ്. അപ്പൊ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്. ഈ ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, E1 plus E2 ചെയ്യാ. ദാറ്റ് ഇസ് λ/2πε0 r പ്ലസ് λ/2πε0 r ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 λ/2πε0 r, ദാറ്റ് ഇസ് λ/πε0 r എന്ന് പറഞ്ഞിട്ട് കിട്ടും. λ/πε0 r എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് വരിക കേട്ടോ. λ/πε0 r, that is option C. Option C is the right answer. Option C ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക, λ/πε0 r. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. For a p-type semiconductor, which of the following statement is true? ഇപ്പൊ p-type semiconductor ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ ആയിട്ടുള്ളത്? Electrons are majority carriers and trivalent atoms are the dopants. Electrons ആണോ majority carriers? p-type electrons അല്ല majority carriers കേട്ടോ. And holes are the majority. അത് കറക്റ്റ് ആണ്, holes ആണ് majority carriers വരിക. And it is trivalent atoms are the dopants. Trivalent ആയിട്ടുള്ള atoms വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു impurity ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ ഹോൾസ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെയാണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. പെന്റാവാലന്റ് വരുമ്പോൾ എക്സ്ട്രാ ഇലക്ട്രോൺസ് വരും, അത് ഫോം ചെയ്യുന്നത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണ്. സോ അങ്ങനെ ഹോൾസ് ആർ ദ മെജോറിറ്റി കാരിയേഴ്സ് ആൻഡ് ട്രൈവാലന്റ് ആറ്റംസ് ആർ ഡോപ്പൻസ്. Therefore ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. റെഡി, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following act as a circuit protection device? ഇതിൽ ഏതാണ് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസ്? നിങ്ങൾക്ക് ചെറിയപ്പം മുതലേ അറിയുന്ന സംഗതി തന്നെയാണ് ഫ്യൂസ് അല്ലെ. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി, ഫ്യൂസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A parallel plate capacitor of capacitance. Capacitance എന്നിട്ടുണ്ട് which is equal to 20 microfarad ആണ്. That is 20 into 10 raised to minus 6 farad ആണ്. Okay, and it is being charged.
by a voltage source whose potential is changing at the rate of 3 volt per second. Okay. Potential at the rate, okay, then the conduction current through the connecting wires and the displacement current through the plates of the capacitor would be respectively. അപ്പോൾ കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും രണ്ടും നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കണ്ടക്ഷൻ കറണ്ട് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ കണ്ടക്ഷൻ കറണ്ട് കിട്ടണമെങ്കിൽ സിംപ്ലി എന്ത് ചെയ്താൽ മതി, IC is equal to dq/dt ചെയ്താൽ മതി. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ചാർജ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, യെസ് കണ്ടക്ഷൻ കറണ്ട് കിട്ടും. അപ്പൊ Q is equal to എന്താണ് ആക്ച്വലി, Q is equal to CV ആണ് അല്ലെ. അപ്പൊ d/dt of CV ചെയ്താൽ മതി, d/dt of CV ചെയ്താൽ മതി. ഇവിടെ ഉണ്ടാവുന്ന കപ്പാസിറ്റൻസ് C അല്ലെങ്കിൽ C into dV/dt ചെയ്യാം അല്ലെ, C into dV/dt ചെയ്യാം. ദിസ് ഇസ് ദ കണ്ടക്ഷൻ കറണ്ട്, അതാണ് കണ്ടക്ഷൻ കറണ്ട് കിട്ടുക കേട്ടോ. ഓക്കെ ഓക്കെ യെസ്. ഇനി dV/dt ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെ തന്നിട്ടുണ്ട് ചേഞ്ച് ഇൻ 3 volt per second ആണെന്നുള്ളത്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ അല്ലെ, whose potential is changing at the rate of that is dV/dt ന്റെ വാല്യൂ ഓൾറെഡി ഗിവൺ ആണ്. dV/dt എന്ന് പറയുന്നത് ഓൾറെഡി ഗിവൺ ആണ്. dV/dt which is equal to എത്രയാ വരിക, 3 volt per second ആണെന്നുള്ളത് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അത് അങ്ങോട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സീന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേടാ, അല്ലേ? നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സീന്റെ വാല്യൂ എന്നിട്ടെങ്കിൽ എത്രയാണ് തന്നിരിക്കുന്നത്, 20 മൈക്രോഫാരഡ് ആണ്. 20 into 10⁻⁻6 കൊടുക്കുക. dV/dt എന്ന് പറയുന്നത് എത്ര കൊടുക്കുക, യെസ് നമുക്ക് ഓൾറെഡി 3 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ 60 into 10⁻⁻6 വെച്ചിട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ യെസ്. അപ്പൊ ചെയ്യാലോ. IC is equal to C എന്ന് പറയുന്നത് C എന്ന് പറഞ്ഞാൽ എത്രയുടെ 20 ആണ്. 20 into 10⁻⁻6 ആണ് into 3 ആണ്. ദാറ്റ് ഇസ് 60 into 10⁻⁻6 അല്ലെ. അത്രയും ആംപിയർ ആയിരിക്കും കറണ്ട് വരിക. നമുക്കെല്ലാം മൈക്രോ ആംപിയറിലാണ് തന്നിരിക്കുന്നത് എന്നുള്ളത് ഞാൻ അതിന് മാറ്റി എഴുതുന്നു. ദാറ്റ് ഇസ് 60 മൈക്രോ ആംപിയർ ആണ്. 60 മൈക്രോ ആംപിയർ ആണ്. ഓൾസോ കണ്ടക്ഷൻ കറണ്ട് തന്നെയാണ് ഇവിടെ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. ദർഫോർ അങ്ങനെയാണെങ്കിൽ IC is equal to ID is equal to എന്ത് വരും ഇവിടെ, രണ്ടും 60 മൈക്രോ ആംപിയർ വരും കേട്ടോ. ഓക്കെ യെസ്. IC is equal to ID is equal to 60 മൈക്രോ ആംപിയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദർഫോർ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാടാ, യെസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 60 മൈക്രോ ആംപിയർ ഇസ് ദ റൈറ്റ് ആൻസർ. എത്ര മണി വരെ ക്ലാസ് ഉണ്ടാകും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 to 2:30 മാക്സിമം 2:30. ഓക്കെ റെഡി, ക്ലിയർ, സെറ്റ് ആണ്. ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണോടാ? ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പക്ക ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാലോ. യെസ് നോക്കാം. alpha particle which consists of alpha particle എന്തൊക്കെ ഉണ്ടായിരിക്കും? alpha particle which consists of 2 protons and 2 neutrons only, 2 electrons, 2 protons and 2 neutrons, 2 electrons, 4 protons only, 2 protons only. എന്തായിരിക്കും വരിക? ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരാണ്? ഹീലിയം ന്യൂക്ലിയസ് ആണ്. He24 ന്യൂക്ലിയസ് ആണ്. അതിൽ 2 പ്രോട്ടോൺസും ഉണ്ടായിരിക്കും, 2 ന്യൂട്രോൺസും ഉണ്ടായിരിക്കും അല്ലെ. 2 പ്രോട്ടോൺസും ഉണ്ടായിരിക്കും. ഹീലിയം ന്യൂക്ലിയസ് ആണല്ലോ, ന്യൂക്ലിയസ് ആണെന്നുള്ളതുകൊണ്ട് 2 protons and 2 neutrons only. Therefore ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. 2 പ്രോട്ടോൺസും 2 ന്യൂട്രോൺസും ആണ് ഉണ്ടാവുക. ഓക്കെ റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An electron is accelerated through a potential difference. Electron accelerating ചെയ്യണ potential difference വന്നിട്ടുണ്ട് 10,000 volt ആണ്. And its de Broglie wavelength is, de Broglie wavelength ആണ് കണ്ടുപിടിക്കേണ്ടത്. de Broglie wavelength ലാംഡന്റെ ഡിഫറെന്റ് ഇക്വേഷൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കണക്ട് ചെയ്തിട്ടുള്ള വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഇസ് ലാംഡ is equal to h/√2mqv ആണ്. h/√2mqv ആണ്. അപ്പോൾ ഇലക്ട്രോണിന്റെ കേസിൽ മാസും പൊട്ടൻഷ്യലും മാസും ചാർജും എച്ചിന്റെയും വാല്യൂ നമുക്കറിയാം. അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് എഴുതാം. 12.27 ലാംഡ is equal to 12.27 divided by √v ആംസ്ട്രോങ് ആണ് എന്നുള്ളത് പറയാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ 10,000 വോൾട്ട് ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ അതും കൂടെ നമ്മൾ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 12.27 divided by lambda is equal to 12.27 divided by √10,000. Okay, that is 12.27 divided by 100 ചെയ്ത് കഴിഞ്ഞാൽ 0.1227 എന്ന് പറഞ്ഞിട്ട് കിട്ടും.
ഇത്രയും മീറ്റർ ആയിരിക്കും എന്ത് വരിക, നമ്മുടെ വേവ് ലെങ്ത് ലാംഡ വരിക. അപ്പൊ അതിന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ചെറുതാക്കി ചേഞ്ച് ചെയ്ത് എഴുതണം. അത്രയും മീറ്റർ, അത്രയും ആംസ്ട്രോങ് അല്ലെ, അത്രയും ആംസ്ട്രോങ് ആണെന്നുള്ളത് വരും. അപ്പൊ അതിന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, 0.227 ഇൻറ്റു 10⁻⁻10 കൊടുക്കുക, ഇൻറ്റു 10⁻⁻. അപ്പം ആംസ്ട്രോങ്ങിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലാംഡ ഇസ് ഈക്വൽ ടു 0.1227 ഇൻറ്റു 10⁻⁻10 മീറ്റർ ആണ്. ഇനി അങ്ങനെയാണോ നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്നതെല്ലാം? ഇപ്പോൾ 12ന്റെ പ്ലേസിലേക്കാണ്. അപ്പോൾ ഒരു സ്ഥാനം അങ്ങോട്ട്, 2 സ്ഥാനം അപ്പുറത്തേക്ക് ഇടുക. അപ്പോൾ എന്ത് വരും, ഇപ്പുറത്തേക്ക് 2 സ്ഥാനം നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്തേക്കും 10⁻⁻2 2 നീക്കുക. അപ്പോൾ 10⁻⁻12 മീറ്റർ, 12.27 ഇൻറ്റു 10⁻⁻12 മീറ്റർ. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി അല്ലേ, ഓപ്ഷൻ ബി. 12.2 ഇൻറ്റു 10⁻⁻12 മീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി, ക്ലിയർ, സെറ്റ് ആണ്, റെഡി ആണ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. 2 point charges A and B having charges plus Q and minus Q respectively are placed at a certain distance apart and force acting between them is F. If 25% of the charge of A is transferred to B, then force between the charges becomes, അല്ലെ, അതിനിടയ്ക്ക് ഉണ്ടാവുന്ന ഫോഴ്സ് എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാം. എഫ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം Q1 Q2 by R square ആണ്, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു 1/4 Q1 Q2. ഇവിടെ Q എന്ന് പറയുന്നത് രണ്ടും പ്ലസ് Q മൈനസ് Q ആണ്. അപ്പോൾ റെസ്പെക്റ്റീവ് ഓഫ് ദർ ചാർജസ് നമുക്ക് എന്താ എഴുതാം, എഫ് ഇസ് ഈക്വൽ ടു 1/4 ഞാൻ സപ്പോസ് K എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്, K ഇൻറ്റു Q സ്ക്വയർ ബൈ R സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം, സിമ്പിൾ ആയിട്ടുള്ള ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. ഇനി ഇവിടെ നിങ്ങൾക്ക് അറിയാം QAയും QA ഡാഷും QB ഡാഷും കണ്ടുപിടിക്കാം. QA ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യൂ അല്ലെ, പ്ലേസ് അറ്റ് സർട്ടൻ ഡിസ്റ്റൻസ് അപ്പാർട്ട് ആൻഡ് ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ദം ഇസ് F. If 25% of charge is transferred to B അല്ലെ, അതായത് QA നിന്നും അതിന്റെ 25% ബിയിലേക്ക് ചേഞ്ച് ചെയ്തു, ബിയിലേക്ക് കൊടുത്തു. ബിയിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം, കുറച്ച് 25% അതൊന്ന് പോയി, QA നിന്ന് 25% പോയി എന്നുണ്ടെങ്കിൽ Q മൈനസ് 25% പോയിങ്ങനെ 0.25 ടൈംസ് ഓഫ് A, ദാറ്റ് ഈസ് 0.75 ടൈംസ് ഓഫ് Q മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളൂ. ഓക്കെ, ഇനി QB ഡാഷ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്തു, 25% ചാർജ് കിട്ടി. ഇനീഷ്യലി ഉണ്ടായിരുന്ന ചാർജിൽ നിന്നും 0.25 ഓഫ് A എന്ന് Q എന്ന് പറയുന്നത് അവിടേക്ക് കിട്ടി അല്ലേ. അപ്പൊ 1.25 Q ആയിട്ട് മാറി അവിടെ. ഓക്കെ, 1.25 ടൈംസ് ഓഫ് Q ആയിട്ട് മാറി. എന്തെന്ന് പറയുന്നത്, QB ഡാഷ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്താൽ മതി, അതായത് ഫസ്റ്റ് തന്നെ എനിക്ക് എന്ത് പറയാം, ഒരെണ്ണം പോസിറ്റീവ് ചാർജും ഒരെണ്ണം മൈനസ് ചാർജും അല്ലേ. അപ്പൊ QAനെ ഞാൻ പ്ലസ് ചാർജ് ആയിട്ട് എടുക്കണം, ഇതിന് മൈനസ് ചാർജ് ആയിട്ട് എടുക്കണം. അപ്പൊ മൈനസ്, ഓക്കെ ഓക്കെ, അപ്പൊ ഇവിടെ ചേഞ്ച് വരും, മൈനസ് Q പ്ലസ് 0.25 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എന്തര വരിക, 0.75 മൈനസ് 0.75 ടൈംസ് ഓഫ് Q തന്നെയാണ് വരിക. രണ്ടും എത്രയാണ്, 3/4 ടൈംസ് ഓഫ് ദി Q, 3/4 ടൈംസ് ഓഫ് ദി Q. ഹിയർ ഓൾസോ നെഗറ്റീവ് ചാർജിലായിരിക്കും, മൈനസ് 3/4 ടൈംസ് ഓഫ് Q. ഓക്കെ ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. രണ്ട് QA ഡാഷും QB ഡാഷും ഓൾറെഡി തന്നിട്ടുണ്ട്. സോ എഫ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യുക, K ഇൻറ്റു 3/4 Q ഇൻറ്റു മൈനസ് 3/4 Q ചെയ്യുക. അപ്പോൾ 3/4 ഇൻറ്റു 3/4 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 9/16 വരും അല്ലേ, സിമ്പിൾ. എഫ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു 3/4 Q ഒരു Q ഇൻറ്റു മൈനസ് 3/4 Q അടുത്ത Q ഡിവൈഡഡ് ബൈ R സ്ക്വയർ അല്ലേ. ദാറ്റ് ഇസ് 9/16 ടൈംസ് ഓഫ് K. ഓൾറെഡി K ഉണ്ട്, അത് പുറത്തേക്ക് എടുക്കാം, അല്ലെങ്കിൽ 9/16 ടൈംസ് ഓഫ് K ഇൻറ്റു Q സ്ക്വയർ ബൈ R സ്ക്വയർ. ദാറ്റ് ഈസ് ഇത് ഇനീഷ്യലി ഉണ്ടായിരുന്ന F ആയിരുന്നു. സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 9/16 ടൈംസ് ഓഫ് F, അല്ലെങ്കിൽ 9F/16 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 9F/16, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി. ഓക്കെ ഓക്കെ, റെഡി, സിമ്പിൾ ആണ്. ഓക്കെ, അതിലെല്ലാം ജസ്റ്റ് സിമ്പിൾ റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. തന്നിട്ടുള്ള കണ്ടീഷൻസ് കൊടുക്കുക, സിംപ്ലി അങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് വേണ്ട ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ഓക്കെ, റെഡി,
ക്ലിയർ ആണ്, സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. അയനൈസ്ഡ് ഹൈഡ്രജൻ ആറ്റം ആൻഡ് ആൽഫ പാർട്ടിക്കിൾ വിത്ത് സെയിം മൊമെന്റ enters perpendicular to a constant magnetic field B. Ratio of their radius of their path RH is to R alpha BB. അല്ലെ, ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? അത് പെർപെൻഡിക്കുലർ ആയിട്ട് വരികയാണ്. അപ്പൊ ഹൈഡ്രജൻ ആറ്റംസും ആൽഫ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിലും ഒരേ മൊമെന്റ് ആണ്, മൊമെന്റം സെയിം ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. മൊമെന്റം സെയിം ആണ്, കോൺസ്റ്റന്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസുകൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആൻഡ് റേഡിയസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, ആർ ഇസ് ഈക്വൽ ടു എം ബി. ഇപ്പൊ സർക്കിൾ അടിച്ച് പോകണം, പെർപെൻഡിക്കുലർ ആയിട്ട് വരുമ്പോൾ സർക്കുലർ പാത്ത് ആവും. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു എം ബി ബൈ ക്യൂ ബി ആണ് അല്ലെ, അല്ലെങ്കിൽ റേഡിയസ് ആർ ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ ബി ആണ്. ഇതിൽ മൊമെന്റും ബിയും സെയിം ആണ് എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറഞ്ഞിട്ട് വിച്ച് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ. ഇത് രണ്ടും സെയിം ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ. അങ്ങനെയാണെങ്കിൽ ആർ എച്ച് ബൈ ആർ ആൽഫ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ആൽഫ ഡിവൈഡഡ് ബൈ ക്യൂ എച്ച് ആയിരിക്കും അല്ലെ. രണ്ടെണ്ണത്തിന്റെയും ചാർജുകൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ ആയിരിക്കും. അത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റേഷ്യോ എടുക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ആർ ആൽഫ വിച്ച് ഇസ് ഈക്വൽ ടു ക്യൂ ആൽഫ ഡിവൈഡഡ് ബൈ ക്യൂ എച്ച്. ഓക്കെ, ക്യൂ ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു 2 times ഓഫ് ദി ചാർജ് ഓഫ് ഇതായിരിക്കും ക്യൂ എച്ച് ആയിരിക്കും വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2q ഡിവൈഡ് ബൈ അല്ലെങ്കിൽ 2e ഡിവൈഡ് ബൈ ഇ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്ത് പോയിട്ട് 2/1 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, therefore നമ്മുടെ റേഷ്യോ 2:1 ഇസ് ദ റേഷ്യോ. 2:1 ആയിരിക്കും റേഷ്യോ വരിക. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി, ക്ലിയർ, സെറ്റ് ആണ്, ക്ലിയർ ആണ്, പക്കയാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പൊക്കോളൂ. The fundamental frequency in an open organ pipe is equal to third harmonic of the closed organ pipe. Fundamental frequency of an open pipe. Open pipe in the fundamental frequency in the equation F0 is equal to V by 2L ആണ്. And closed pipe in the third harmonic അല്ലെ, closed pipe in the third harmonic എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ that is equal to 3V by 4L. 3V by 4L ആണ്. Okay, the length of the closed organ pipe is closed organ pipe in okay, length of organ pipe, open pipe, this is closed pipe. Closed pipe in the length LC തന്നിട്ടുണ്ട് 20 centimeter ആണ്. That is 20 into 10 raised to minus 2 meter ആണ്. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഓർഗൻ പൈപ്പ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് രണ്ടും ഈക്വൽ ആണെന്നുള്ള കണ്ടീഷനായി തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടും ഈക്വൽ ആണെന്നുള്ള കണ്ടീഷൻ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്ത് നോക്കുക. കണ്ടീഷൻ എന്നുള്ളത് നേരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ V by 2L of open pipe which is equal to 3V by 4L of closed pipe. V കട്ട് ചെയ്ത് കളഞ്ഞു, 2 4ൽ 2 times കട്ട് ചെയ്ത് കളഞ്ഞു. നമുക്ക് വേണ്ടത് ലെങ്ത് ഓഫ് ദിസ് ഓർഗൻ പൈപ്പ് which is equal to 2 times of the length of the closed pipe divided by 3 ആണ്. That is 2/3 times of closed pipe in length is 20 into 10 raised to minus 2. Okay. അപ്പോൾ ലെങ്ത് ഓഫ് ഓർഗൻ പൈപ്പ് വിച്ച് ഇസ് ഈക്വൽ ടു 40/3 ഇൻറ്റു 10 raised to minus 2. ഓക്കെ, 40/3 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 40/3 ചെയ്യുക. ദാറ്റ് ഈസ് 1 അല്ല 1 ഇടും. ദെൻ നെക്സ്റ്റ് 10 ആണ്. therefore 3 അല്ലേ, 13.2 സംതിങ് ആയിരിക്കും നമ്മുടെ ആൻസർ വരും. 13.2 അല്ലെ, 13.2 ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് വരിക കേട്ടോ. 14 അത് ഇൻറ്റു അത്രയും സെൻറ്റിമീറ്റർ ആണ്. അത് ഇൻറ്റു 10 raised to minus 2 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് 13.2 സംതിങ് അത്രയും ഇൻറ്റു 10 raised to minus 2 മീറ്റർ ദാറ്റ് ഇസ് 13.2 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി 13.2 സെൻറ്റിമീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ ഒന്നുമില്ല, ഇക്വേഷൻസ് എഴുതാൻ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ കണ്ടീഷൻ ഒന്ന് നേരെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എന്നിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റൂ കേട്ടോ. റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. At what temperature will the RMS speed of oxygen molecules become just sufficient for escaping from the Earth's atmosphere? Okay, Earth's atmosphere ഒന്നും എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള RMS speed at what temperature, ഏത് ടെമ്പറേച്ചറിലായിരിക്കും RMS speed of the oxygen becomes
എസ്കേപ്പിംഗ് സ്പീഡിനോട് ഈക്വൽ ആയിട്ട് വരുന്നത് ഏത് ടെമ്പറേച്ചറിലായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ RMS സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം √3 kBT/m ആണ് അല്ലേ. RMS സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VRMS is equal to √3 kBT/m ആയിരിക്കും വരിക. ബിക്കോസ് MB സ്ക്വയറിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 3/2 kBT ആണ്, അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ആൻഡ് ഇവിടെ RMS സ്പീഡ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? എസ്കേപ്പ് സ്പീഡിനോട് ഈക്വൽ ആണ്. VRMS is equal to എസ്കേപ്പ് സ്പീഡിനോട് ഈക്വൽ ആണ് എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. ഓക്കെ, അതാവുന്ന ടെമ്പറേച്ചർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് T is equal to M into VE square divided by 3 kb എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് നമുക്കിവിടെ വാല്യൂ വന്നിട്ടുണ്ട്. M എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 2.76 into 10⁻⁻26 ആണ്. kbന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ആൻഡ് ഓൾസോ that is just sufficient escaping from the Earth's atmosphere. Earth's atmosphere നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ Earth's atmosphere-ന്റെ എസ്കേപ്പ് സ്പീഡിന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, ആ വാല്യൂം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അല്ലേ. എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലെ എസ്കേപ്പ് സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.12 into 10⁻² ആണ് വരിക. അപ്പോൾ അതിന് ഇൻറ്റു സ്ക്വയർ ചെയ്യാം. ഓക്കെ, യെസ്, അപ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. 2.76 into 10⁻⁻26 into 1.1 into 10⁻². ഹോൾ ഡിവൈഡഡ് ബൈ 3 into kb എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.38 into 10⁻⁻23. എല്ലാതും കൂടെ വേഗം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ അതിൽ കട്ട് ചെയ്ത് കളയാനെല്ലാം ഓൾമോസ്റ്റ് കട്ട് ചെയ്ത് കളയാനുള്ള സംഗതിയൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി, കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1.12 into 12 എന്നിട്ട് കൊടുക്കാം into 10⁻². അപ്പോൾ അതിനെ എന്ത് ചെയ്യണം? സ്ക്വയർ ചെയ്യണം കേട്ടോ. ഈ ഒരു വെലോസിറ്റിനെ സ്ക്വയർ ചെയ്യണേ. ഇത് ഡിവൈഡഡ് ബൈ 3 into 1.38 into 10⁻⁻23 അല്ലേ. ഓക്കെ, ഇപ്പൊ വേഗം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഫൈനൽ ആയിട്ടുള്ള ആൻസറിലേക്ക് വേഗം എത്തിക്കുക കേട്ടോ. എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാ വരിക? 8.360 സംതിങ് വരും അല്ലെ. 8.360 into 10⁻4 വരും. 10⁻4 വരും. അത്രയും കെൽവിൻ ആണ് വരിക കേട്ടോ. അവിടെ ഉണ്ടെന്ന ടെമ്പറേച്ചർ. therefore ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, today is my birthday. Afsal, happy birthday Afsal. Happy birthday to you. Yes, അപ്പോൾ ഇത് നല്ലൊരു ബർത്ത്ഡേ ആയിരിക്കട്ടെ, നല്ലൊരു ഇയർ ആയിരിക്കട്ടെ, കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, കുറേ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കരിയർ സെറ്റ് ആക്കാനായിട്ട് പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The efficiency of an ideal heat engine working between the freezing point and boiling point of water. It is working between the freezing point and boiling point of water ആണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ T1 ഉം T2 ഉം കൊടുക്കേണ്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. T1 എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് ടെമ്പറേച്ചർ 100°C കൊടുക്കുക. T1 is equal to 100°C ആണ്. സോ 100 + 273 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 373 കെൽവിൻ നമുക്ക് കിട്ടും. ആൻഡ് T2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫ്രീസിംഗ് പോയിന്റ് ആണ്, 0°C ആണ്. ദാറ്റ് ഇസ് 273 കെൽവിൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് എന്താണ്? എഫിഷ്യൻസി ആണല്ലേ. അപ്പൊ ഈറ്റ ഇസ് ഈക്വൽ ടു അഫ്സലല്ല അഹ്സനയാണ്. ഓക്കെ, അഹ്സന. ഓക്കേടാ, ഓക്കെ കേട്ടോ. ഓക്കെ അഹ്സന, ഹാപ്പി ബർത്ത്ഡേ ടു യു. യെസ്, അപ്പൊ 273 കെൽവിൻ ആണ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. ഈറ്റന്റെ ഇക്വേഷനിലും കൂടെ ഇട്ട് കൊടുക്കുക. 1 - T2/T1 into 100 ഇട്ട് കൊടുക്കുക കേട്ടോ. ഈറ്റ ഇസ് ഈക്വൽ ടു 1 - T2/T1 into 100 ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വാല്യൂ ഒന്ന് വേഗം ചെയ്ത് നോക്കിയടാ, ഒന്ന് വേഗം ചെയ്ത് നോക്കി നോക്കൂ, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കൂ. 1 - T2/T1 - 100 into 100 ഇട്ട് കൊടുക്കുക. എത്ര അവർ കാണുമെന്ന് ചോദിച്ചാൽ യെസ്, ഒരു മാക്സിമം 230 കേട്ടോ, മാക്സിമം 230. ഓക്കെ, യെസ്. അപ്പോൾ 1 - T2/T1 അല്ലേടാ. അപ്പോൾ 1 - T2 എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 273/373 into 100. 273/373 into 100 കൊടുക്കുക.
അപ്പോൾ 373 മൈനസ് 273 ഡിവൈഡ് ബൈ 373 ഇൻറ്റു 100 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ 373 മൈനസ് 273 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 100. സോ 100 ബൈ 373 ഇൻറ്റു 100 അല്ലേ, 100 ബൈ 373 ഇൻറ്റു 100 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ 10⁴ ഡിവൈഡ് ബൈ 373, 10⁴ ഡിവൈഡ് ബൈ 373. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 26.8 സംതിങ് അത്രയും കിട്ടും. 26 പോയിന്റ് സംതിങ് ആയിരിക്കും നമ്മുടെ വാല്യൂ വരിക. ഓക്കെ, അത്രയും പെർസെൻറ്റേജ്. That is 26.8%. That's option C. Option C, 26.8% is the right answer. Okay, ready, clear, okay ആണ്, സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. A carbon resistor of 47 plus or minus 4.7 kilo ohm is to be marked with the rings of different colors for its identification. The color code sequence will be. അവിടെ നിന്ന് കളർ കോഡ് സീക്വൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് സുഖമായിട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 0 1 2 3 4 5 6 7 8 9 വരെ എഴുതുക. Then ഇപ്പുറത്ത് 10⁻0, 10⁻1, 10⁻2, 10⁻3, 10⁻4, 10⁻5, 10⁻6, 10⁻7, 10⁻8, 10⁻9. ഓക്കെ, ഇനി ഇപ്പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ BB Roy of Great Britain as a very good wife. പിന്നെ സിൽവറും ഗോൾഡും. ഇങ്ങനെയാണ് എന്ത് വരിക? നമ്മുടെ ഓർഡർ വരിക കേട്ടോ. ഇനി നേരെ കറക്റ്റ് ആയിട്ടുള്ള കളേഴ്സ് നോക്കിയിട്ട് നമ്മളെ കോഡും കളറും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് എടുത്ത് എഴുതാം. അപ്പോൾ 47 പ്ലസ് ഓ മൈനസ് 4.7 കിലോ ഓം ആണ്. അപ്പോൾ 47 കിലോ ഓം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവം? 47 ഇൻറ്റു 10⁻3 ഓം എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെ 4.7 എന്ന് പറഞ്ഞിട്ട് പ്ലസ് ഓ മൈനസ് 4.7 എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി തന്നിട്ടില്ലേ? ഇത് വെച്ചിട്ട് നമുക്ക് അവിടെ ഉണ്ടാകുന്ന എത്രയായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്ന സംഗതി നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എത്രത്തോളം. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലയർ കിട്ടി, അതിൻ്റെ വാല്യൂ കിട്ടി. ഇനി എത്രത്തോളം സെൻസിറ്റീവ് ആണെന്നുള്ള കാര്യം കൂടെ നമുക്ക് അതിൽ കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ടോളറൻസ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 4.7 ഡിവൈഡ് ബൈ 47 ചെയ്യുക കേട്ടോ. 4.7 ഓൾറെഡി ഉണ്ട്. ഡിവൈഡ് ബൈ ഈ 47 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോളറൻസ് കിട്ടും. ദാറ്റ് ഈസ് 4.7 ഡിവൈഡ് ബൈ 47 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻1 അല്ലേ? 10⁻⁻1 കിട്ടും. അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ 10% അല്ലേ? അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 10% ആയിരിക്കും കേട്ടോ അവിടുത്തെ ടോളറൻസ് വരിക. അത് ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻1 ഇൻറ്റു 100 ദാറ്റ് ഈസ് 10% ഈസ് ദ ടോളറൻസ്. അപ്പോൾ 10% ടോളറൻസ് വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഗോൾഡ്. 5% ആണെങ്കിൽ സിൽവർ ആണ്, 10% ആണെന്നുണ്ടെങ്കിൽ ഗോൾഡ് ആണ്. ഇനി ബാക്കിയുള്ള വാല്യൂസ് നോക്കാം. ബാക്കിയുള്ള വാല്യൂസ് ഇപ്പോൾ 47 ഇൻറ്റു 10⁻3 അല്ല. 4 വരുന്നത് ഏതാണ്? 4 വരുന്നത് യെല്ലോ, ദെൻ 7 വരുന്നത് വയലറ്റ്, ഇൻറ്റു 10⁻3 വരുന്നത് ഇറ്റ് ഈസ് ഓറഞ്ച്, ദെൻ ഗോൾഡ്. അപ്പോൾ യെല്ലോ വയലറ്റ് ഓറഞ്ച് ഗോൾഡ്, യെല്ലോ വയലറ്റ് ഓറഞ്ച് ഗോൾഡ്, യെല്ലോ വയലറ്റ് ഓറഞ്ച് ഗോൾഡ് അല്ല 10% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽവർ അല്ലേ? 10% എന്ന് പറഞ്ഞാൽ സിൽവർ ആണ്. സോറി. യെസ്, അവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ സിൽവറും ഗോൾഡും വരുന്ന സമയത്ത് ഗോൾഡും സിൽവറും ആണ് വേണ്ടത്. യെസ്, അപ്പോൾ 5% ആണെങ്കിൽ ഇറ്റ് ഇസ് ഗോൾഡ്, 10% ആണെങ്കിൽ സിൽവർ. ഓക്കെ. അപ്പോൾ കറക്റ്റ്. അപ്പോൾ യെല്ലോ വയലറ്റ് ഓറഞ്ച് സിൽവർ, യെല്ലോ വയലറ്റ് ഓറഞ്ച്. ഇപ്പൊ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ തന്നെ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. യെല്ലോ വയലറ്റ് ഓറഞ്ച് സിൽവർ. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, a battery which is consists of variable number n of identical cells having internal resistance R each, which are connected in series. The terminals of the battery are short circuited and the current I is measured. Which of the graph shows the connected relationship between I and n? ഐയും എന്നും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നത് ഏത് ഗ്രാഫ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഐ എന്ന് പറയുന്നത് എന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവില്ല. അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കറിയാം അബ്സിലോൺ ഇസ് ഈക്വൽ ടു എന്താണ്? അബ്സിലോൺ ഇസ് ഈക്വൽ ടു NE ആണ് അല്ല, അബ്സിലോൺ ഇസ് ഈക്വൽ ടു NE ആണ്. അവിടെ ഉണ്ടാവുന്ന ബാറ്ററി കൺസിസ്റ്റ് ഓഫ് n നമ്പർ ഓഫ് ഐഡന്റിക്കൽ സെൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നിൻ്റെയും ഉണ്ടാകുന്ന വോൾട്ടേജുകൾ എടുത്തിട്ട് ടെർമിനൽ വോൾട്ടേജ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അബ്സോർബ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് സംഭവം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ടോട്ടൽ ആയിട്ട് ഉണ്ടാകുന്ന ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പോൾ അബ്സിലോൺ ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിൽ N ഇൻറ്റു E ആണ്. R ടോട്ടൽ കണ്ടുപിടിക്കണമെങ്കിലും എന്ത് തന്നെയാണ്? യെസ്, N ഇൻറ്റു R തന്നെയാണ് നമ്മൾ ചെയ്യാം. ആൻഡ് അതും കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണു? യെസ്, അതിന്റെ കറണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ കറണ്ട് I ഇസ് ഈക്വൽ ടു എന്താ ചെയ്യുക? അബ്സിലോൺ ടോട്ടൽ ഡിവൈഡഡ് ബൈ R ടോട്ടൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ NE ഡിവൈഡഡ് ബൈ NR എന്ന് പറഞ്ഞിട്ടും N കട്ടി പോയിട്ടുണ്ടെങ്കിൽ E ബൈ R എന്ന് പറഞ്ഞിട്ട് കിട്ടും. അല്ല, അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അവിടെ ഉണ്ടാവുന്ന നമ്പറിന് അത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യണില്ല. നമ്പർ ഓഫ് സെൽസിന് ഇൻഡിപെൻഡന്റ് ആണ് കറണ്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കറണ്ട് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ നമ്പർ ഓഫ് സെൽസ്. ദാറ്റ്ഫോർ നമ്പർ ഓഫ് സെൽസ് എത്രയോ ആയിക്കോട്ടെ, പക്ഷേ കറണ്ട് വിച്ച് റിമെയിൻസ് ദ സെയിം. ദാറ്റ്ഫോർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The ratio of kinetic energy to total energy of an electron in a Bohr orbit of hydrogen atom is. ടോട്ടൽ എനർജി ഓഫ് ഇൻ ഇലക്ട്രോൺ അല്ലെ, കൈനറ്റിക് എനർജി ടു ടോട്ടൽ എനർജി ആണ് കണ്ടുപിടിക്കേണ്ടത്. കൈനറ്റിക് എനർജി ടു ടോട്ടൽ എനർജി റേഷ്യോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ത് വരും? ദാറ്റ് ഇസ് കൈനറ്റിക് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ K ആണ്. ടോട്ടൽ എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ -K ആണ്. സോ 1 - 1 അല്ലെ, 1 - 1 ഇസ് ദ റേഷ്യോ. 1:-1 ഇസ് ദ റേഷ്യോ. ഓപ്ഷൻ ബി അല്ലെ, കൈനറ്റിക് എനർജി ടു ടോട്ടൽ എനർജി, that is K2 - K, that is -1:-1. Therefore option B is the right answer. Option B ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അതൊന്ന് വായിച്ചോ, കുറച്ച് വെള്ളം കുടിക്കട്ടെടാ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. When light of frequency 2nu0 is incident on a metal plate, maximum velocity of the electron emitted is v1. Maximum velocity electron emit ചെയ്യുന്നതിന്റെ velocity v1 ആണ്. Frequency of incident radiation is increased to 5nu0. Maximum velocity of the electrons emitted from the same plate is v2 and ratio v1 to v2 ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ ഇനീഷ്യലി ഉണ്ടായിരുന്ന ലൈറ്റ് ഓഫ് ഫ്രീക്വൻസി 2nu0 ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന വെലോസിറ്റി v1 ആണ്. 5nu0 ആവുന്ന ടൈമിൽ ഉണ്ടാകുന്ന വെലോസിറ്റി v2 ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കേസ് 1ലും കേസ് 2ലും ഉണ്ടാകുന്ന രണ്ട് കേസസിലും ഉണ്ടാകുന്ന v1 v2 റേഷ്യോ എടുക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് v1 ആയിട്ട് റിലേഷൻ അറിയില്ല, പക്ഷെ നമുക്ക് കൈനറ്റിക് എനർജി ആയിട്ടുള്ള റിലേഷൻ അറിയാം. കൈനറ്റിക് എനർജി K is equal to hν - hν0 ആണ് വരിക. ആൻഡ് കൈനറ്റിക് എനർജി is equal to നിങ്ങൾക്ക് അറിയാം ½ mv² ആണ് അല്ലെ. ½ mv² is equal to hν - hν0 ആണ്. ഓക്കെ, അപ്പൊ കേസ് 1 ഞാൻ എടുക്കുന്നു. കേസ് 1 ഇവിടെ ½ mv1² which is equal to ½ mv1² which is equal to hν - hν0 ആണ് അല്ലെ. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് എന്തായിരുന്നു? ചേഞ്ച് എന്ന് പറയുന്നത് 2nu0 ആണ്. അപ്പൊ h into 2nu0 minus nu0, h into 2nu0 minus nu0, that is hν0 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ആൻഡ് കേസ് 2ല് ½ mv2² ആണ് which is equal to h into 5nu0 minus nu0 ആയിരിക്കും. 5nu0 minus nu0 ആയിരിക്കും. that is 4 times of hν0 ആയിരിക്കും അല്ല. hν0 minus nu0 4nu0, so into h 4hν0 ആയിരിക്കും വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റേഷ്യോ എടുക്കാം. ഇക്വേഷൻ 1 by ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് v1 by v2 എന്ന് പറയുന്ന റേഷ്യോ കിട്ടും. ആൻഡ് ഇക്വേഷൻ 1 by ഇക്വേഷൻ 2 ചെയ്ത് കഴിഞ്ഞാൽ ½ mv1² ഡിവൈഡഡ് ബൈ ½ mv2² which is equal to hν0 divided by 4hν0. hν0 divided by 4hν0. ഇവിടെ എനിക്ക് കട്ട് ചെയ്യാനുള്ള സംഗതിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാലോ. എന്തൊക്കെ കട്ട് ചെയ്ത് കളയാളെ? ½ m കട്ട് ചെയ്ത് പോയി. സോ v1² ഡിവൈഡഡ് ബൈ v2². hν0 കട്ട് ചെയ്ത് പോയി. 1/4 എന്ന് പറഞ്ഞിട്ട് വന്നു. സോ ഇതിന്റെ v1 by v2 കിട്ടണമെങ്കിൽ ഇതിന്റെ റൂട്ട് ആയിരിക്കും, ദാറ്റ് ഇസ് 1/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും.
അല്ലെ 1/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് 1:2. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 1:2 എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ 2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ഓക്കെ, റെഡി, ക്ലിയർ, സിമ്പിൾ ആണല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. യെസ്, in a PN junction diode, change in temperature due to heating doesn't affect the resistance of PN junction, affects only forward resistance, affects only reverse resistance, affects overall the VI characteristics of PN junction. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡില് ടെമ്പറേച്ചർ ചേഞ്ച്, നമ്മൾ ഹീറ്റ് ചെയ്ത് ടെമ്പറേച്ചറിൽ ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനാണ് എഫക്ട് ചെയ്യുക, അതല്ലെങ്കിൽ അഫക്ട് ചെയ്യോ ചെയ്യാണ്ടിരിക്കോ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. It affects the overall VI characteristics of PN junction, അല്ലെ? ഓവറോൾ VI characteristicsനെ അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. Therefore ഓപ്ഷൻ ഡി is the right answer. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, യെസ്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. in the combination of the following weights output y can be written in terms of input A and B as. എങ്ങനെയാ വരിക നോക്കുക. ഇപ്പൊ ആദ്യം നമ്മൾ ഓരോ ഗേറ്റ് ബൈ ഗേറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് എ ഇങ്ങോട്ട് പോയി, അതുപോലെ ബി ബാറും എയും ബി ബാറും ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൻഡ് ഇ ആണ്. സോ എ ബി ബാർ വന്നു. അതുപോലെ ഇവിടേക്ക് എ ബാർ വന്നു, താഴെ എ ബാർ വന്നു, അതുപോലെ ബി വന്നു. അപ്പോൾ എ ബാർ ബി, താഴെയുള്ള ആൻഡ് എന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിൽ ഏതൊക്കെയുള്ളത്? എ ബാർ ബി ആണുള്ളത്. എ ബി ബാറും എ ബാർ ബിയും കൂടെ രണ്ടും അടുത്ത് എന്ത് ചെയ്തു? ആഡ് ചെയ്തു, അല്ലേ? അതാണ് ഓർ ഗേറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ എ ബി ബാർ പ്ലസ് എ ബാർ ബി, എ ബി ബാർ പ്ലസ് എ ബാർ ബി, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. എ ബി ബാർ പ്ലസ് എ ബാർ ബി, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി is the right answer. റെഡി, ക്ലിയർ, സെറ്റ് ആണ്, ഓക്കെ ആണ്. യെസ്, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An electromagnetic wave is propagating in a medium with velocity v is equal to vi cap ആണ്, and the instantaneous oscillating electric field of this electromagnetic wave is along plus y axis. Then the direction of oscillating magnetic field of the electromagnetic will be along. അതായത് v എന്ന് പറയുന്നത് electromagnetic wave propagating in the velocity direction, that is vi cap ആണ്. ആൻഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇസ് പ്ലസ് വൈ ആക്സിസിലാണ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആക്സിസ് എങ്ങനെയാണ്? എക്സ് ആക്സിസിൽ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ഉണ്ട്, വൈ ആക്സിസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയായിരിക്കും വരിക? സെഡ് ആക്സിസിലായിരിക്കും വരിക, അല്ലേ? സെഡ് ആക്സിസിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. സോ അത് ഏത് ആക്സിസിലായിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഐ ക്യാപ്പും ജെ ക്യാപ്പും തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഈ ക്രോസ് ബീന്റെ ഡയറക്ഷനിലാണ് എന്ത് വരിക? ബീന്റെ ഡയറക്ഷൻ വരിക. അപ്പോൾ ഈ നമുക്ക് എന്താ, ഈൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ജെ ക്യാപ്പ് ആണ് ക്രോസ് ബി ക്യാപ്പിന്റെ ഏതാണോ ഡയറക്ഷൻ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഐ ക്യാപ്പ് കിട്ടും. അപ്പൊ ജെ ക്യാപ്പ് ക്രോസ് എന്ത് ചെയ്താലാണ് നമുക്ക് ഐ ക്യാപ്പ് കിട്ടുക? ജെ ക്യാപ്പ് ക്രോസ് എന്ത് ചെയ്താലും ഐ ക്യാപ്പ് കിട്ടുക? ജെ ക്യാപ്പ് ക്രോസ് കെ ക്യാപ്പ് ചെയ്താലാണ് ഐ ക്യാപ്പ് കിട്ടുക, അല്ല? എന്നാലാണ് ആ ഓർഡർ വരുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കെ ക്യാപ്പ് ആയിരിക്കും, വിച്ച് ഇംപ്ലൈസ് പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ ആയിരിക്കും കേട്ടോ. പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ ഓക്കെ, ഇതിപ്പോ പോസിറ്റീവ് സെഡ് ഡയറക്ഷൻ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി, ക്ലിയർ, സെറ്റ് ആണ്. യെസ്, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. The refractive index of a material of prism is √2 and the angle of prism is 30 degree. One of the two refracting surface of the prism is made mirror inwards of silver coating. A beam of monochromatic light entering the prism from the other face will retrace its path if its angle of incidence of the prism is. Angle of incidence I ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ആംഗിൾ എ ഇസ് ഈക്വൽ, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പ്രിസം എ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാം എന്താണ്? R1 + R2 ആണ് സംഗതി ചെയ്യേണ്ടത്. ആൻഡ് R1 R2 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ R2 എന്ന് പറയുന്നത് വിച്ച് ഇസ് 0, അതുകൊണ്ട് തന്നെ ഓൾസോ ആംഗിൾ എ എന്ന് പറയുന്നത് വിച്ച് ഇസ് 30 ഡിഗ്രി ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് പ്രിസം 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 30 ഇസ് ഈക്വൽ ടു R1 + R2 ആണ്. ഇതിൽ R2 ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് R1 ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി ആണ്. ഓക്കെ, ആവശ്യം വരും, അതുവരെ നോക്കുക. ഇനി അടുത്തത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം സ്നെൽസ് ലോ പ്രകാരം സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു N2/N1 ആണ്. ഇവിടെ എയർ ആണെന്നുള്ളത് കൊണ്ട് ഒരു മീഡിയം അല്ലേ
index of the prism. Angle of prism is one of the refracting surface of the prism is made of mirror inwards and by silver coating, and the beam of monochromatic light entering the prism from other face will be retrace its path after reflection from the silvered surface. Its angle of incidence on the prism is. Okay, അപ്പോൾ n2 by n1 ചെയ്ത് കഴിഞ്ഞിട്ട് n1 suppose equal to 1 ആണെന്നുണ്ടെങ്കിൽ sin I by sin R is equal to n ആയിരിക്കും കിട്ടും. അപ്പോൾ ഞാൻ n2 by n1 ഒരെണ്ണത്തിന് ഞാൻ n എന്ന് പറഞ്ഞിട്ട് n2 നെ n ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ n2 by n1 വരും. ഓക്കെ, ദാറ്റ് ഇസ് n by 1 വരും. sin I is equal to നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. sin I is equal to n sin R എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. sin I is equal to n times of sin R ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. Therefore sin R എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി ആണ്, sin 30 ഡിഗ്രി ആണ്. n എന്ന് പറഞ്ഞാൽ എത്രയാ തന്നിട്ടുണ്ടല്ലോ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഇസ് √2 അല്ലെ. അപ്പൊ √2 sin 30 ആണ്. sin 30 is 1/2. Therefore √2 into 1/2 ചെയ്ത് കഴിഞ്ഞാൽ we got 1/√2. 1/√2 ആണ്. Okay, that is I is equal to sin inverse of 1/√2. 1/√2 കിട്ടുന്നത് എപ്പോഴാണ്, 45 ഡിഗ്രി. Therefore angle of incidence will be 45 degree. Option B is the right answer. Option B ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി, ക്ലിയർ, സിമ്പിൾ, ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. യെസ്, the magnetic potential energy stored in the certain inductor is 25 millijoule. 25 millijoule ആണ്. 10⁻³ energy multiply ചെയ്യണേ. When the current in the inductor is 60 milliampere, inductor of inductance. Inductance എത്രയാണ്, L എത്രയാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എനർജി സ്റ്റോർഡ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ U is equal to half Li² ആണ്. ഓക്കെ, L ആണ് കണ്ടുപിടിക്കുന്നത്. U തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. L അല്ലേ വേണ്ടത്. L is equal to 2U divided by I² ചെയ്താൽ മതി. 2 into U എന്ന് പറയുന്നത് എത്രയാണ്, 25 millijoule. അപ്പൊ 25 into 10⁻³ ചെയ്യാം കേട്ടോ. ദാറ്റ് ഇസ് 25 into 10⁻³ ഡിവൈഡഡ് ബൈ കറണ്ട് അല്ലേ. കറണ്ട് എന്ന് പറഞ്ഞാൽ 60 മില്ലി ആംപിയർ ആണ്. അതിന് നേരെ ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 60 into 10⁻³ സ്ക്വയർ ചെയ്യാം. 60 into 10⁻³ I² ആണെന്നുള്ളത് അതിന് സ്ക്വയർ ഇട്ടു. ഓക്കെ, അപ്പൊ 2 into 25 ദാറ്റ് ഇസ് 50 ആണ്. 50 into 10⁻³ ഡിവൈഡഡ് ബൈ 3600 into 10⁻⁻6. ഇപ്പൊ 0 കട്ട് ചെയ്ത് കളയാം. 10⁻⁻6 നേരെ മുകളിലേക്ക് പോകുമ്പോൾ 10⁻6 ആവും. 10⁻6 into 10⁻³ is 10⁻³ വരും. ആൻഡ് 5/360 ചെയ്യുക. 5/360 ചെയ്യുക. അപ്പൊ 13.8 അല്ല, അല്ലെങ്കിൽ 50/3.6 സംതിങ് വരും. അപ്പൊ 13.89 സംതിങ് അത്രയും ഹെഡ്സ് ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ ഓക്കെ, റെഡി റെഡി, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. അപ്പോൾ 50 into 10⁻³ ഡിവൈഡ് ബൈ 3.6 into 10⁻³ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിന് വേണമെങ്കിൽ ഒന്നുകൂടെ ചെറുതാക്കി എഴുതണം എന്നുണ്ടെങ്കിൽ 50 into 10⁻³ ഡിവൈഡഡ് ബൈ 3.6 into 10⁻³ 10⁻³ കട്ട് ചെയ്ത് പോകും അല്ല, 36 into 10⁻³ അല്ലേ. 50/3.6 50/3.6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 50 divided by 3.6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 13.89. 50/3.6 ആണ്. ദാറ്റ് ഇസ് 13.8 ഹെൻറി. That is option D. Option D is the right answer. Option D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. റെഡി, ക്ലിയർ, സെറ്റ് ആണോ, ഓക്കെ ആണോ, റെഡി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, the electrostatic force between the metal plates of an isolated plate capacitor having charge Q and area A is. Electrostatic force between the metal plates of an isolated parallel plate capacitor C and a charge Q and area A is proportional to square root of the distance between the plates.
linearly proportional to distance between the plates, independent of the distance between the plates and inversely proportional to distance between. Actually നമുക്കറിയാം electrostatic force between the metal plates എന്ന് പറഞ്ഞത് is independent of the metal plates. അവിടെ d എന്ന് പറഞ്ഞ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യണേ ഇല്ല അല്ലേ. ഇറ്റ് is independent of the metal plates. Therefore option C is the right answer. Option C ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Yes. A tuning fork is used to produce resonance in a glass tube. The length of the air column in this tube can be adjusted by a variable piston. At room temperature of 27 degrees Celsius, two successive resonances are produced at 20 centimeter and 73 centimeter of column length. Then if the frequency of the tuning fork is 320 Hz, velocity of the sound in air at 27 degrees Celsius is. Okay. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ വേസ് ഈക്വൽ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത് വെലോസിറ്റി ഓഫ് ദി സൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? ലാംഡ കണ്ടുപിടിക്കാം. ലാംഡ കിട്ടിയിട്ട് നിങ്ങൾക്കറിയാം വേസ് ഈക്വൽ ടു എഫ് ലാംഡ ആണ്. അപ്പോൾ ആദ്യം ലാംഡ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഈ ചേഞ്ച് ഇവിടെ ഉണ്ടാകുന്ന ലെങ്ത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് L2 - L1 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ലാംഡ ബൈ 2നോട് ഈക്വൽ ആയിരിക്കും അല്ലെ. ലാംഡന്റെ പകുതിയാണ് വരിക ആ രണ്ട് സക്സസീവ് ആയിട്ടുള്ള സംഭവങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് L2 - L1 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് ലാംഡ ബൈ 2 ആണ്. സോ ലാംഡ കിട്ടണമെങ്കിൽ 2 × L2 - L1 ആണ്. ആൻഡ് നിങ്ങൾക്കറിയാം V is equal to F ലാംഡ ആണ് വരിക അല്ലെ. എഫ് നമുക്ക് അവിടെ ഓൾറെഡി ഫ്രീക്വൻസീസ് 320 Hz ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. സോ നേരെ എന്ത് ചെയ്യുക? ഓക്കെ, നേരെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യടാ? യെസ്, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 320 Hz എന്നുള്ള സംഭവം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാംഡ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ 2 × 0.73 - 0.20, അതായത് 2 × ഇവിടെ 20 സെൻറ്റിമീറ്ററിനെയും 73 സെൻറ്റിമീറ്ററിനെയും മാറ്റി എഴുതുക. സെൻറ്റിമീറ്ററിൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.2 മീറ്റർ ആൻഡ് ഇവിടെയാണെങ്കിൽ 73 സെൻറ്റിമീറ്ററിന് മാറ്റുമ്പോൾ 0.73 മീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. 2 × 0.73 - 0.2 ചെയ്ത് നോക്കൂ. വേഗം ചെയ്തിട്ട് പറഞ്ഞേടാ ലാംഡ എത്ര കിട്ടിയെന്നുള്ളത് വേഗം പറയാട്ടോ. നിങ്ങൾ ഒപ്പം ചെയ്ത് നോക്കുക. നിങ്ങൾ വേഗം ചെയ്ത് നോക്കി കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു 2 × L2 - L1 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 × 0.73 - 0.2 ചെയ്ത് കഴിഞ്ഞാൽ 0.53 കിട്ടുമല്ലോ. 0.53 × 2 ചെയ്യുക. അപ്പോൾ 1.06 സംതിങ് അത്രയും മീറ്റർ ആണെന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി എഫ് ലാംഡ ആണ്. എഫ് ഇസ് ഈക്വൽ ടു 320 × 1.06 അല്ലേ. 320 × 1.06, 1 പ്ലേസ് എന്തായാലും കട്ടായി പോവും. അപ്പോൾ 32 × ചെയ്യാം. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 339.2 സംതിങ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. 339 അപ്രോക്സിമേറ്റ്ലി നമ്മൾ 339 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വരിക കേട്ടോ. യെസ്, വാല്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 339 മീറ്റർ പെർ സെക്കൻഡ് ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. റെഡി? യെസ്. Then next അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. A pendulum is hung from the roof of sufficiently high building and is moving freely to and fro like a simple harmonic oscillator. The acceleration of the bob of pendulum is 20 meter per second square at a distance of 5 meter from the main position. Time period of oscillation ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. SHMന്റെ ആക്സിലറേഷൻ ഇക്വേഷൻ നിങ്ങൾക്കറിയാം ω²x ആണ്. ω²xന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 meter per second square ആണ്. ആൻഡ് എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു 5 meter. അപ്പോൾ അതൊന്നും നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഒമേഗ കണ്ടുപിടിക്കണം. ഒമേഗ കിട്ടി കഴിഞ്ഞാൽ ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2π/ω എന്ന് പറയുന്ന ഇക്വേഷനിൽ നേരെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ ω² is equal to acceleration by x ആണ്. സോ ആക്സിലറേഷൻ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതെ ഡിവൈഡ് ബൈ എക്സ് ചെയ്യുക. ആക്സിലറേഷൻ എന്ന് പറയുന്നത് 20 ആണ്. 20/5 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 4. സോ ഒമേഗ ഇസ് ഈക്വൽ ടു എന്താ വരിക? 2 ആണ് വരിക അല്ലേ. ഇവിടെ 4 radian per second സ്ക്വയറിൻ്റെ സ്ക്വയർ ദാറ്റ് ഇസ് ഇവിടെ 2 radian per second എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π/ω അല്ലെ. ടി ഇസ് ഈക്വൽ ടു 2π/ω ആണ്. ദാറ്റ് ഇസ് 2π/2 ചെയ്യുക. 2 കട്ട് ചെയ്ത് പോയിട്ടേക്ക് വി ഗോട്ട് 5 seconds. 5 seconds ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ടൈം പീരീഡ് വരിക. Therefore ഓപ്ഷൻ ബി
5 seconds is the right answer. Option B 5 seconds ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. റെഡി, ക്ലിയർ? യെസ്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The current sensitivity of a moving coil galvanometer. Current sensitivity ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? which is equal to 5 division per milliampere ആണ്. and its voltage sensitivity, yes, voltage sensitivity തന്നിട്ടുണ്ട് which is equal to 20 division per voltage ആണ്. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസ് ഓഫ് ദി ഗാൽവനോമീറ്റർ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും അതുപോലെ തന്നെ ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസും തമ്മിലുള്ള കണക്ഷനിലുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് VS is equal to IS by G, അല്ലെങ്കിൽ VS is equal to IS by G. VS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5V is equal to 5I by G എന്ന് പറയുന്നതാണ് നമ്മുടെ റിലേഷൻ. ഓക്കെ, അതായത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് which is equal to കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ G ആയിരിക്കും വരിക. ഓക്കെ, വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു കറണ്ട് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ G ആയിരിക്കും വരിക. സോ G ആണ് കണ്ടുപിടിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക, നേരെ തിരിച്ചെഴുതുക. 5I ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, 5V ചെയ്യുക കേട്ടോ. ഓക്കെ യെസ്. അപ്പൊ G ഈസ് ഈക്വൽ ടു 5V ഡിവൈഡഡ് ബൈ 5I ചെയ്യുക. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ 5V എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരികയാണ്? 5V എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ് നമുക്കിവിടെ തന്നിട്ടുണ്ട് 20 ആണ്, ഡിവൈഡഡ് ബൈ 5I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ഡിവിഷൻ പെർ മില്ലി ആംപിയർ ആണല്ലോ. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണേ, ഇൻറ്റു ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ 20 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 10⁻³. ഓക്കെ, G is equal to 5I by 5V ആണ് അല്ലേ? ചെറിയ ചേഞ്ച് ഉണ്ട്. 5I by 5V ആണ്. യെസ്, ഇതിനെ നേരെ റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് 5I ഡിവൈഡഡ് ബൈ ഇവിടെ പുറത്തേക്ക് കൊണ്ടുവരിക, ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, യെസ്. അപ്പം അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 20. ദാറ്റ് ഇസ് 5 ഇൻറ്റു 10⁻³ ദാറ്റ് ഇസ് 1/4 ഇൻറ്റു മോളിൽ 10⁻³ വരും അല്ലേ? ദാറ്റ് ഇസ് 100/4 ചെയ്ത് കഴിഞ്ഞാൽ 25 ഇൻറ്റു 10 ദാറ്റ് ഇസ് 250 അല്ലേ? ഓക്കെ, ദാറ്റ് ഇസ് 250 ഓം എന്ന് പറഞ്ഞിട്ട് 0 ഇതിൽ കട്ട് ചെയ്ത് പോയി 4 നേരം മുകളിലേക്ക് വരുമ്പോൾ 1/4 എന്ന് പറഞ്ഞിട്ട് 400/4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 ആണ്, ഇൻറ്റു ഒരു 10 കൂടെ വരും, അങ്ങനെ 250 ഓം എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ 250 ഓം ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ 250 ഓം ഇസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ കേട്ടോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ചൂസ് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ തന്നിട്ടുള്ള എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് റിലേറ്റീവ് മോഷൻ ഓപ്പോസ് ചെയ്യുന്ന ഇറ്റ്സ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമുക്കറിയാം, ഏതൊരു ബോഡി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഇത് റൈറ്റിലേക്ക് മൂവ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അവിടെ മോഷന്റെ ഡയറക്ഷൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയിരിക്കും എന്ത് വരിക, ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക അല്ല. ഇവിടേക്കാണ് മോഷൻ എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് വരിക. therefore this one is the correct and ഇത് റൈറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഇൻകറക്റ്റ് എന്നല്ലേ. സോ വിച്ച് ഓപ്പോസിറ്റ്സ് ദ റിലേറ്റീവ് മോഷൻ എന്ന് പറയുന്നത് ഇസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെന്റ്. ആൻഡ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. അത് നമുക്കറിയാം, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ ഇസ് സ്മോളർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ ഇസ് സ്മോളർ ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷനെക്കാട്ടും കുറവായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് വൺ ഇസ് ഓൾസോ കറക്റ്റ്. അതും കറക്റ്റ് തന്നെയാണ് അല്ലെ. റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ റോൾ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ മോഷൻ ഈസി ആയിരിക്കും, വിച്ച് മീൻസ് അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കുറവായിരിക്കും സ്ലൈഡിങ്ങിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കേട്ടോ. ഓക്കെ, എന്താ കോഎഫിഷ്യന്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആസ് ഡയമെൻഷൻ ഓഫ് ലെങ്ത്. കോഎഫിഷ്യന്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ലെങ്ത്തിന് ഡയമെൻഷൻ ആണോ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം Fs is equal to μs into n ആണ്. ഓക്കെ, അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ Fs μs is equal to Fs by n വരും.
അല്ലെ, FS by N വരും. അപ്പൊ ആക്ച്വലി FS-ഉം N-ഉം അവിടെ ഉണ്ടാവുന്ന രണ്ടും നോർമൽ റിയാക്ഷൻ ആൻഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് രണ്ടിനും യൂണിറ്റ് സെയിം ആയിരിക്കും. മ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ഡയമെൻഷൻലെസ് ആണ്. അല്ലാണ്ട് അതിന് എന്തില്ല, യെസ്, അതിന് നമ്മുടെ ലെങ്ത്തിന്റെ ഡയമെൻഷൻ ഉണ്ടായിരിക്കില്ല. Therefore it's a wrong statement. So incorrect statement ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ that is option D. ഓപ്ഷൻ ഡി ആണ് നമുക്ക് തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വരിക കേട്ടോ. ഓക്കെ, റെഡി? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. The moment of force F is equal to 4 I cap plus 5 G cap minus J cap minus 6 K cap at 2 0 minus 3 about the point 2 minus 2 minus 2 given by. Okay, moment of force എന്ന് പറഞ്ഞാൽ ടോർക്ക് ആണ്. ടോർക്ക് is equal to R cross F ആണ് കണ്ടുപിടിക്കേണ്ടത്. F ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, R കണ്ടുപിടിക്കണം. R കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ബിറ്റ്വീൻ ദ 2 പോയിന്റ്സ് ഉണ്ടാവുന്ന ഒരു പൊസിഷൻ വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ 2 0 minus 3 2 minus 2 minus 2 അല്ലേ തന്നിരിക്കണേ. അപ്പൊ അതിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഫൈനൽ പോയിന്റ് മൈനസ് ഇനീഷ്യൽ പോയിന്റ് വെച്ചിട്ട് ചെയ്യുക. ദാറ്റ് ഇസ് 2 minus 2 0 കിട്ടും, minus 2 minus 0, ദെൻ അതുപോലെ -2 minus -3 അങ്ങനെയും ചെയ്യാം. ഓക്കെ, രണ്ട് പോയിന്റും കൂടെ എടുക്കുന്ന സമയത്ത് 2 minus 2 0 വരും. 0 minus -2 that is 2 J cap minus 3 plus 2 minus K cap. Okay, okay, yes. ഇനി എന്ത് ചെയ്യുക, R cross F ചെയ്യുക. ഓൾസോ F തന്നിട്ടുണ്ട്. F എത്രയാ, F is 4 I cap plus 5 J cap minus 6 K cap. Then tau is equal to R cross F ചെയ്യുക. ഡിറ്റർമിനന്റ് എടുക്കുക, I J K കൊടുക്കുക. R എന്ന് പറയുന്നത് 0 2 -1, F എന്ന് പറയുന്നത് 4 5 -6. ഇനി I ക്യാപ്പ് ഇൻറ്റു I ഇൻക്ലൂഡ് ചെയ്യണ റോയും കോളും ഒഴിവാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക. Therefore 2 into -6 that is -12 വരും. -12 minus -5 that is +5 മൈനസ് J ക്യാപ്പ് ഇൻറ്റു J ഇൻക്ലൂഡ് ചെയ്യണം, റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0 into -6 0 ആയി പോകും. -4 that is +4 വരും. പ്ലസ് K ക്യാപ്പ് ഇൻറ്റു 0 minus 8 എന്ന് പറഞ്ഞിട്ട് വരും അല്ലേ. Therefore ഇവിടെ എന്താ വരിക, -2 plus 5 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ -7 I ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. -7 I ക്യാപ്പ് -4 J cap -8 K cap. -7 I cap -4 J cap -8 K cap. That is option D. Option D is the right answer. Option D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ. -7 I cap -4 J cap -8 K cap is the right answer. Ready? Yes. Then next അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A student measured the diameter of small steel ball using screw gauge of least count 0.001 centimeter, and the main scale reading is 5 millimeter and 0 of circular scale division coincide with the 25 divisions above the reference level. Screw gauge has 0 error of minus 0.004 centimeter. Correct diameter of the ball is. അപ്പോൾ ആക്ച്വലി നമുക്ക് ഒബ്സർവ്ഡ് റീഡിംഗ്, നമ്മൾ എത്രയാണോ ഒബ്സർവ് ചെയ്തത് ആ ഒബ്സർവ്ഡ് റീഡിംഗ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, മെയിൻ സ്കെയിൽ റീഡിംഗ് ഈസ് 5 millimeter ആണെന്നുള്ള കാര്യം തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, അത് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ 5 millimeter നേരെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. സോ 0.5 എന്ന് പറഞ്ഞിട്ട് കിട്ടും, പ്ലസ് 0.5 എന്ന് പറഞ്ഞിട്ട് കിട്ടും, പ്ലസ് സർക്കുലർ സ്കെയിൽ റീഡിംഗ് 25 ഡിവിഷൻ അല്ലേ. അപ്പോൾ 25 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ഓഫ് ദിസ് പെർട്ടിക്കുലർ സ്ക്രൂ ഗേജ്, അത് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.001 സെന്റിമീറ്റർ ആണ് അല്ലേ. അപ്പോൾ 25 ഇൻറ്റു നിങ്ങൾ എന്തിട്ട് കൊടുക്കുക, 0.001 സെന്റിമീറ്റർ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 0.5 വരും പ്ലസ് 0.025 വരും.
ഓക്കെ, അപ്പൊ 0.525 ആയിരിക്കും എന്ത് വരിക, അവിടുത്തെ ഒബ്സർവ്ഡ് റീഡിങ് വരിക കേട്ടോ. 0.525 സെന്റിമീറ്റർ, 0.525 സെന്റിമീറ്റർ ആയിരിക്കും എന്ത് വരിക, ഒബ്സർവ്ഡ് റീഡിങ് വരിക. ഈ ഒബ്സർവ്ഡ് റീഡിംഗ് അല്ല, നമ്മൾ സീറോ കറക്ഷൻ കൂടി ഉണ്ട്, അതുകൊണ്ട് സീറോ കറക്ഷൻ കൂടെ അവിടെ എന്ത് ചെയ്യണം, മൈനസ് ചെയ്ത് കളയാനായിട്ടുണ്ട്. അപ്പൊ കറക്റ്റഡ് റീഡിംഗ് കിട്ടണമെങ്കിൽ ഒബ്സർവ്ഡ് റീഡിംഗ് മൈനസ് സീറോ കറക്ഷൻ എടുക്കുക. ഓക്കെ, കറക്റ്റഡ് റീഡിംഗ് കിട്ടണമെങ്കിൽ, കറക്റ്റഡ് റീഡിംഗ് അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള റീഡിംഗ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, ഒബ്സർവ്ഡ് റീഡിംഗ് എത്രയാണോ, ഒബ്സർവ്ഡ് ആയിട്ടുള്ള റീഡിംഗ് എത്രയാണോ അത് മൈനസ് എന്ത് ചെയ്യുക, യെസ് ഇവിടെ ഉണ്ടാവുന്ന സീറോ കറക്ഷൻ ചെയ്യാം. ഓക്കെ ഓക്കെ, സോ ഒബ്സർവ്ഡ് റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക, 0.525, 0.525 മൈനസ് സീറോ കറക്ഷൻ എന്ന് പറഞ്ഞിട്ട് ദാറ്റ് ഈസ് മൈനസ് ഓഫ് 0.004 അല്ലെ, മൈനസ് ഓഫ് 0.004 വരും. അപ്പോൾ പ്ലസ് ചെയ്യാത്, അപ്പോൾ 0.529 കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, 0.529 സെന്റിമീറ്റർ അല്ലെ, 0.529 സെന്റിമീറ്റർ ആയിരിക്കും അവിടുത്തെ ഡയാമീറ്റർ വരിക. ദർഫോർ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. റെഡി സെറ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. യെസ്, the solid sphere is rotating freely about its symmetric axis in free space. The radius of the sphere is increased, keeping its mass the same. Which of the following physical quantities would remain constant of this for the sphere? അവിടെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൊട്ടേഷൻ കൈനറ്റിക് എനർജി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ആംഗുലാർ വെലോസിറ്റി ആൻഡ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, ഇവിടെ എന്താ ചെയ്യുന്നത്, സോളിഡ് സ്ഫിയർ ഇസ് റൊട്ടേറ്റിംഗ് ഫ്രീലി അബൌട്ട് ഇറ്റ്സ് സിമെട്രിക് ആക്സിസ്, ഇങ്ങനെ ഫ്രീലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഇൻക്രീസ്ഡ് കീപ്പിംഗ് ഇറ്റ്സ് മാസ് സെയിം, മാസ് സെയിം ആണ്, റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിരിക്കും, ദാറ്റ് ഇസ് ആംഗുലാർ മൊമെന്റ് ആയിരിക്കും അല്ലെ. നമുക്കറിയാം dl/dt is equal to 0, ടോർക്ക് is equal to external torque 0 ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ dl/dt is equal to 0, which implies L is the angular momentum will be constant. Angular momentum എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും അല്ലേ, L is constant. എല്ലായിരിക്കും കോൺസ്റ്റന്റ് വരിക. ഓക്കെ, therefore ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. റെഡി, യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If the mass of the sun were 10 times smaller and universal gravitational constant were 10 times larger in magnitude, which of the following is not correct? Which of the following is not correct? Incorrect ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് നോക്കുക. നോട്ട് കറക്റ്റ് എന്നാണോ, എങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോട്ട് കറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില സമയത്ത് നിങ്ങൾ ട്രൂ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് നേരെ എടുത്ത് എഴുതും. ആ നോട്ട് എന്നുള്ളത് പെട്ടെന്ന് ശ്രദ്ധയിൽ പെടുക. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് വായിച്ചിട്ട് എക്സാം എഴുതുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് പ്രോപ്പർ ആയിട്ട് തന്നെ വായിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഓക്കെ, യെസ്. ഇവിടെ നോക്കുക, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം ഓൺ ദ എർത്ത് വുഡ് ഡിക്രീസ്, വർക്കിംഗ് ഓഫ് ദി ഗ്രൗണ്ട് വുഡ് ബിക്കം ഡിഫിക്കൽട്ട് അല്ലെ. ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം T is equal to നിങ്ങൾക്ക് അറിയാം 2π√L/g ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, മാസ് ഓഫ് ദ സൺ വേർ 10 times smaller and universal gravitational constant were 10 times larger. അപ്പൊ G കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, G കൂടി കഴിഞ്ഞാൽ ടൈം പീരീഡ് കുറയാണ് ചെയ്യുക അല്ലെ. G കൂടുമ്പോൾ സമയത്ത് ടൈം പീരീഡ് കുറയണം, G ഇൻക്രീസ് ചെയ്യുമ്പോൾ ടൈം പീരീഡ് കുറയണു. ഇത് ട്രൂ ആണ്. ഓക്കെ, ആൻഡ് വാക്കിംഗ് ഓഫ് ദി ഗ്രൗണ്ട് വുഡ് ബിക്കം മോർ ഡിഫിക്കൽട്ട് അല്ലെ. G കുറയണു, G കുറയുന്ന സമയത്ത് എന്തുണ്ടായിരിക്കും, G കൂടുന്ന സമയത്ത് വെയിറ്റ് കൂടുന്ന സമയത്ത് നമുക്ക് നടക്കാനായിട്ട് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും അവിടെ. യെസ്, ആൻഡ് റെയിൻ ഡ്രോപ്സ് വിൽ ഫോൾ ഫാസ്റ്റർ അല്ലെ. വെയിറ്റ് കൂടുമ്പോൾ റെയിൻ ഡ്രോപ്സ് കുറച്ചുകൂടെ ഫാസ്റ്റർ ആയിട്ട് വരുന്നു. ഓക്കെ, G കൂടുന്ന സമയത്ത്. G ഓൺ എർത്ത് വിൽ നോട്ട് ചേഞ്ച്, എർത്തിൽ ഉണ്ടാകുന്ന G ചേഞ്ച് ആവില്ല. ഇല്ല, അത് ഉറപ്പായിട്ടും ചേഞ്ച് ആവും. Gന്റെ വാല്യൂ എപ്പോഴും ഫിക്സഡ് ആയിട്ട് നിൽക്കൊന്നുമില്ല, അതിന്റെ വാല്യൂസിൽ എന്ത് വരുന്നുണ്ടായിരിക്കും, ചേഞ്ചസ് വരുന്നുണ്ടായിരിക്കും. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ, നോട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി ആണ്. അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണെന്നുള്ളത് പറയാം. ഓക്കെ, ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്, ഇനി കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ നമ്മളിതേ കുറച്ച്
പകുതി ഭാഗം, പകുതിയല്ല, ഒരു കാൽ ഭാഗം നമ്മളത് കംപ്ലീറ്റ് ആക്കി. അതിന് ബാക്കിയുള്ള കുറേ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് ക്ഷീണിച്ച കാരണം നമുക്ക് എന്ത് ചെയ്യാം, ഒരു കുഞ്ഞിയെ ബ്രേക്ക് എടുത്തിട്ട് വേഗം ഓടിച്ചാടി തിരിച്ചു വരിക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ബാക്കിയുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, യെസ്. സോ ഒരു 15 മിനിറ്റ്സ് ബ്രേക്ക്. അപ്പോൾ 15 മിനിറ്റ്സ് ബ്രേക്കിന് ശേഷം വേഗം തന്നെ എന്ത് ചെയ്യുക, റീജോയിൻ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ബ്രേക്ക് അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ റീജോയിൻ ചെയ്തോളൂ.
യെസ്, വെൽക്കം ബാക്ക് മക്കളെ, വെൽക്കം ബാക്ക്. യെസ്, റെഡി? അപ്പോൾ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞ് അഗെയിൻ ഫുൾ ഓൺ എനർജി, ഫുൾ ഓൺ പവറിൽ നിങ്ങൾ തിരിച്ച് വന്നിരിക്കുക ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്ത് നോക്കി നോക്കാം. ഓക്കെ ആണ്, റെഡിയാണ്? യെസ്, ഓക്കെ. അപ്പൊ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോടാ. അപ്പൊ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നിങ്ങൾ ആൻസർ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുക, ഓക്കെ ഇതാണ് ഇക്വേഷൻ, ഇതാണ് അവിടെ ചെയ്യേണ്ട കോൺസെപ്റ്റ്, ഇതാണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണം. സോ അത് വേണമെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ശ്രമിച്ച് നോക്കി നോക്കുക. ഇൻ കേസ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാറില്ല, നമ്മളിവിടെ പറയുന്ന സൊല്യൂഷൻ കാണുക. ഓക്കെ, റെഡി? യെസ്. ഹലോ, യെസ്, ഗുഡ് മോർണിംഗ് ക്യൂവേ. യെസ്, എനിക്ക് പേര് ആക്ച്വലി അറിയില്ല, പേര് ഇതിലുള്ള പോലെയാണ് ഞാൻ വിളിക്കണത്. നിങ്ങൾക്കറിയാം, കീമിന്റെ സെഷനിൽ വന്നിട്ടുണ്ടായിരുന്ന ആളായിരുന്നു, ഓർമ്മയുണ്ട്. ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കണം അല്ലെ? എക്സാം ഒക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കണു. യെസ്, ഓ അതെ, ആയിക്കോട്ടെ. ഓക്കേടാ, റെഡി. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്തും ട്രൈ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ മോനെ. ഓക്കെ, റെഡി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A solid sphere is rolling motion. Solid sphere ആണ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോളിഡ് സ്പിയർ റോളിംഗ് മോഷനിലാണ്. റോളിംഗ് മോഷൻ എന്ന് പറയുമ്പോൾ ബോത്ത് ട്രാൻസ്ലേഷൻ റൊട്ടേഷൻ അവിടെ ഉണ്ടായിരിക്കും. And in rolling motion, a body possesses translational kinetic energy as well as rotational kinetic energy. അതിന് translational kinetic energy ഉണ്ട്, rotational kinetic energy ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ the ratio KT to KT plus KR, അതായത് translational kinetic energy translational plus kinetic വെച്ചുള്ള total kinetic energy തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സാധാരണ kinetic energy ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ translational kinetic energy കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? നിങ്ങൾക്ക് അറിയാം, കൈനറ്റിക് എനർജി ഇക്വേഷൻ ഇസ് ഹാഫ് mv² ആണ് അല്ലെ? ഹാഫ് mv² ആണ്. ആൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആണെന്നുണ്ടെങ്കിൽ ഹാഫ് I ω² ആണ് അല്ലെ? ഹാഫ് mv² ഹാഫ് I ω² ആയിരിക്കും എന്ത് വരിക? ട്രാൻസ്ലേഷൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജീസ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ I എന്ന് പറയുന്നത് ഇൻ ദ കേസ് ഓഫ് സോളിഡ് സ്പിയർ ഇറ്റ് ഇസ് 2/5 mr² ആയിരിക്കും കേട്ടോ. 2/5 mr² ആയിരിക്കും വരിക. സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കിട്ടുന്നുണ്ടായിരിക്കും. റൊട്ടേഷണൽ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്താ വരിക? KR is equal to rotational kinetic energy which is equal to എന്ത് വരും ഇവിടെ? ഹാഫ് ഇൻറ്റു 2/5 mr² ഇൻറ്റു ω². ഓക്കെ, അപ്പോൾ 2 കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 1/5 mr² ω² എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ടായിരിക്കും. ദെൻ ഒമേഗയ്ക്ക് നമുക്ക് എന്ത് കൊടുക്കാം? V/R എന്ന് പറഞ്ഞിട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആസ് യൂഷ്വൽ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ. സോ 1/5 ഇൻറ്റു mr² ഇൻറ്റു v²/r². v²/r² അല്ലെ? അതായത് ഒമേഗയ്ക്ക് V/R എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു. ദാറ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ v²/r² r² കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഹാഫ് mv² എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, സോറി 1/5 mv² എന്ന് പറഞ്ഞിട്ട് കിട്ടും. 1/5 mv² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി നേരെ എന്ത് ചെയ്താൽ മതി? യെസ്, ട്രാൻസ്ലേഷണൽ പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി രണ്ടും കൂടെ ആഡ് ചെയ്യുക. യെസ്, അപ്പൊ എന്താ വരിക? ഹാഫ് mv² പ്ലസ് 1/5 mv² അല്ലെ? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി പ്ലസ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി രണ്ടും കൂടെ ആഡ് ചെയ്യുക. യെസ്, എന്നാലാണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജി കിട്ടുള്ളൂ. ട്രാൻസ്ലേഷണൽ പ്ലസ് റൊട്ടേഷണൽ ചെയ്ത് കഴിഞ്ഞാൽ ഹാഫ് mv² പ്ലസ് എന്ത് വരും? 1/5 mv². അതല്ലേ നമ്മളിപ്പോൾ ലാസ്റ്റ് കണ്ടുപിടിച്ച വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് 1/5 mv² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് 1/2 പ്ലസ് 1/5 ഇൻറ്റു mv² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും 1/2 പ്ലസ് 1/5 ചെയ്യാം. ദാറ്റ് ഇസ് 7/10 mv² എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. 7/10 mv² എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ട്രാൻസ്ലേഷണൽ ടു ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജീസ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ KT to KT plus KR രണ്ടും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കണം. ദാറ്റ് ഇസ് ഹാഫ് mv² ഡിവൈഡഡ് ബൈ 7/10 mv² ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ mv² കട്ട് ചെയ്ത് പോയി. 1/2 ഡിവൈഡ് ബൈ 7/10 വരും അല്ലെ? ദാറ്റ് ഇസ് 1/2 ഇൻറ്റു 10/7 വരും.
10 5 2 കട്ടുമ്പോൾ 5/7 വരും. ഓക്കെ, റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരിക? 5/7 ആണ്. 5:7. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും കേട്ടോ. റെഡി? കിട്ടി? ഓരോന്നായിട്ട് ചെയ്ത് നോക്കി നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. റെഡി? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A small sphere of radius r falls from rest in a viscous liquid or viscous liquid. Yes, radius r ഉള്ള ഒരു സ്ഫിയർ താഴേക്ക് വീഴുകയാണ്. As a result, heat is produced due to viscous force and the rate of production of heat when sphere attains its terminal velocity is proportional to. Okay, അവിടെ അത് ടെർമിനൽ വെലോസിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാം പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റ് ഓഫ് എനർജി അല്ലെ, റേറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ റേറ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ്? ഇറ്റ് ഇസ് പവർ അല്ലെ. ഈ പവറും അതുപോലെ തന്നെ വെലോസിറ്റിയും തമ്മിലുള്ള ഇക്വേഷൻ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. പവർ പി ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് വി ആണ്, അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. എഫ് ഡോട്ട് വി ആണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടെർമിനൽ വെലോസിറ്റി ആണ്. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു 6π∗RV ആണ് അല്ലെ. ഇവിടെ ഉണ്ടാവുന്ന വിസ്കസ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു 6π∗RV ആയിരിക്കും വരിക. അവിടെ ഉണ്ടാവുന്ന വി എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനൽ വെലോസിറ്റി ആയിരിക്കും വരിക. ആൻഡ് ടെർമിനൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ടെർമിനൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ഡെൻസിറ്റീസ് നമ്മൾ കണക്ട് ചെയ്യണം. മീൻസ് നമ്മൾ ഇടുന്ന സോളിഡിന്റെ അല്ലെങ്കിൽ ആ ഒരു സോളിഡ് സ്ഫിയറിന്റെ റേഡിയസും അതിന്റെ ഡെൻസിറ്റിയും അതുപോലെ നമ്മൾ ഏത് ഫ്ലൂയിഡിലാണോ ഇടുന്നത് ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് 2/9 ഈറ്റ ഇൻറ്റു അവിടെ ഉണ്ടാവുന്ന റേഡിയസിന്റെ സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി അല്ലേ. റേഡിയസിന്റെ സ്ക്വയർ ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു ജി ആണ് നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ ഉണ്ടാവുന്ന ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് റേഡിയസ് അല്ലേ. ആർ സ്ക്വയർ എന്നുള്ളത് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു റേഡിയസിന്റെ സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് പറയാം? പവർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി അല്ലേ. പവർ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി അല്ലേ. പി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ആണ്. മിസ് ഞാൻ പോവാണ്. എടാ എങ്ങോട്ട് പോകരുത്, ഇപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബ്രേക്ക് തന്നത്. ബ്രേക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പോകരുത്, പിന്നെ കണ്ടിന്യൂ തിരിച്ചു വരിക കേട്ടോ. ഇനി ബാക്കിയുള്ള ബ്രേക്ക് നിങ്ങൾക്ക് ഒരു റിലാക്സ് ചെയ്യാനുള്ളത് വേണ്ടി തന്നല്ലേ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനി നേരെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ എഫ് ഇൻറ്റു വി ആണ് വരിക. എഫ് ഇൻറ്റു വി ആണ് വരുന്നത്. ദെൻ എഫ് നമ്മൾ വിയും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ വി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആർ സ്ക്വയറിനാണ് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞു. ആൻഡ് പ്രഷർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു വി ടി ആണ് വരിക. ആർ ഇൻറ്റു ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ പറഞ്ഞിട്ട് വരും അല്ലേ. ആർ ഇൻറ്റു എഫ് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ ആൻഡ് വി ടി ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ അല്ലേ. വി ടി ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതും? പി ഇസ് പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ. ആർ ഇൻറ്റു ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആൻഡ് നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് r⁵5 പി എന്ന് പറയുന്നത് r⁵5 പ്രൊപ്പോർഷൻ ആണെന്നുള്ളത് കിട്ടും. ആർ ഇൻറ്റു ആർ സ്ക്വയർ ഹോൾ സ്ക്വയറിന് പ്രൊപ്പോർഷൻ ആണ്. സോ അങ്ങനെയാണെങ്കിൽ r⁵5 പ്രൊപ്പോർഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഫോർ ഓപ്ഷൻ എ. അതുകൊണ്ട് ഓപ്ഷൻ എ ആണെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ റേറ്റ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആക്ച്വലി ഏതായിരിക്കും? പവർ ആണ് വരിക കേട്ടോ. ഓക്കെ, then two wires are made of the same material and have same volume. First wire has cross-sectional area A and the second wire has cross-sectional area 3A. First wire Aയും second wire 3Aയും ആയിരിക്കും ഉണ്ടാവുക. And if the length of the first wire is increased by delta L on applying a force F, how much force is needed to stretch the second wire by the same amount? ഇതേ സെയിം എമൗണ്ട് സെക്കൻഡ് വയറിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ഫോഴ്സ് എത്രയാണ്? ഓക്കെ, രണ്ട് വയറിന്റെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്. ആൻഡ് രണ്ട് വയറിലും സെയിം എക്സ്റ്റൻഷൻ ആണ് നമ്മൾ നടത്തുന്നത്. ആ സമയത്ത് അതിന് വേണ്ട ഫോഴ്സ് എത്രയാണ്? എത്ര ഫോഴ്സ് വേണം കൊടുക്കേണ്ടതായിട്ടുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാം y is equal to നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന യങ്സ് മോഡുലസ് y is equal to ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ യൂണിറ്റ് ലെങ്ത് ആണ്, ഒറിജിനൽ ലെങ്ത് ആണ്. ദാറ്റ് ഇസ് FL/A∆L ആണ്. സോ എനിക്ക് ഇവിടെ പറയാം, ഇവിടെ ഉണ്ടായിരിക്കുന്ന രണ്ട് കേസിലും സെയിം മെറ്റീരിയൽ ആണ്. ഒരേ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ യങ്സ് മോഡുലസ് രണ്ടെണ്ണത്തിനും സെയിം തന്നെ ആയിരിക്കും ഉണ്ടാവുക. And have the same volume. Same volume ആണ്. First wire has cross section area A, second wire cross section area A ആണ്.
ആൻഡ് ഇഫ് ദ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് വയർ ഇസ് ഇൻക്രീസ് ബൈ ഡെൽറ്റ. ഓക്കെ, രണ്ടും സെയിം എക്സ്റ്റൻഷൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ഡെൽറ്റ എൽ എന്ന് പറയുന്നത് രണ്ടിനും സെയിം ആണ്. നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യെസ്, എത്ര ഫോഴ്സ് വേണം എന്നുള്ള കേസാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാമല്ലോ. ഫോഴ്സ് F is equal to y a delta L divided by L ആണ്. ഓക്കെ, y ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അപ്പൊ ഇതിൽ ആരൊക്കെയാണ് സെയിം ആയിട്ടുള്ളത്? ഇതിൽ y സെയിം ആണ്, ഡെൽറ്റ എൽ സെയിം ആണ്. y സെയിം ആണ്, ഡെൽറ്റ എൽ സെയിം ആണ് അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷനിലായിരിക്കും? ഏരിയ ബൈ ലെങ്ത്തിന് പ്രൊപ്പോർഷനിലായിരിക്കും. ഏരിയ ബൈ ലെങ്ത്തിന് പ്രൊപ്പോർഷൻ, അതിനനുസരിച്ചിട്ടാണ് ഓരോ ചേഞ്ച് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് കേസിൽ F2 ബൈ F1 എടുക്കുകയാണ്, റേഷ്യോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് രണ്ടാമത്തെ കേസ് ആണെങ്കിൽ F2 എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. സോ F2 ബൈ F1 വിച്ച് ഇസ് ഈക്വൽ ടു A2 ബൈ L2 divided by A1 by L1. That is A2 by A1 into L1 by L2. Okay. Yes, then A2 A1 നമുക്കറിയാം. That is 3A divided by A into 3A divided by A ആണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുള്ളത്. അത് ഇൻറ്റു L1 ബൈ L2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് L1 എത്രയാണ്, L2 എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചേഞ്ച് ചെയ്തു? 3A. If the length of the first wire is increased by delta and applying force, how much force is stretched to the second wire by the same amount ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം വേണ്ടി വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടെണ്ണത്തിനും സെയിം വോളിയം ആണ്. സെയിം വോളിയം ആണെങ്കിൽ ഇവിടെ ഏരിയ നമ്മൾ 3 times ചേഞ്ച് ചെയ്തു എന്നുണ്ടെങ്കിൽ സെയിം വോളിയം ആണല്ലോ. അപ്പോൾ ഏരിയ 3 times ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെങ്ത് സെയിം വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലെങ്ത് എത്രയായിട്ട് മാറണം? 1/3 ആയിട്ട് മാറണം. അതുകൊണ്ട് ഫസ്റ്റ് L1 അതുപോലെ തന്നെ എഴുതണം. L2 എന്ന് പറയുന്നത് L1/3 ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് 3A ബൈ എ കട്ട് ചെയ്ത് കളഞ്ഞു, L1 കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 3 into 3 ദാറ്റ് ഈസ് 9 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, F2 ബൈ F1 ഇസ് ഈക്വൽ ടു 9 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ F2 ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം? F2 ഇസ് ഈക്വൽ ടു 9 ടൈംസ് ഓഫ് ഇനീഷ്യൽ F1 ദാറ്റ് ഈസ് 9F ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, 9F ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി 9F is the right answer. 9F ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, റെഡി? സെറ്റ് ആണ്, റെഡിയാണ്? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The kinetic energies of two similar cars, car A and B, are 100 joule and 225 joule respectively. On applying brakes, car A stops after 1000 meter and car B stops after 1500 meter. Okay, if FA and FB are the forces applied by the brakes on car A and B respectively, then FA by FB is ratio of FA by FB. FA by FB തമ്മിലുള്ള റേഷ്യോ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കാർ എയും കാർ എ ഉണ്ട്, കാർ ബി ഉണ്ട്. രണ്ടെണ്ണത്തിൻ്റെയും കൈനറ്റിക് എനർജീസ് നമുക്ക് ആദ്യം തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി എത്രയാണ്? ഫസ്റ്റ് വണ്ണിന്റെ കൈനറ്റിക് എനർജി 100 ജൂൾ ആണ്. സെക്കൻഡ് വണ്ണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 225 ജൂൾ ആണ്. ഓക്കെ, 225 ജൂൾ ആണ്. And applying brakes, car A stops after 1000 meter and car B stops after 1500. രണ്ടിടത്തിലും ഫൈനൽ വെലോസിറ്റി 0 ആൻഡ് രണ്ടും മൂവ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 1000 മീറ്ററും രണ്ടാമത്തെ കേസിൽ 1500 മീറ്ററും ആണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ആണ് ആൻഡ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഈ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. സോ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ കൈനറ്റിക് എനർജി ബൈ എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്റ്റൻസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കേസിൽ FA കിട്ടണമെന്നുണ്ടെങ്കിൽ F1 കിട്ടണമെന്നുണ്ടെങ്കിൽ 100 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക? 1000 ചെയ്യുക. 100 by 1000 ചെയ്യുക. രണ്ടാമത്തെ കേസിൽ 225 by 1500 ചെയ്യുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് രണ്ട് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. അത്രയും വേണ്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ ചെയ്യാലോ? യെസ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ FA is equal to, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ കേസിൽ 1000 ആണ്. സെക്കൻഡ് കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1500. ഓക്കെ, FA is equal to K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 by 1000 ഇട്ട് കൊടുത്തു. 100 by 1000 ഇട്ട് കൊടുത്തു. ഓക്കെ, ദാറ്റ് ഇസ് 1/10 അല്ലെങ്കിൽ 10⁻⁻1 ആണ് ഉണ്ടായിരിക്കുക.
ആൻഡ് ഇവിടുത്തെ കേസിൽ എഫ് ബി ഈസ് ഈക്വൽ ടു കെ ബി ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റൻസ് അല്ലേ 225 ഡിവൈഡഡ് ബൈ 1500 ചെയ്യാം. 225 ഡിവൈഡ് ബൈ 1000. അപ്പോൾ 5ന്റെ മൾട്ടിപ്പിളിൽ നിങ്ങൾക്ക് ആക്ച്വലി അതിനെ കട്ട് ചെയ്ത് കളയാം. ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3/20 വരും അല്ലേ, 3/20 വരും. സിംപ്ലി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇനി അത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എഫ് എ ബൈ എഫ് ബി എന്ന് പറയുന്ന റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ചെയ്യാലോ. യെസ്, അപ്പോൾ എഫ് എ ബൈ എഫ് ബി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കോളോ. യെസ്, എഫ് എ ബൈ എഫ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻⁻1 അല്ലെങ്കിൽ 1/10 എന്ന് പറഞ്ഞിട്ട് വരാം. 1/10 ഡിവൈഡഡ് ബൈ 3/20 ആണ്. ദാറ്റ് ഇസ് 1/10 ഇൻറ്റു 20/3 വരും. 0 0 കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ 2/3. 2/3 is the ratio. 2/3, that is option B. Option B is the right answer. Option B ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, റെഡി? സെറ്റ് ആണ്? റെഡി? ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The output Y of the given logic implementation is similar to the output of an dash gate. ഇത് ഏത് ഗേറ്റിനോട് സിമിലർ ആണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഔട്ട്പുട്ട് ഇവിടെ എയും ബിയും കൂടെ ചേർന്ന് ഇവിടെ എ പ്ലസ് ബി ഹോൾ ബാർ വരും അല്ലേ. ഇവിടെ നോർ ഗേറ്റ് ആണ്, എ പ്ലസ് ബി ഹോൾ ബാർ വരും. ഇവിടെയാണെന്നുണ്ടെങ്കിലും ബിയും എയും കൂടെ ചേർന്നിട്ട് എ ബി ബാർ വരും. എന്നിട്ട് ഇവിടേക്ക് നമ്മൾ ആഡ് ചെയ്യണ സമയത്ത് എ പ്ലസ് ബി ഹോൾ ബാർ ഇൻറ്റു എ ബി ബാർ ആണ് ചെയ്യാം. എ ബി ബാർ ആണ് ചെയ്യാം. ഓക്കെ, അത് ഏതിനോട് സിമിലർ ആണ് എന്നുള്ള സംഭവമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. അപ്പൊ എ പ്ലസ് ബി ഹോൾ ബാർ ഇൻറ്റു എ ബി ഹോൾ ബാർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ആദ്യം ട്രൂത്ത് ടേബിൾ ഒന്ന് എഴുതി നോക്കുക. y ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ഹോൾ ബാർ ഇൻറ്റു എ ബി ഹോൾ ബാർ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എ ബി വൈ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ട്രൂത്ത് ടേബിൾ എഴുതാൻ പോവാണ്. എഴുതാൻ പോകുന്ന സമയം നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ 0 0 കൊടുക്കണു. 0 0 കൊടുക്കുന്ന സമയത്ത് 0 0 കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 1 ആണ് വേണ്ടത്. 1ന്റെ ഹോൾ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 തന്നെ കിട്ടും. 0 ഇൻറ്റു രണ്ടും കൂടെ എ ബി ചെയ്ത് കഴിഞ്ഞാൽ 0 0ന്റെ ബാർ 1 1 ഇൻറ്റു 0 ഇവിടെ 0 വരും. ഓക്കെ, അല്ല 0 0 കൊടുക്കുകയാണ്. നോക്കാം. ഓക്കെ, യെസ്. എ പ്ലസ് ബി ഓൾ ബാർ അല്ലേ, എ പ്ലസ് ബി ഓൾ ബാർ ഇൻറ്റു എ ബി ബാർ ആണ് ചെയ്യണേ അല്ലേ. അപ്പൊ എ പ്ലസ് ബി ഓൾ ബാർ ഇൻറ്റു എ ബി ബാർ ചെയ്യുന്ന സമയത്ത് ആദ്യം 0 0 കൊടുക്കുന്ന സമയത്ത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരും. എന്നിട്ട് അതിന് ഓൾ ബാർ എടുത്താൽ 1 വരും. ഇവിടെ എ ബി ഓൾ ബാർ പറയുമ്പോൾ 0 0 1 1 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വരും. ഓക്കെ, ഇതിന് അടുത്തത് 0യും 1ഉം. 0യും 1 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1 ആണ്, 1ന്റെ ഓൾ ബാർ 0 വരും. ആൻഡ് അവിടെയും 0 0ന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0. അപ്പൊ 0 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ സാധനം 0 കിട്ടും. അതേപോലെ തന്നെ ഇവിടെയും ഒരു ഭാഗം 0 ആയിട്ട് കിട്ടും. ഇനി അടുത്ത് 1ഉം 1ഉം വന്നു. 1ഉം 1ഉം വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എ പ്ലസ് ബി 1 തന്നെ കിട്ടും. 1ന്റെ ബാർ 0 കിട്ടും. ഒരെണ്ണം 0 വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇൻറ്റു ചെയ്യണ സമയത്ത് അതും 0 കിട്ടും. ഓക്കെ ഓക്കെ, ലോജിക് ഗേറ്റ്സ് ചെയ്യാൻ കിട്ടുന്നില്ല. എടാ, ലോജിക് ഗേറ്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു സാധനം പറഞ്ഞുതരാം. ലോജിക് ഗേറ്റ്സിന്റെ ഇവിടെ ഇങ്ങനെ ഒരു 0 കണ്ടോ, ഇവിടെ ഇങ്ങനെ ഒരു 0, എല്ലാത്തിന്റെ മുന്നിൽ, എല്ലാ ഗേറ്റിന് മുന്നിൽ ഒരു 0 പോലുള്ള ഒരു റൗണ്ട് ഇട്ട് കണ്ടോ. അങ്ങനെയുള്ള സാധനം വന്നു കഴിഞ്ഞാൽ നോട്ട് ഗേറ്റ് ആണ്. നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്താണോ വരുന്നത്, നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഓക്കെ, അപ്പൊ സിംപ്ലി ഒരു നോട്ട് ഗേറ്റിന് നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് നോട്ട് ഗേറ്റ്. അതായത് ഞാൻ ഇവിടെ എ കൊടുത്താൽ എനിക്ക് ഔട്ട്പുട്ട് എ ബാർ കിട്ടും. അതായത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കിട്ടും. 1 കൊടുത്താൽ 0 കിട്ടും, 0 കൊടുത്താൽ 1 കിട്ടും. നമ്മൾ എപ്പോഴും ലോജിക് ഗേറ്റ്സിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസിൽ നമ്മുടെ ഇൻഫർമേഷൻസ് കൊടുക്കുക ബൈനറി ഡിജിറ്റ്സ് ആയിട്ടാണ്. 0സും 1ന്റെയും ടേമിലാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, എ ഓർ ബി എന്ന് പറയും. അതായത് എയും ബിയും ആണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, എ പ്ലസ് ബി ആയിരിക്കും വരിക. ഇനി എ പ്ലസ് ബിന്റെ മുന്നിൽ ഒരു 0 ഇട്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, അതായത് മുന്നിൽ ഒരു 0, അതായത് നോട്ടുള്ള സാധനം വന്നു കഴിഞ്ഞാൽ അത് എ പ്ലസ് ബി ഓൾ ബാർ ആവും. അതായത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം എഴുതാൻ വേണ്ടിയിട്ട്.
ഓക്കെ, ഇനി അടുത്താണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? AB ആണ് വരിക. അതിന്റെ അവിടെ ഞാനൊരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? നാൻഡ് ഗേറ്റ് എന്ന് പറയും. അതായത് ABന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ ഇൻഫർമേഷൻസ് വരിക. മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. ഇനി എന്തെങ്കിലും അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു, അതായത് ഓർഗേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ A+B എന്ന് പറയുന്ന ഓർഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, 0യും 0യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും, 0യും 1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും, 1ഉം 0യും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും, 1ഉം 1ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. സാധാ സിംപ്ലി ആഡ് ചെയ്യണ പോലെ ചെയ്യുക. 1ഉം 1ഉം വന്നു കഴിഞ്ഞാൽ 2 അല്ല, നമ്മൾ ഇവിടെ എല്ലാം 0സും 1ന്റെയാണ്. അപ്പൊ ഏറ്റവും മാക്സിമം വാല്യൂ 1 തന്നെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരെ ആൻഡ് ഗേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് A+Bന്റെ കേസ് ആയിരുന്നു പറഞ്ഞത്. A+Bന്റെ കേസ് ആയിരുന്നു. ഇനി AB ആണെന്ന് വിചാരിക്കാം. AB ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? AB ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഇൻപുട്ട് കൊടുക്കുന്നത് 0യും 0യും ആണെങ്കിൽ ABയിൽ വരുമ്പോൾ 0 0 മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക, 0 കിട്ടും. ആൻഡ് 0യും 1ഉം വന്നു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. 1ഉം 0 വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 കിട്ടും. 1ഉം 1ഉം വന്നാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. ഇതാണ് ആൻഡ് ഗേറ്റ് വരിക. ഓക്കെ ആണോ? ഓക്കെ ആണോ? 1 1 0 അല്ലേ മാം ഓർ ഗേറ്റ്? അല്ലടാ, ഓർ ഗേറ്റിൽ രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. 1ഉം 1ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് കിട്ടേണ്ടത് കേട്ടോ. അത് നോർ ഗേറ്റ് ആവുന്ന സമയത്ത്, അതായത് ഓറിന്റെ ഓപ്പോസിറ്റ് സാധനം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? നേരെ ഓപ്പോസിറ്റ്, അത് എന്താണോ ഔട്ട്പുട്ട് കിട്ടണേ ആ ഔട്ട്പുട്ടിന്റെ നേരെ ഇൻവേഴ്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ നോർ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കി നോക്കുക, ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ സപ്പോസ് നോർ ഗേറ്റിന്റെ നിങ്ങൾ നോക്കുക. നോർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? A+B ആണ് ചെയ്യേണ്ടത്. ആ A+B ചെയ്തിട്ട് അതിന്റെ ഹോൾ ബാർ എടുക്കുക, അതായത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക. അതായത് ഇപ്പൊ ഞാൻ Aയും Bയും A+Bയും A+B ഹോൾ ബാറും എങ്ങനെയാ വരിക എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പൊ ഞാൻ 0 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് A+B ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. അപ്പോൾ നോർ ചെയ്യണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഓറും ഇത് നോറും ആണ് കേട്ടോ. ഓക്കെ, നോറാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഈ കിട്ടിയിട്ടുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക. ഇതിന്റെ ഓപ്പോസിറ്റ് ആരാ? 1 ആണ്. ഓക്കെ, അതിന്റെ ഓപ്പോസിറ്റ് ആരാണ്? 1 ആണ്. ഓക്കെ, ഓക്കെ. ഇനി അടുത്ത കോമ്പിനേഷൻ 0 1 ആണ്. 0 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെ കിട്ടുക. നോർ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കണം. അതിന്റെ ഓപ്പോസിറ്റ് ആരാ? 0. ഓക്കെ, ഇനി അടുത്തത് 1ഉം 0യും വന്നു, 1 ആണ് കിട്ടുക. ഓർ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ആര് വരും? യെസ്, 0 വരും. ഓക്കെ, ഇനി അടുത്ത് 1ഉം 1ഉം കിട്ടുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 ആണ് കിട്ടുക. 1ന്റെ നേരെ ഓപ്പോസിറ്റ് ആരാ വരിക? 0 ആണ് വരിക. ഓക്കെ ആണോ? മനസ്സിലായോ? യെസ്. ഇനി ഇതേപോലെ ആൻഡ് ഗേറ്റ് ചെയ്യാം. ആൻഡ് ഗേറ്റ് എങ്ങനെയാ വരിക എന്നറിയോ? ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ Aയും Bയും ആൻഡ് ഗേറ്റ് ആയിട്ടുള്ള AB, നാൻഡ് ഗേറ്റ് ആയിട്ടുള്ള AB ബാറും ചെയ്യാം. ഇത് നാൻഡ് ആണ്, ഇത് ആൻഡ് ആണ്. യെസ്. ഓക്കെ, ഇവിടെ എന്ത് വരുന്നത് വെച്ചാൽ 0 0 ഞാൻ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 ആണ് വരിക. കാരണം രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക, 1 വരും. ഇനി 0 1 ഇട്ട് കൊടുത്താലും 0 ആണ് വരും, അതിന്റെ ഓപ്പോസിറ്റ് 1 വരും. 1ഉം 0 ഇട്ട് കൊടുത്താൽ അതിന്റെ 0 വരും, അതിന്റെ ഓപ്പോസിറ്റ് 1 വരും. ആൻഡ് 1ഉം 1 ഇട്ട് കൊടുത്താലാണ് നമുക്ക് 1 കിട്ടുള്ളൂ, അതിന്റെ ഓപ്പോസിറ്റ് 0 കിട്ടും. ഓക്കെ, റെഡി? ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തിനോട് സിമിലർ ആണ്? 1 0 0 0 അല്ലെ? 1 കിട്ടുന്നത് എപ്പോഴായിരിക്കും വരിക? ദാറ്റ് ഇസ് നോർ ഗേറ്റിന് സിമിലർ ആണ്. അതായത് രണ്ടും 0 കൊടുക്കുന്നു ആൻഡ് ചെയ്യണ സമയത്ത് നമുക്ക് 1 കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നോർ ഗേറ്റിന് സിമിലർ ആണ് കേട്ടോ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആയിരിക്കും. ഓപ്ഷൻ ഡി, നോർ ഗേറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. നോർ ഗേറ്റ് ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ അല്ലേ? ഇപ്പോൾ നേരത്തെ ഗേറ്റിന്റെ കാര്യം മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ അത് കിട്ടിയെന്ന് വിചാരിക്കണം ഇപ്പോൾ. ഓക്കെ, ലോജിക് ഗേറ്റ്സ് ക്ലിയർ ആയെന്ന് വിചാരിക്കണം കേട്ടോ. Okay. And which of the following options represent the variation of photoelectric current with the property of light shown in the x-axis? So, variation of photoelectric current with the
പ്രോപ്പർട്ടി ഓക്കെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ടും അതിൽ തന്നിട്ടുള്ള പ്രോപ്പർട്ടിയും ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് സെന്ററിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഇന്റൻസിറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ ഇന്റൻസിറ്റിയിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിൽ ചേഞ്ച് വരും മീൻസ് ഇന്റൻസിറ്റി കൂടുന്ന സമയത്ത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. കാരണം ഇന്റൻസിറ്റി കൂടുമ്പോൾ വന്ന് എജക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വന്ന് ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോൺസിന്റെ നമ്പർ കൂടും. ആ ഫോട്ടോൺസിന്റെ നമ്പർ കൂടി കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്തേക്ക് എജക്ട് ഔട്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടും. ഓക്കെ ആ ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടി കഴിഞ്ഞാൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് കൂടും. സോ അതുകൊണ്ട് ഇത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇന്റൻസിറ്റി ഓഫ് ലൈറ്റ് ആൻഡ് ഇറ്റ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ്. ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഫ്രീക്വൻസിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഫ്രീക്വൻസി എന്തും ആയിക്കോട്ടെ, ഫ്രീക്വൻസി ഏത് ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻ വന്നോട്ടെ, പക്ഷെ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് വിച്ച് റിമെയിൻസ് ദ സെയിം, ഇന്റൻസിറ്റി സെയിം ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. ഓക്കെ ഓക്കെ സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എ ഓൺലി ഇസ് ദ റൈറ്റ് ആൻസർ. അതുപോലെ ഇന്റൻസിറ്റി ഓഫ് ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കേസ് നമ്മൾ പറഞ്ഞു, ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്യണില്ല, ഇന്റൻസിറ്റി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള കേസും പറഞ്ഞു. ദോർ ഓപ്ഷൻ എ മാത്രമായിരിക്കും നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ യെസ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A physical quantity is related to 4 observations A, B, C and D as follows. അങ്ങനെ P is equal to A cube B square divided by C root D തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പെർസെൻറ്റേജ് എറർ, മാക്സിമം പെർസെൻറ്റേജ് എറർ ഇൻ ദ ക്വാണ്ടിറ്റി P ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ പെർസെൻറ്റേജ് എറർ കണ്ടുപിടിക്കണമെങ്കിൽ ഡെൽറ്റ P by P into 100 ആണ്, which is equal to 3 into delta A by A into 100 plus 2 into delta B by B into 100 plus delta C by C into 100 plus 1 by 2 into delta D by D into 100. Okay, okay, yes, change ചെയ്തു. അപ്പോൾ 3 into delta A by A into 100 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ആണ് delta A by A into 100 അതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ഇതെങ്ങനെയാണ് റൂൾ എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ ഡേറ്റ് മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ x raised to n എന്നുള്ള ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് n into delta x by x into 100 ആണ്. ഓക്കെ അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക, അതുപോലെ ഡിവിഷൻ വരുന്ന സമയത്തും എറേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ യെസ് അപ്പോൾ ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ചെയ്ത് കൊടുത്തു, അതിൻ്റെ വാല്യൂ 1 ആണ്, പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ബി ബൈ ബിൻ്റെ വാല്യൂ 3 ആണ്, പ്ലസ് ഡെൽറ്റ സി ബൈ സിൻ്റെ വാല്യൂ 2 ആണ്, പ്ലസ് 1 by 2 ഇൻറ്റു ഡെൽറ്റ ഡി ബൈ ഡിൻ്റെ വാല്യൂ 4 ആണ്. ഓക്കെ യെസ് അപ്പോൾ 3 പ്ലസ് 6 പ്ലസ് 2 plus 2. Okay yes അപ്പോൾ എത്ര വരും 6 plus 4 10 plus 3 that is 13% is the right answer. 13% ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക കേട്ടോ. ഓക്കെ റെഡി ക്ലിയർ യെസ് ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The electric field in the plane electromagnetic wave is given by Ez is equal to 60 cos 5x plus 1.5 into 10 raised to 9 watt per meter. Then expression for the corresponding magnetic field is ഇവിടെ magnetic field expression ആണ് കണ്ടുപിടിക്കേണ്ടത്. magnetic field expression കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം C is equal to E0 by B0 ആണ്. So B0 is equal to എന്തായിരിക്കും വരിക E0 by C ആയിരിക്കും വരിക അല്ല E0 by C ആയിരിക്കും വരിക. ആൻഡ് E0 എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഈക്വൽ ടു 60 ആണ്. സോ 60 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു അല്ല 3 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 8 3 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 8 അപ്പോൾ 3 60ൽ 20 ടൈംസ് ആയിരിക്കും 20 സോറി 30 3 ഇൻറ്റു 10 റൈസ് ടു 8 ആണ് മൈനസ് 8 അല്ല 3 ഇൻറ്റു 10 റൈസ് ടു 8 അപ്പോൾ 3 60ൽ 20 ടൈംസ് ആണ് 20 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 8 ദാറ്റ് ഇസ് 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 ആയിരിക്കും എന്ത് വരിക അത്രയും ടെസ്റ്റിലായിരിക്കും എന്ത് വരിക മാഗ്നറ്റിക് ഫീൽഡിന്റെ ആംപ്ലിറ്റ്യൂഡ് വരിക. ഓക്കെ ഓക്കെ യെസ് അപ്പോൾ 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 വരണം 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 വരുന്നത് ഒന്നല്ലെങ്കിൽ ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ എ ആയിരിക്കും വരിക. ആൻഡ് നിങ്ങൾക്ക് അറിയാം ഇവിടെ എക്സ് ആക്സിസിലാണ് വേവ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് വേവ് ട്രാവലിംഗ് അലോങ് ദ എക്സ് ആക്സിസ് ആൻഡ് സെഡ് ആക്സിസിലാണ് എന്ത് കിടക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് കിടക്കുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ദ വൈ ആക്സിസ്. ദർഫോർ ബി വൈ ഇസ് ഈക്വൽ ടു വേണം വരാൻ. ബി വൈ ഇസ് ഈക്വൽ ടു വരണം. ദർഫോർ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. 2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 7 cos 5x plus 1.5 ഇൻറ്റു 10 റൈസ് ടു 9 t Tesla is the right answer. Okay ready yes then next questionലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ.
A 2 ampere current is flowing through two different small circular copper coils having radius in the ratio 1:2. Ratio of their respective magnetic moment. Magnetic moment in the ratios ആണ് ചോദിച്ചിരിക്കുന്നത്. Magnetic moment M is equal to നിങ്ങൾക്ക് അറിയാം current into area. I into A ആണ് വരിക. I into pi r square വരും area of cross sectionന്റെ radius എടുക്കുന്ന സമയത്ത്. That is moment of മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് റേഡിയസിന്റെ സ്ക്വയറിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ റേഡിയസിന്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റേഷ്യോന്റെ സ്ക്വയർ ആയിരിക്കും എന്ത് വരിക മാഗ്നറ്റിക് മൊമെന്റുകളുടെ റേഷ്യോ വരിക. ദാറ്റ് ഈസ് m1/m2 is equal to r1/r2ന്റെ ഹോൾ സ്ക്വയർ ആയിരിക്കും കിട്ടുക. r1/r2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും 1/2. 1/2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to 1/4. That is 1:4 is the right answer. Option A. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ റെഡി ക്ലിയർ സെറ്റ് ആണല്ലോ. യെസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. To an AC power supply of 220 volt at 50 hertz, a resistor of 20 ohm and a capacitor of reactance 25 ohm and an inductor of reactance 45 ohm are connected in series. The corresponding current in the circuit and the phase angle between the current and the voltage is respectively. Okay. Corresponding current in the circuit, current കണ്ടുപിടിക്കണം and voltage കണ്ടുപിടിക്കാനായിട്ടുള്ളത്. കറണ്ടും വോൾട്ടേജും ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമുക്ക് ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് എടുത്ത് എഴുതാണ്. RMS വാല്യൂ വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലെ. VRMS is equal to 220 വോൾട്ടേജ് ആണ്. ഓക്കെ. ആൻഡ് ഫ്രീക്വൻസി is 50 Hz ആണ്. ഓക്കെ. then നെക്സ്റ്റ് നിങ്ങൾ നോക്കുക. ആണ്. ആൻഡ് റെസിസ്റ്റർ തന്നിട്ടുണ്ട്. റെസിസ്റ്റർ എത്രയായിരുന്നു? റെസിസ്റ്റർ R is equal to 20 ohm അല്ലെ. 20 ohm ആണ്. കപ്പാസിറ്റർ ഓഫ് റിയാക്ടൻസ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് തന്നിട്ടുണ്ട്. XC എന്ന് പറയുന്നത് which is equal to 25 ohm ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL is also given 45 ohm ആണ്. Okay, then corresponding current in the circuit and phase angle between the current and voltage. Okay, കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള phase ആംഗിളും അതുപോലെ കറണ്ടും ആണ് കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ. അപ്പൊ IRMS is equal to നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? VRMS divided by impedance ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇംപിഡൻസ് കണ്ടുപിടിക്കണം. ഇംപിഡൻസ് Z is equal to എന്തായിരിക്കും വരിക? which is equal to root of R square plus XL minus XC. XL XC തമ്മിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് ഇട്ട് കൊടുക്കുക. അപ്പൊ XL minus XC, XL is greater than XC, therefore XL minus XC whole square എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പൊ R എന്ന് പറയുന്നത് എത്രയാടാ? R എന്ന് പറയുന്നത് 20 ആണ്. 20ന്റെ സ്ക്വയർ പ്ലസ് 45 minus 25 അല്ലെ. 45 minus 25 is 20. അതും 20 സ്ക്വയർ ആയിരിക്കും. ഓക്കെ. That is root 800. Root 400 plus root 400, root 800. That is 10 root 8 എന്ന് പറഞ്ഞിട്ട് വരും. 10 into root 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 root 2 ആണ്. Therefore 10 into 2 root 2, 20 root 2 എന്ന് പറഞ്ഞിട്ട് വരും. 20 root 2 ohm എന്ന് പറയുന്നതാണ് എന്ത് പറയുന്നത്? യെസ്, ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ റെഡി. യെസ്. ഇനി എന്ത് കണ്ടുപിടിക്കണം? IRMS is equal to VRMS divided by Z ചെയ്തു. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IRMS is equal to VRMS എന്ന് പറയുന്നത് എത്രയാണ്? 220 ആണ്. 220 divided by 20 root 2 ചെയ്യുക. 0 കട്ട് ചെയ്ത് പോയി. 11 by root 2. 11 by 1.414 ചെയ്യാം. അത്രയും ആംപിയർ ആയിരിക്കും എന്ത് വരിക? യെസ്, നമ്മുടെ വാല്യൂ വരിക. അപ്പൊ 11 by 1.4 എന്ന് പറഞ്ഞിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 11 by 1. അപ്പൊ 11നെക്കാട്ടും കുറവായിട്ടുള്ള വാല്യൂ ആയിരിക്കും വരിക. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം 7.8 ആയിരിക്കും ആൻസർ വരിക കേട്ടോ. 7.8 ആയിരിക്കും ആൻസർ വരിക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കുക. ഓപ്ഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അത് വീണ്ടും ഇരുന്ന് ചെയ്ത് നോക്കാനുള്ള സമയത്തേക്ക് ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ 7.8 ആംപിയർ ആയിരിക്കും. ഇനി എന്ത് കണ്ടുപിടിക്കണം? ഫേസ് ആംഗിൾ കണ്ടുപിടിക്കണം. ഫേസ് ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ tan phi ആണ്. tan phi is equal to XL minus XC divided by R ആയിരുന്നു. XL എന്ന് പറയുന്നത് it is 45 minus 25, that is 20 divided by 20 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ we got tan phi is equal to 1, which implies phi is equal to tan inverse of 1. അതായത് tan 45 ആയിരിക്കും എന്ത് വരിക? നമ്മുടെ 1 വരുന്നുണ്ടായിരിക്കുക. therefore എന്താ കിട്ടുക? യെസ്, tan inverse of
1 which is equal to 45 degree. Therefore phase angle ഇവിടെ തന്നെ കിട്ടി. Tan inverse of 1 which is equal to 45 degree. Therefore correct ആയിട്ടുള്ള ആൻസർ ഏതാണ്? 7.8 ampere and 45 degree is the right answer. 7.8 ampere and 45 degree is the right answer. That is option B. അല്ലേ? Option B ആയിരിക്കും നമ്മുടെ correct ആയിട്ടുള്ള ആൻസർ കിട്ടുക കേട്ടോ. Okay, ready, set, yes. Then next അടുത്ത question നോക്കൂ. അടുത്ത questionലേക്ക് പോവാം. A graph which shows the variation of 1 by lambda square and its kinetic energy as the de Broglie wavelength of the free particle. Okay. 1 by lambda square ഒരു lambda എന്ന് പറയുന്നത് de Broglie wavelength ആണ് and kinetic energy തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാം de Broglie wavelengthന്റെ ഇക്വേഷൻ lambda is equal to h by p ആണ്. Okay. p ന്റെ ഇക്വേഷൻ എന്താ വരിക? lambda is equal to h by p ആണ്. p lambda is equal to h by root 2me ആണ്. ആണല്ലോ യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? 1 by lambda square തമ്മിലുണ്ടാകുന്ന റേഷ്യോ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ 1 by lambda square ആക്കിയിട്ട് മാറ്റിയിട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ lambda square is equal to എന്ത് വരും? h square by 2me പറഞ്ഞിട്ട് വരും അല്ലേ. lambda square is equal to h square divided by 2me ആണ്. therefore 1 by lambda square is equal to 2me divided by h square. That is 2m by h square into e. That implies 1 by lambda square is proportional to e. അപ്പോൾ proportional ആയിട്ട് വേണം റിലേഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. 1 by lambda square e proportional relation കാണിക്കുന്നത്. It is option B. Option B is the right answer. Okay, ready, clear, set ആണ്, okay ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. യെസ്. A 10 microfarad capacitor is connected to 210 voltage and 50 Hz AC source as shown in the figure. Then the peak current in the circuit is nearly. ഇവിടെ ഉണ്ടാവുന്ന peak current ആണ് കണ്ടുപിടിക്കേണ്ടത്. Peak current I0 is equal to V0 divided by X ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് വേണം? XC കണ്ടുപിടിക്കണം. X is equal to 1 by C omega ആണ്. 1 by 10 into 10 raised to minus 6 into omega എന്ന് പറയുന്നത് which is equal to 100 pi. അല്ലേ. അപ്പോൾ 10 into 10 raised to minus 6 is 10 raised to minus 5 വരും. 10 raised to minus 5 into 100 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 raised to minus 3 അല്ലേ. അപ്പോൾ 10 raised to minus 3 പോയി കഴിഞ്ഞാൽ 10 raised to 3 by pi. 10 raised to 3 by pi എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് നമ്മുടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് വരിക. ആൻഡ് പീക്ക് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? V0 ഡിവൈഡഡ് ബൈ ഇമ്പിഡൻസ് ചെയ്താൽ മതി അല്ല. V0 ഡിവൈഡ് ബൈ ഈ ഒരു XC ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന്റെ വാല്യൂ നേരെ ഇട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ V0 എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? പീക്ക് കറണ്ട് അല്ല, I0 is equal to V0 by XC. V0 എന്ന് പറയുന്നത് VRMS is equal to V0 by root 2 VRMS into root 2 അല്ലേ. അപ്പോൾ വരുന്നത് that is 210 root 2 divided by 10 raised to 3 by pi. അതിൻ്റെ വാല്യൂ നേരത്തെ പോലെ തന്നെ നിങ്ങൾ വാല്യൂസ് ഇട്ട് കൊടുക്കുക. 1.14 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ്ലി 1ൻ്റെ അടുത്തായിരിക്കും ആൻസർ വരിക. That is approximately 0.93 something വരും കേട്ടോ. അപ്പോൾ 0.93 ampere is the right answer. That is option D. Option D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി? ഓക്കെ, ദെൻ നമുക്ക് നേരെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ ആണ്? യെസ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. A capacitor of capacitance C is connected across an AC source of voltage V given V is equal to V0 sin omega t എന്നുള്ളത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. The displacement current between the plates of the capacitor would then given by അല്ല, അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് I ആണ് കണ്ടുപിടിക്കേണ്ടത്. I കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? I is equal to dq by dt ആണ്.
അല്ലേ? ആൻഡ് ഓൾസോ ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു സി വി ആണ്. ആൻഡ് ക്യൂ വി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ് തന്നിരിക്കുന്നത്? V0 sin ഒമേഗ ടി. സോ അങ്ങനെയാണെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു CV0 sin ഒമേഗ ടി എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് നമ്മൾ നേരെ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലേ? സോ I is equal to d/dt of CV0 sin ഒമേഗ ടി. ഇതിൽ CV0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്തേക്ക് എടുത്തു. സൈൻ ഒമേഗ ടിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് ആണ്. ഓൾസോ അവിടെ ഒമേഗ ടി എന്ന് പറയുന്ന വേറൊരു ഫംഗ്ഷൻ ഉണ്ട്. സോ ഫംഗ്ഷൻ ഓഫ് ഈ ഫംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യുക. സോ കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ വരും. ഓക്കെ, കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ വരും. അപ്പൊ CV0 ഇൻറ്റു ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഓക്കെ ഓക്കെ, ദാറ്റ് ഇസ് V0 ഇൻറ്റു സി ഒമേഗ, V0 ഇൻറ്റു സി ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ദിസ് ഇസ് ദ കറണ്ട് I. ഇതാണ് നമ്മുടെ അടുത്ത ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് I. V0 സി ഒമേഗ cos omega t. That is option A. Option A is the right answer. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, റെഡി, സെറ്റ്, ക്ലിയർ? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. Two cylinders A and B of equal capacity are connected to each other via stopcock. A contains an ideal gas at standard temperature and pressure. B is completely evacuated. Entire system is thermally insulated. Therefore, the stopcock is suddenly opened. The process is. The entire system is thermally insulated. Entire system is thermally insulated. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഉണ്ടാവുന്ന ഈ ഒരു പ്രഷർ, ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക അല്ലെ? ഈ ഒരു പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക? ദാറ്റ് ഇസ് അഡയാബാറ്റിക് ആണ്. അഡയാബാറ്റിക് ആണല്ലേ? ഐസോതെർമൽ ആണോ, അഡയാബാറ്റിക് ആണോ, ഐസോകോറിക് ആണോ, ഐസോബാറിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് തെർമലി ഇൻസുലേറ്റഡ്, അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കില്ല. ഹീറ്റ് എക്സ്ചേഞ്ച് ഒന്നും നടക്കില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ അഡയാബാറ്റിക് പ്രോസസ് അല്ലെ? റെഡി. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, യെസ്. Find the torque about the origin when a force of 3 J cap Newton acts on a particle whose position vector is 2 K cap. ഓക്കെ, ടോർക്ക് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സിമ്പിൾ ആയിട്ട് ചെയ്യാം. യെസ്, ടോർക്ക് ടോ ഇസ് ഈക്വൽ ടു എന്താ വരിക? ടോ ഇസ് ഈക്വൽ ടു R ക്രോസ് F ആണ്. ആറും എഫും തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 2 K cap ആണ്. ക്രോസ് F എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 3 J cap ആണ് അല്ലെ? 2 × 3 6 ആണ്. K cap ഡോട്ട് J cap നിങ്ങൾ പഠിക്കുക. I J K ആണ് നമ്മളുടെ ഓർഡർ. അപ്പൊ ഈ ഒരു ഓർഡറിൽ തന്നെ വരണം. ഈ ഒരു ഓർഡറിൽ തന്നെ വരണം. നേരെ ഓർഡർ എങ്ങാനും തെറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂസിൽ മാറ്റം വരും കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ വന്നിരിക്കണതിൽ കെ ക്യാപ്പ് ക്രോസ് ജെ ക്യാപ്പ് അല്ല, തിരിഞ്ഞാ വന്നിരിക്കണമെങ്കിൽ നെഗറ്റീവ് കൊടുക്കുക. അപ്പൊ കെയും ജെയും വന്നു കഴിഞ്ഞാൽ അടുത്ത ആൾ ഐ ആണ്. തിരിഞ്ഞു വന്നെന്നുള്ളത് നെഗറ്റീവ് ആയിരിക്കും വരിക. ദാറ്റ് ഇസ് -6 I ക്യാപ്പ് വരും. -6 I ക്യാപ്പ് വരും. Therefore ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. യൂണിറ്റ് കൂടി എഴുതി വയ്ക്കുക. ഇത്രയും ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്. A 40 microfarad capacitor is connected to. അവിടെ കപ്പാസിറ്റൻസിന്റെ വാല്യൂ 40 microfarad ആണ്. മൈക്രോഫാരഡ് ഞാൻ നേരെ ചേഞ്ച് ചെയ്തു. 40 × 10⁻⁻6 ഫാരഡ് ആണ്. ഓക്കെ, വിച്ച് ഇസ് കണക്റ്റഡ് ടു എ 200 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ അല്ലെ? അപ്പൊ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് V എന്ന് പറയുന്നത് VRMS എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾറെഡി ഗിവൺ. VRMS എന്ന് പറയുന്നത് എത്രയാണ്? VRMS is 200 വോൾട്ട് ആണ്. ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 50 ഹെർട്സ് ആണ്. Okay, and the RMS value of the current in the circuit is നമുക്ക് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന RMS value of current ആണ് കണ്ടുപിടിക്കാനായിട്ട്. ദാറ്റ് ഇസ് IRMS ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. IRMS is equal to VRMS divided by എന്ത് ചെയ്താൽ മതി? XC ചെയ്താൽ മതി. X is equal to 1/C omega ആണ് അല്ലെ? ചെയ്തിട്ട് കൊടുക്കുക, ഇക്വേഷൻ കണ്ടുപിടിക്കുക, ചെയ്യുക. ദാറ്റ് ഇസ് X is equal to 1/C omega ആണ്. That is 1 divided by C എന്ന് പറഞ്ഞാൽ എത്രയാ? 40 × 10⁻⁻6. 40 × 10⁻⁻6 into omega എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is 100 pi വരും അല്ലെ? 100 pi ആണ്. 2πf ആണ്. that is 100 pi വരും. ചെയ്യാ. 10⁻⁻6 into 10⁻3 10⁻⁻3 വരും. 10⁻⁻3 നേരെ മുകളിലേക്ക് പോകുമ്പോൾ 10⁻3 വരും. അപ്പൊ 10⁻3 divided by 4π വരും. that is 250 by pi വരും അല്ലെ? 250 by pi വരും.
അപ്പൊ അങ്ങനെയാണെങ്കിൽ VRMS എന്ന് പറയുന്നതിൽ വോൾട്ടേജ് 200 ആണ്. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 250 ഇൻറ്റു പൈ. 250 ബൈ പൈ ആണ്, മുകളിലേക്ക് പോയി പൈ. അപ്പൊ 0 കട്ട് ചെയ്ത് പോയി. 4/5 ഇൻറ്റു 4 പൈ ബൈ 5. 4 ഇൻറ്റു 3.14 12 പോയിന്റ് സംതിങ് വരും. അത് ഡിവൈഡ് ബൈ 5 ചെയ്യാം. അപ്പൊ അത് ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 2.5 സംതിങ് വരും അല്ലേ. ദാറ്റ് ഇസ് 2.5 ആംപിയർ ഇസ് ദ റൈറ്റ് ആൻസർ. 2.5 ആംപിയർ വരും. അങ്ങനെ വേണം നിങ്ങളൊരു അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻസ് എടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് വേഗം ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ 2.5 ആംപിയർ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. റെഡി? യെസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A ball is thrown vertically downwards with a velocity 20 meter per second from the top of a tower. If it hits the ground after some time, the velocity of 80 meter per second, the height of the tower is. Height ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ h എന്ന് പറയുന്ന ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി തന്നിട്ടുണ്ട്. ആൻഡ് ആക്സലറേഷൻ ഇസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും വരിക. നേരെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. h കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനിൽ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നിങ്ങൾക്കറിയാം v² is equal to u² plus 2as എന്ന് പറയുന്ന ഇക്വേഷനിൽ നേരെ ഇട്ട് കൊടുത്താൽ മതി. v² is equal to u² plus 2as ആണ്. ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് s എന്ന് പറയുന്നതാണ് നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ടവർ വരെ. v² minus u² ഡിവൈഡ് ബൈ 2a ചെയ്യുക. v² എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. സോ 80² minus 20² ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10 കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് 6400 minus 400 ഡിവൈഡഡ് ബൈ 20. ദാറ്റ് ഇസ് 6000 ഡിവൈഡഡ് ബൈ 20. 0 കട്ട് ചെയ്ത് പോയി 600 by 2 ചെയ്ത് കഴിഞ്ഞാൽ 300. That is 300 meter is the height of this tower. Okay, that is option D. Option D is the right answer. Okay, ready? Yes. Then next question നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The average thermal energy of a monoatomic gas is Kb as the Boltzmann constant. അപ്പോൾ average thermal energy ആണ് കണ്ടുപിടിക്കുന്നത്. at absolute temperature. അവിടെ ഉണ്ടാകുന്ന ആവറേജ് തെർമൽ എനർജി ഓഫ് എ മോണോആറ്റോമിക് ഗ്യാസ്. ഫോർ എ മോണോആറ്റോമിക് ഗ്യാസ് ആവറേജ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു 3/2 kBT അല്ലെ. 3 ഇൻറ്റു അവിടെ ഉണ്ടാകുന്ന ഡിഗ്രീസ് ഓഫ് ഫ്രീഡം മീൻസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻറ്റു ഹാഫ് kBT കൊടുത്താൽ മതി. ദാറ്റ് ഇസ് 3/2 kBT. മോണോആറ്റോമിക് ഗ്യാസിൽ നമുക്ക് എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇസ് 3 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 3 ഇൻറ്റു ഹാഫ് kBT ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് 3/2 kBT. ഓക്കെ, therefore ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അതുകൊണ്ട് ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, റെഡി? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്. In certain region of space, the volume 0.2 meter cube, the electric potential is found to be 5 volt throughout. The magnitude of electric field in this region is. Electric field and potential തമ്മിലുണ്ടാവുന്ന റിലേഷൻ നിങ്ങൾക്ക് അറിയാം. Electric field is equal to minus dv by dr അല്ലെങ്കിൽ minus delta v ആണ് അല്ലെ, അല്ലെങ്കിൽ minus dv by dr ആയിരിക്കും വരാം. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ പൊട്ടൻഷ്യൽ ഇസ് ത്രൂ ഔട്ട് 5 വോൾട്ട് ത്രൂ ഔട്ട് എന്നുള്ളത് തന്നിട്ടുണ്ട്. ത്രൂ ഔട്ട് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ ഇസ് കോൺസ്റ്റന്റ് അല്ലെ. പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണ്. പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് വിച്ച് ഇസ് ഈക്വൽ ടു 0. therefore ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. therefore ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി? ക്ലിയർ? സെറ്റ്? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A bullet is fired from the gun at a speed of 280 meter per second in the direction 30 degree above the horizontal. Maximum height attained by the bullet is. Maximum height h എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് പ്രൊജക്ട് ചെയ്ത പോലെ തന്നെയാണ്. സോ h is equal to എന്ത് വരും? u² sin square theta divided by 2g ആണ് അല്ലേ. h is equal to u² sin square theta divided by 2g ആയിരിക്കും വരിക. നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, u² എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക? u is 280 meter per second എന്നല്ലേ തന്നിരിക്കുന്നത്. therefore 280ന്റെ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ 30 1/2 ആണെന്നുള്ളതുകൊണ്ട് 1/2ന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്ത് വരും?
2 ഇൻറ്റു 9.8 വരും അല്ലേ അല്ലേ ക്ലിയർ ഓക്കെ ആണ് യെസ് അങ്ങനെയാണെങ്കിൽ 280 സ്ക്വയർ പ്ലസ് 1/2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 9.8 ചെയ്യാം ഓക്കെ എന്നിട്ട് 784 വരും 00 ഇൻറ്റു 1/4 വരും ഡിവൈഡ് ബൈ 19.6 ചെയ്ത് കഴിഞ്ഞാൽ 19600 ഡിവൈഡഡ് ബൈ 19.6 വരും കട്ട് ചെയ്ത് കളയുക 10,000 വരും 1000 മീറ്റർ വരും അല്ലേ 1000 മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ 1000 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ ഓക്കെ റെഡി ക്ലിയർ സിമ്പിൾ ആണ് ഓക്കെ ആണ് ക്ലിയർ ആണ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ The acceleration due to gravity at a height h 1 kilometer above the earth is same as that at a depth below the surface of the earth. Then എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കുക ഇവിടെ acceleration due to gravity at a height h which is equal to acceleration due to gravity at a depth d. gh ഉം gd യും ഈക്വൽ ആണെന്ന രീതിയിൽ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് gh എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം g into 1 minus 2h/r ആണ് അല്ലേ സ്മോളർ ഹൈറ്റിൽ അപ്പോൾ g into 1 minus 2h/r which is equal to g into 1 minus d/r. ഓക്കെ രണ്ട് സൈഡിലും ജി ഉണ്ട് 1 ഉണ്ട് ഡിവൈഡ് ബൈ ആർ ഉണ്ട് അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണു കട്ട് ചെയ്ത് കളയാം ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സംഗതികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കുക ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം 1 ഒക്കെ കട്ട് ചെയ്ത് കളയും ഇവിടെ ഡിവൈഡ് ബൈ ആർ കട്ട് ചെയ്ത് കളയും -2h വിച്ച് ഇസ് മൈനസ് കട്ട് ചെയ്ത് കളയും പോസിറ്റീവ് ആവും 2h വിച്ച് ഇസ് ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞിട്ട് കിട്ടും ദെർഫോർ h ഇസ് ഈക്വൽ ടു d/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും h is equal to d/2 എന്ന് പറഞ്ഞിട്ട് കിട്ടും ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് ഓക്കെ നമുക്കിവിടെ തന്നിരിക്കുന്നത് h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെപ്ത് d എന്ന് പറയുന്നത് 2h ആണ് അപ്പോൾ d എന്ന് പറഞ്ഞിട്ട് h തന്നിട്ടുണ്ട് h എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ d is equal to 2h d ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് ഡെപ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ മതി 2h is equal to d ആണ് h 1 കിലോമീറ്റർ ആണ് സോ അങ്ങനെയാണെങ്കിൽ ഡെപ്ത് d ആണ് കണ്ടുപിടിക്കുന്നത് ഡെപ്ത് d is equal to എന്ത് വരും 2 into 1 which is equal to 2 kilometer. Okay, therefore option D is the right answer. Option D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം ഓക്കെ അല്ലേ സെറ്റ് ആണ് ക്ലിയർ ആണ് റെഡി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാലോ യെസ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ കേട്ടോ ഇത് കട്ടായി പോയോ ഇവിടെ GH ആണ് GHന്റെ G into 1 minus 2h/r. Okay. Right. Then next question like a particle execute linear simple harmonic motion with amplitude of 3 centimeter. And when a particle at 2 centimeter from the main position, the magnitude of the velocity is equal to that of its acceleration. Find the time period. ഇവിടെ magnitude of velocity, magnitude of acceleration same ആണെന്നുള്ള സംഗതി തന്നിട്ടുണ്ട്. And also നമുക്ക് തന്നിട്ടുള്ളത് amplitude തന്നിട്ടുണ്ട്, particle move ചെയ്തിട്ടുള്ള main position move ചെയ്തിട്ടുള്ള distance തന്നിട്ടുണ്ട്. So സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. Okay, simple harmonic motion with an amplitude തന്നിരിക്കുന്നത് എത്രയാണ് 3 centimeter ആണ്. 3 into 10 raised to ഇപ്പോൾ ഇവിടെ സെന്റിമീറ്റർ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ഇട്ടിരുന്നു ഓക്കെ ഇവിടെ എക്സ് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ എക്സ് തന്നിട്ടുണ്ട് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 2 സെന്റിമീറ്റർ ആണ് and the magnitude of its velocity is equal to that of acceleration of omega into root of a square minus x square which is equal to omega square x നോട് ഈക്വൽ ആണ് അപ്പോൾ ഒമേഗ കട്ട് ചെയ്ത് പോയി അപ്പോൾ രണ്ട് സൈഡിലും ഒമേഗ കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ ഒമേഗ ഉണ്ട് ഒമേഗ ഇസ് ഈക്വൽ ടു ടൈം പീരീഡ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ഒമേഗേൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഒമേഗ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് വരും റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എക്സ് വരും അപ്പോൾ എയും എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ റൂട്ട് ഓഫ് എന്ത് വരുടാ എ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 9 - 4 ദാറ്റ് ഇസ് റൂട്ട് 5/2
9 മൈനസ് 4 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ദാറ്റ് ഇസ് √5/200. അത്രയും റേഡിയൻ പെർ സെക്കൻഡ് ആണ് എന്ത് വരിക? യെസ്, നമ്മുടെ ഒമേഗ വരിക. ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടൂടാ? ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π/ω ആണ്. ദാറ്റ് ഇസ് 2π/√5/2. ഓക്കെ, ദാറ്റ് ഇസ് 4π/√5. 4π/√5 seconds. That is option C. 4π/√5 is the right answer. 4π/√5, that is option C is the right answer. അത്രയും seconds വരും കേട്ടോ. റെഡി? then അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The resistance of a wire is R ohm ആണ്. If it's melted and stretched to n times its original length, its new resistance is. ഓക്കെ, അത് നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് n ടൈം ഒറിജിനൽ ലെങ്ത്തിന്റെ n ടൈംസ് ആക്കിയിട്ട് മാറ്റി, ലെങ്ത് ചേഞ്ച് ചെയ്തിട്ട് n ടൈംസ് ഓഫ് ഇറ്റ്സ് ഒറിജിനൽ ലെങ്ത് ആക്കിയിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ റെസിസ്റ്റൻസിൽ പുതിയ റെസിസ്റ്റൻസ് എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇവിടെ ചേഞ്ച് വരുന്നത് എങ്ങനെയായിരിക്കും? R is equal to ρL/A ആണ്. വോളിയം വിച്ച് റിമെയിൻസ് ദ സെയിം അല്ലെ? R is equal to ρL/A ആണ്. വോളിയം രണ്ട് കേസിലും എന്തായിട്ട് നിൽക്കണം? സെയിം ആയിട്ട് നിൽക്കണം. അപ്പൊ ലെങ്ത്തിൽ ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ടൈംസ് എന്തിലും ചേഞ്ച് വരും? ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിലും ചേഞ്ച് വരും. സോ ആക്ച്വലി എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത് n ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വോളിയം എന്തായിട്ട് മാറും? A/n ആയിട്ട് മാറും അല്ലേ? ലെങ്ത് n ടൈംസ് ഓഫ് n ആയിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിട്ട് മാറും? 1/nth ടൈംസ് ഓഫ് A ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇനി നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ R is equal to ρL dash divided by A dash ആയിരിക്കും. ദാറ്റ് ഇസ് ρ into NL divided by A/n എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് n square times of ρL/A. ദാറ്റ് ഇസ് n square times of the initial resistance. ഇനീഷ്യൽ റെസിസ്റ്റൻസിന്റെ n സ്ക്വയർ ടൈംസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. therefore നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, a capacitor is charged by a battery. The battery is removed and another identical uncharged capacitor is connected in parallel. Total electrostatic energy of the resulting system is. Okay, ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ നമ്മൾ ബാറ്ററി വെച്ച് ചാർജ് ചെയ്യണം. ബാറ്ററി റിമൂവ് ചെയ്തിട്ട് വേറെ അതേപോലുള്ള വേറൊരു ഐഡന്റിക്കൽ ആയിട്ടുള്ള അൺചാർജ്ഡ് കപ്പാസിറ്റർ നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എന്തായിരിക്കും? റിസൾട്ടിംഗ് സിസ്റ്റത്തിന്റെ ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ Q²/2C ആണ് അല്ലേ? എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? Q² ഡിവൈഡഡ് ബൈ 2C ആണ് നമ്മുടെ ഈ ചാർജിനെ കണക്ട് ചെയ്തിട്ടുള്ള എനർജിന്റെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും കൂടെ നമ്മൾ സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അനത്തർ റിമൂവ്ഡ് ആൻഡ് അനത്തർ ഐഡന്റിക്കൽ അൺചാർജ്ഡ് കപ്പാസിറ്റർ ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്താ വരിക? ഇക്വാലന്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. therefore C1 plus C2 വരും. രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് C1 plus C2 വരും. ഇക്വാലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് റിമെയിൻസ് ദ സെയിം. Q എന്ന് പറയുന്നത് അവിടെ സെയിം ആയിട്ട് തന്നെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ Q²/2C ഇക്വാലന്റ് ആണ്. അപ്പോൾ 2 into അതായത് കപ്പാസിറ്റൻസിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. C plus C വിച്ച് ഇസ് ഈക്വൽ ടു 2C എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ U is equal to Q² divided by 4 times of C. അതായത് 1/2 times of the Q²/2C അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനീഷ്യൽ എനർജീൻ്റെ 1/2 ടൈംസ് ആയിരിക്കും വരും. ഓക്കെ, U dash is equal to U/2 വരും. ഓക്കെ, which increases by a factor of 4, decreases by a factor of 2, remains the same and increases by a factor of 2. So അങ്ങനെയാണെങ്കിൽ this decreases by a factor of 2, that is option B is the right answer. Option B ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. റെഡി? സെറ്റ് ആണ്? ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിക്കൂ. യെസ്, അപ്പോഴേക്കും കുറച്ചിത്തിരി വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടോ.
ഓക്കെ റെഡി? യെസ്, ഓക്കെ, യെസ്. അപ്പോൾ ബാക്കി ഉള്ള ഇതൂടെ നോക്കിക്കോളൂ. എന്താണ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കിയോ? ഓക്കെ. Two nearest harmonics of a tube closed at one end and open at the other end. അല്ലേ? ഒരു എൻഡിൽ ക്ലോസ് ആണ്, അതർ എൻഡിൽ ഓപ്പൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ക്ലോസ്ഡ് പൈപ്പ് അല്ലേ? ക്ലോസ്ഡ് പൈപ്പാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് കേട്ടോ. ക്ലോസ്ഡ് പൈപ്പാണ് കൺസിഡർ ചെയ്യേണ്ടത്. ആൻഡ് ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ അഡ്ജസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഹാർമോണിക്സ് തമ്മിൽ ഉണ്ടാകുന്ന രണ്ട് ഫ്രീക്വൻസി വന്നിട്ട് 220 and 260 ഹെർട്സ് ആണ്. അതിന്റെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ചെയ്യാം. സോ സാധാരണ നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ ഉണ്ടാകുന്ന എഫ് എൻ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? nth ടേമിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ nth ടേമിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓഡ് മൾട്ടിപ്പിൾസ് ആണ്. സോ 2n-1 ഇൻറ്റു എഫ് എൻ ആണ് നമ്മൾ ചെയ്യാം, എഫ് ആണ് ചെയ്യാം. ഓക്കെ, nth ടേമിന്റെ ഫ്രീക്വൻസി ഫസ്റ്റ് ഫ്രീക്വൻസിന്റെ 2n-1 ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ എഫ് അടുത്ത് കിടക്കുന്ന എഫ് എൻ പ്ലസ് 1 മൈനസ് എഫ് എൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വി ഗോട്ട് 2f. നമുക്ക് 2f ആണ് കിട്ടുക. ഇനീഷ്യൽ ആയിട്ടുണ്ടാകുന്ന ഫ്രീക്വൻസിന്റെ 2 times ദി ഇനീഷ്യൽ ഫ്രീക്വൻസി ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെ ഇതേപോലെ തന്നെ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ്. രണ്ട് ഫ്രീക്വൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 260 മൈനസ് 240 220 അല്ല 260 മൈനസ് 220 നമ്മൾ ചെയ്യണം. 260 മൈനസ് 220 ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് 40 അല്ലേ? നമുക്ക് എത്ര കിട്ടും? 40 ആണെന്ന് കിട്ടും. അവിടുത്തെ ചേഞ്ച് ഇൻ ഫ്രീക്വൻസീസ് 40 ഹെർട്സ് ആണെന്നുള്ളത് കിട്ടും. ആൻഡ് ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു എത്രയാണ് വരിക? ഇറ്റ് ഇസ് 40 ഹെർട്സ് ആണ്. ആൻഡ് നിങ്ങൾ നമ്മളത് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എത്രയാണെന്നുള്ളതായിരിക്കും. ആൻഡ് ഡെൽറ്റ എഫിന്റെ ഇക്വേഷൻ ഇസ് 2f1 ആണ്. 2f1 ഇസ് ഈക്വൽ ടു 40 ഹെർട്സ് ആണെങ്കിൽ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്തായാലും 40 ഹെർട്സ് ആയിരിക്കും ഇൻ ദിസ് കേസ്. സോ അങ്ങനെയാണെങ്കിൽ f1 ഇസ് ഈക്വൽ ടു എന്താ വരിക? 40/20 വരും. ദാറ്റ് ഇസ് 20 ഹെർട്സ് ആയിരിക്കും അവിടുത്തെ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓക്കെ, റെഡി? യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 ഹെർട്സ്, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ്. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, കാരണം ക്ലോസ്ഡ് പൈപ്പിന്റെ റേഷ്യോസ് നിങ്ങൾക്ക് അറിയാലോ, 1:3:5 എന്ന് പറയുന്ന റേഷ്യോ ആയിരിക്കും വരിക. ആൻഡ് ഓപ്പൺ പൈപ്പിന്റെയും സ്ട്രെച്ച്ഡ് പൈപ്പിന്റെയാണ് 1:2:3:4:5 അങ്ങനെ നമ്പേഴ്സ് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ വരിക. ഓഡ് മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. ഓക്കെ, റെഡി? ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോ. യെസ്, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A rope is wound around a hollow cylinder of mass 3 kg and radius 40 cm. Okay. Then what is the angular acceleration of the cylinder if the rope is pulled with a force of 30 Newton? Okay. ഇവിടെ rope is wound around a hollow cylinder of mass എന്നിട്ടുണ്ട്. മാസ് എത്രയാണ്? which is equal to 3 kg ആയിരിക്കും. And radius തന്നിരിക്കുന്നത് which is equal to 40 cm ആയിരിക്കും. Okay. What is the angular acceleration of the cylinder if the rope is pulled with a force of F is equal to 30 Newton? Angular acceleration ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ആംഗുലർ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ചെയ്ത് നോക്കാം. ടോ ഇസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയുന്ന ഇക്വേഷൻ എന്താണ്? ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ അല്ലേ? ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ ആയിരിക്കും വരിക. ആൻഡ് എഫ് തന്നിട്ടുണ്ട്, നിങ്ങൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ ആൽഫ കണ്ടുപിടിക്കണം. ഓക്കെ, ആൽഫയാണ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫയാണ്. എഫ് മാറി വന്നിട്ടുണ്ടെങ്കിൽ ടോ കണ്ടുപിടിക്കാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ആദ്യം കണ്ടുപിടിക്കാം. ഐ ഇസ് ഈക്വൽ ടു, ഇവിടെ തന്നിട്ടുള്ളത് റോപ്പ് അറൗണ്ട് എ ഹോളോ സിലിണ്ടർ അല്ലേ? ഹോളോ സിലിണ്ടറിന്റെ കേസിൽ ഉണ്ടാവുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യന്റെ ഇക്വേഷൻ ഇസ് mr² നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mr² ഇസ് ഈക്വൽ ടു 30 ഇൻറ്റു റേഡിയസ് 40 സെന്റിമീറ്റർ ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു mr² ആണ്. സോ എം എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആണ്. അപ്പോൾ 3 ഇൻറ്റു 40 ഇൻറ്റു 10⁻² അല്ലേ? 40 ഇൻറ്റു 10⁻². ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 40 ചെയ്യുമ്പോൾ സമയത്ത് 120 വരും. 120 ഇൻറ്റു 10⁻².
120 into 10 raised to minus 2 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1.2 കിട്ടും. ഓക്കെ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് 3യുടെ വരിക, ദാറ്റ് ഇസ് ഈക്വൽ ടു സോറി അതിൻ്റെ സ്ക്വയർ ചെയ്യണം അല്ലേ, അതിൻ്റെ സ്ക്വയർ ചെയ്യണേ, mr സ്ക്വയർ അല്ലേ, യെസ്. അപ്പം അതിനെ സ്ക്വയർ ചെയ്യുക. അപ്പം 3 into 1600 into 10 raised to minus 4 വരും. അപ്പോൾ 48 into 10 raised to minus 2 0.48 വരും. ഓക്കെ, 0.48 വരും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ളത് നമുക്ക് യെസ് ടോർക്കും കൂടെ കണ്ടുപിടിക്കണം. ടോർക്ക് കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആൽഫയിൽ ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സോ ടോർക്കിന്റെ നിങ്ങൾക്ക് ഇക്വേഷൻ അറിയാം. ടോയ്സ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, 40 into 10 raised to minus 2 into എന്ത് വരും, എഫ് വരും അല്ലെ. സോ ടോയ്സ് ഈക്വൽ ടു ആർ ഇൻറ്റു എഫ്, ആർ ക്രോസ് എഫ് ആണ്, ആർ ഇൻറ്റു എഫ് ചെയ്യുക. ആർ എന്ന് പറയുന്നത് 40 into 10 raised to minus 2 into 30 ചെയ്യുക. ഓക്കെ, അപ്പോൾ 0.4 into 30 ദാറ്റ് ഇസ് 12 വരും. 12 വരും. ഓക്കെ, 0.4 into 30 ദാറ്റ് ഇസ് 12 വരും. ഇനി നേരെ എന്ത് ചെയ്താൽ മതിയടാ, ഇനി നേരെ ആൽഫ കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഇസ് ടോ ഇസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പോൾ ആൽഫ ഇസ് ഈക്വൽ ടു എന്താ വരിക, ആൽഫ ഇസ് ഈക്വൽ ടു ടോ ബൈ ഐ വരും. ദാറ്റ് ഇസ് 12 ഡിവൈഡഡ് ബൈ 0.48 വരും. 0.48. അപ്പോൾ 12 by 0.5 ചെയ്യണ പോലെ അത് 12 by 0.5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 divided by 1/2 that is 12 into 2 that is 24 something അല്ലേ. അപ്പം അതിനനുസരിച്ചിട്ട് ആൻസർ വരികയാണെങ്കിൽ ഇവിടെ 25 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മുടെ ആൻസർ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ ആണല്ലേ? ഓക്കെ യെസ്. ഓക്കെ, ചോദിക്കൂ സൗമ്യ, ഡൗട്ട് ചോദിക്കൂ കേട്ടോ. ഡൗട്ട് എന്താന്ന് വെച്ചാൽ ചോദിച്ചോളൂ. ഓക്കെ, അപ്പൊ 25 അവിടെ ആക്ച്വലി നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇപ്പൊ ഓരോന്ന് പോയിന്റ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ അപ്രോക്സിമേഷൻ ഇതേ പറഞ്ഞ പോലെ അപ്രോക്സിമേഷൻ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ 12 ഡിവൈഡ് ബൈ 0.48 അപ്രോക്സിമേറ്റ്ലി 0.5 ആണല്ലോ. അപ്പൊ 12 by 1/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 24. അപ്പൊ 24ന്റെ അടുത്ത് കിടക്കുന്ന ആൻസർ ഇസ് 25. Okay, therefore 25 radian per second square, that is option C is the right answer. Soumya, Sujit, yes, മോനെ ഡൗട്ട് എന്താണെന്നുള്ളത് ചോദിക്കൂ കേട്ടോ മോളെ. ഓക്കെ, യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The ratio of wavelength of the last line of Balmer series and last line of Lyman series is. Last line of Balmer സീരീസും ലാസ്റ്റ് ലൈൻ ഓഫ് ലൈമൺ സീരീസും തമ്മിൽ ഉണ്ടാവുന്ന റേഷ്യോ ഓഫ് ദെയർ വേവ് ലെങ്ത് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെയാണ് റേഷ്യോ വേവ് ലെങ്ത്? നമുക്ക് അറിയാം, ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ദാറ്റ് ഇസ് 1/λ ഇസ് ഈക്വൽ ടു നമ്മുടെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ 1/λ ഇസ് ഈക്വൽ ടു r ഇൻറ്റു 1/n1 സ്ക്വയർ മൈനസ് 1/n2 സ്ക്വയർ ആണ് അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആൻഡ് ഇതിൽ ആർ എന്ന് പറഞ്ഞ് നോക്കി നമ്മൾ റേഷ്യോ എടുക്കുന്ന സമയത്ത് ആറ് കൺസിഡർ ചെയ്യേണ്ട. 1/λ എന്ന് പറഞ്ഞിട്ട് രണ്ട് കേസിലും ആർ എന്തായാലും ആയി പോവും. സോ നമ്മൾ ലാസ്റ്റ് ലൈനുകൾ തമ്മിൽ മാത്രമേ നോക്കണുള്ളൂ. കാരണം എല്ലാം ഏതോ ഇൻഫിനിറ്റി ഡിഫറെന്റ് ആയിട്ടുള്ള ഇതിൽ നിന്നും n is equal to 1 വരുന്നതാണ് ലൈമൺ, n is equal to 2 വരുന്നതാണ് ബാമർ സീരീസ് എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഫസ്റ്റ് കേസിൽ 1/λ ചെയ്യണ സമയത്ത് ആർ എന്തായാലും ആയി പോവും, വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ എഴുതാൻ പോവുകയാണ്. ആറ് സെയിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആറെന്നെ ഇരുന്നോളൂ, നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട, ആറ് അതുപോലെ തന്നെ ഇരുന്നോളൂ. 1/1 സ്ക്വയർ മൈനസ് 1/∞ സ്ക്വയർ വരും. 1/∞ is 0. അതുകൊണ്ട് എന്ത് വരും, 1/λ1 is equal to
6 മാത്രം വരും. ഓക്കെ, 1/λ1 is equal to 6 മാത്രം വരും. അതുപോലെ 1/λ2 ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇസ് ഓൾസോ r is equal to r into 1/2 square minus 1/∞ സ്ക്വയർ 1/2 സ്ക്വയർ that is r/4 വരും. ഓക്കെ ഓക്കെ, ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ അല്ലേ നമുക്ക് വേണ്ടത്, ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ അല്ലേ വേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ λ1 is equal to എന്ത് കിട്ടും, λ1 is equal to 1/r കിട്ടും. ഇവിടെയാണെങ്കിൽ λ2 is equal to 4/r കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, λ1/λ2 എന്നുള്ള റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, അതായത് ബാമർ സീരീസിന്റെയും ലൈമൺ സീരീസിന്റെയും തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ യെസ്, അപ്പൊ λ1/λ2 λ1/λ2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1/r ഡിവൈഡഡ് ബൈ 4/r, 6 കട്ട് ചെയ്ത് കളയും. ഓക്കെ ഓക്കെ, ദാറ്റ് ഇസ് 1/4 is the right answer. 1/4 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ റേഷ്യോ വരും. 1/4 is the, അല്ലെങ്കിൽ അല്ല, നേരെ നമ്മൾ തിരിച്ചിടൂലോ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബാമർ സീരീസ് ആൻഡ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ലൈമൺസ്. ബാമർ ടു ലൈമൺ ആണ്. ഓക്കെ, ബാമർ ടു ലൈമൺ ആണ് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ബാമർ ടു ലൈമൺ ആണ്, ദാറ്റ് ഇസ് λ2 to λ1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ഓക്കെ, ദാറ്റ് ഇസ് 4/r ഡിവൈഡഡ് ബൈ 1/r, 6 കട്ട് ചെയ്ത് പോയിട്ട് 4/1, ദാറ്റ് ഇസ് 4 is the 4 ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ റേഷ്യോ വരിക. Okay, that is option C. Option C, 4 is the right answer. Ready? Clear? Okay ആണ്, സെറ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് ചെയ്യാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കി നോക്കി. ക്വസ്റ്റ്യൻ എന്താ പറയണേ, തെർമോഡൈനാമിക് പ്രോസസ് ആർ ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം. അപ്പൊ ഇതിൽ ഏതൊക്കെ പ്രോസസ്സുകളാണെന്നുള്ളത് പറയാം. പ്രോസസ് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അല്ലെ, ഇത് ഏതായിരിക്കും, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വോളിയം ഫിക്സഡ് ആണ്, പ്രഷറിൽ ചേഞ്ച് വരുന്നുണ്ട്. വോളിയം ഫിക്സഡ് ആണ് എന്നുണ്ടെങ്കിൽ വോളിയത്തിൽ ചേഞ്ച് വരുന്നില്ല, വോളിയം അതേ വാല്യൂ തന്നെയാണ് നിൽക്കുന്നല്ലോ. അപ്പോൾ വോളിയം അതേ സെയിം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഐസോകോറിക് പ്രോസസ് ആണ്, ഐസോകോറിക് പ്രോസസ്. പ്രോസസ് 1 to C, പ്രോസസ് 1 C ആണ്, അല്ലെങ്കിൽ പി സിനോട് ജോയിൻ ചെയ്യുന്നത് ഏതാണ്, അപ്പൊ ഈ ബിയോ സിയോ ഇതിലത്തെ ഏതെങ്കിലും ആയിരിക്കും വരും. ബാക്കിയുള്ളവർ നോക്കുക. പ്രോസസ് 2 എന്ന് പറയുന്നത് ദിസ് വൺ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേഗം ഒരു സാധനം കൂടി കിട്ടും, ഈ പ്രോസസ് 4 കൂടെ നോക്കിയാൽ മതി. പ്രോസസ് 4 ഏതാ, ഇറ്റ് ഈസ് ഐസോബാറിക്. അവിടെ പ്രഷർ ചേഞ്ച് ചെയ്യുന്നില്ല, പ്രഷർ ഫിക്സഡ് ആണ്, പക്ഷെ വോളിയം ചേഞ്ചിങ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പ്രഷർ ഫിക്സഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഐസോബാറിക് അല്ലെ. അപ്പൊ ഐസോബാറിക് വരുന്നത് പ്രോസസ് 4 ഐസോബാറിക് അല്ലെ. പ്രോസസ് 4 ബി, അതായത് എസ് ബിയിലേക്ക് വരുന്നത് ഏതാണെന്ന് നോക്കുക, എസ് ബിയിലേക്ക് വരുന്നത് ഏതാണെന്ന് നോക്കുക. അപ്പൊ തന്നെ ആൻസർ കിട്ടി, ബാക്കി രണ്ടുള്ള സംഗതികൾ ഒന്ന് ഐസോതെർമലും ഒന്ന് അഡയാബാറ്റിക് ആയിരിക്കും. നല്ലോണം ഇങ്ങനെ താഴേക്ക് വരുന്നത് ഇറ്റ് ഈസ് അഡയാബാറ്റിക്, അല്ലാണ്ട് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ തന്നെ പോകുന്നത് ഇറ്റ് ഈസ് ഐസോതെർമൽ. അപ്പൊ 3 ഐസോതെർമൽ ആണ് ആൻഡ് പ്രോസസ് 2 അഡയാബാറ്റിക്കും ആണ്. ഓക്കെ ഓക്കെ യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാടാ, ഓപ്ഷൻ ബി ട്ടാ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ഓക്കെ, റെഡി, ക്ലിയർ, യെസ്. ബാക്കിയുള്ളത് കൂടെ പറഞ്ഞുതരാം. പ്രോസസ് 2 is adiabatic and process 3 is isothermal. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി ബാക്കി സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ആക്ച്വലി ചെയ്യാം. സോ അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞ് ബ്രേക്ക് എടുത്തിട്ട് വരിക. അപ്പൊ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. ഓക്കെ.
ഓക്കെ റെഡി? ഓക്കെ റെഡി. then അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വേഗം നോക്കുക കേട്ടോ. ഓക്കെ യെസ്. വിത്ത് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. സെന്റർ ഓഫ് മാസ് ഓഫ് ബോഡി ഓൾവേസ് coincides with the center of gravity of the body. Center of mass of body is a point at which the total gravitational torque on the body is 0. A coupled body produces both translational and rotational motion in a body, and the mechanical advantage is greater than one means that small effort can be used to lift a large load. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യണു. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ വെറുതെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഹോംവർക്ക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ കുറച്ചധികം ഹോംവർക്ക്സ് ഒപ്പം തരുന്നുണ്ടായിരിക്കും. അപ്പൊ അത് നിങ്ങൾ ഒപ്പം നോക്കി നോക്കി പോകണം കേട്ടോ. ഓക്കെ, then next question നോക്കിക്കോളൂ. If the x and y coordinate of the particle any time are x is equal to 5t minus 2t square and y is equal to 10t respectively, where x and y are in meters and t in seconds, the acceleration of the particle at t is equal to 2 seconds is. Acceleration of the particle, particle acceleration ആണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് നോക്കാം. നിങ്ങൾക്കറിയാം വെലോസിറ്റി v is equal to എന്താ വരിക, ദാറ്റ് ഈസ് dx by dt ആണ് അല്ലെ. അല്ലെങ്കിൽ ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് കമ്പോണന്റ് ആൻഡ് എക്സ് ആക്സിസും y ആക്സിസും തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് കോർഡിനേറ്റും y കോർഡിനേറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പോൾ vx is equal to എന്താ വരിക, which is equal to dx by dt ആണ്, which is equal to എന്ത് വരും, d by dt of 5t minus 2t square എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ യെസ്, അതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് 5 minus 10t എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ 5t minus 4t എന്ന് പറഞ്ഞിട്ട് കിട്ടും. 5 minus 4t എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് vy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക, vy is equal to dy by dt ചെയ്യുക, dy by dt ചെയ്യുക. dy by dt is equal to എന്താ വരിക, 10t എന്ന് മാത്രമേ ഉള്ളൂ, ദാറ്റ് is equal to 10. ഓക്കെ, അപ്പൊ അത്രയും 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വി എക്സും വി വൈയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കിട്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എ എക്സും എ വൈയും കിട്ടും. എന്നിട്ട് അത് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ള ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ യെസ്, അപ്പൊ എ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, എ എക്സ് ഇസ് ഈക്വൽ ടു ഡി വി എക്സ് ബൈ ഡി ടി ആണ്, അല്ലെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് വി എക്സ് വരും. ദാറ്റ് ഈസ് 5 minus 14ന്റെ നമ്മൾ ഡിഫറൻഷ്യൽ എടുക്കുന്ന സമയത്ത് വിച്ച് ഗോട്ട് -4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് എ വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എന്താ വരിക, 0 ആണ്, കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ എടുക്കുന്ന സമയത്ത് വി ഗോട്ട് 0. ഓക്കെ, ദെൻ ടോട്ടൽ ആയിട്ടുള്ള ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക, റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ചെയ്യുക കേട്ടോ. യെസ്, ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് റൂട്ട് 4 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 4 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്ത് വരിക, യെസ് അവിടെ ഉണ്ടാവുന്ന ആക്സിലറേഷൻ കിട്ടാം. ഓക്കെ ഓക്കെ യെസ്, ദെർഫോർ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ആണ്, ഓക്കെ ആണ്, റെഡി? യെസ്, അത്രയും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The ratio of the resolving powers of an option of microscope for two wavelength lambda 1 is equal to 4000 Armstrong and lambda 2 is equal to 6000 Armstrongs. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കണ്ടുപിടിക്കുന്നത്, റിസോൾവിംഗ് പവേഴ്സ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ റിസോൾവിംഗ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. റിസോൾവിംഗ് പവർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വേവ് ലെങ്ത് അല്ലെ. റിസോൾവിംഗ് പവർ എന്ന് പറയുന്നത് വേവ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ റിസോൾവിംഗ് പവറിന്റെ റേഷ്യോ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ള വേവ് ലെങ്ത്തുകളുടെ രണ്ടെണ്ണത്തിനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇട്ട് കൊടുത്താൽ മതി അല്ലെ. ദാറ്റ് ഈസ് RP1, അതായത് റിസോൾവിംഗ് പവർ ഓഫ് ഫസ്റ്റ് വൺ ഡിവൈഡ് ബൈ റിസോൾവിംഗ് പവർ ഓഫ് സെക്കൻഡ് വൺ ഇസ് ഈക്വൽ ടു lambda 2 by lambda 1 ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് 6000 ഡിവൈഡഡ് ബൈ 4000 ചെയ്യുക. 6000 ഡിവൈഡഡ് ബൈ 4000 ചെയ്യുക. ദാറ്റ് ഈസ് 6/4 വിച്ച് ഇസ് ഈക്വൽ ടു 3/2. ഓക്കെ, റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 3:2 അല്ലെങ്കിൽ 3/2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി 3:2 ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഗിവൺ ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ഇസ് ഇക്വാലന്റ് ടു, ഇത് എന്തിന് ഇക്വാലന്റ് ആയിട്ടുള്ള സർക്യൂട്ട് ആണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എയും ബിയും ആണ്. എയും ബിയും കൂടെ നമ്മൾ നോർ ചെയ്തു. അപ്പോൾ എ പ്ലസ് ബി ഹോൾ ബാർ ആണ് ഇവിടുത്തെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇറ്റ് ഈസ് എ പ്ലസ് ബി ഹോൾ ബാർ ആണെന്നുള്ളത് കിട്ടും. അത് രണ്ടും കൂടെ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് എഗെയിൻ അതിന് എന്ത് ചെയ്യണു, വീണ്ടും നോട്ട് എടുക്കുകയാണ്. അതിൻ്റെ തന്നെ വീണ്ടും നോട്ട് എടുക്കുകയാണ്, മീൻസ് നോർ എടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ആ നോർ എടുത്തതിന് വീണ്ടും എന്ത് ചെയ്യണു, നമ്മൾ വീണ്ടും അതിനെ നോട്ട് എടുക്കണു കേട്ടോ. ദാറ്റ് ഈസ് എ പ്ലസ് ബി ഹോൾ ബാർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഹോൾ ബാർ ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിന് വീണ്ടും എന്ത് ചെയ്യണം, ബാർ എടുക്കുകയാണ്. അതിന് വീണ്ടും ബാർ എടുക്കുകയാണ്. എഗെയിൻ അതിന് വീണ്ടും എന്ത് ചെയ്യണു, എ പ്ലസ് ബി ചെയ്യണു. അതിന് വീണ്ടും ഹോൾ ബാർ എടുക്കണു. വീണ്ടും അതിനൊന്നുകൂടെ ഹോൾ ബാർ എടുക്കുകയാണ് ചെയ്യണം. അപ്പം 3 times ആണ് നമ്മൾ ബാർ എടുക്കണേ കേട്ടോ. യെസ്, അപ്പം എ പ്ലസ് ബി ഹോൾ ബാർ. ഓക്കെ, അപ്പോൾ ആദ്യം ബാർ എടുത്തു. അപ്പോൾ എ പ്ലസ് ബി തന്നെ കിട്ടി. എ പ്ലസ് ബിനെ വീണ്ടും ഹോൾ ബാർ എടുക്കുന്ന സമയത്ത് എ പ്ലസ് ബി ഹോൾ ബാർ തന്നെ കിട്ടുന്നു. എ പ്ലസ് ബി ഹോൾ ബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവം, വിച്ച് ഇസ് ദ നോർ ഗേറ്റ്. അത് നോർ ഗേറ്റിനോട് സിമിലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. റെഡി സെറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, in an electromagnetic wave in free space, the root mean square value of the electric field ERMS is equal to 6 watt per meter ആണ് പീക്ക് വാല്യൂ ഓഫ് ദി മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പീക്ക് വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ERMS എന്ന് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, E0 കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അതിൽ നിന്ന് നമുക്ക് നേരെ എന്ത് ചെയ്യാം, E0 by B0 ആണ് സി എന്ന് പറയുന്നത്. സോ അതൊന്ന് B0 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, E0 by C ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, therefore E0 is equal to ERMS divided by √2 ആണ്. ഓക്കെ, ദാറ്റ് ഇസ് 6 by √2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, C is equal to E0 by B0. therefore B0 is equal to E0 by C എന്ന് പറഞ്ഞിട്ട് കിട്ടും. that is 6 by √2 divided by 3 into 10 raised to 8. Okay, that is 6 by 3 √2. 6 by 3 √2 into 10 raised to 8 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അതിന് വീണ്ടും നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണ സമയത്ത് 2.83 into 10 raised to -8 അല്ല, 6 by 3 √2 എന്ന് പറഞ്ഞിട്ടായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. into 10 raised to -8 വരും. that is 2 by √2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. √2 into 10 raised to ചെയ്യാം. ഓക്കെ, 6 by 3 √2 into 10 raised to 8 എന്ന് പറഞ്ഞിട്ടായിരിക്കും വാല്യൂ വന്നിട്ടുണ്ടായിരിക്കുക. 6 by 3 √2 into 10 raised to -8. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 2.83 into 10 raised to -8 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. therefore ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, അത്രയേ ഉള്ളൂ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. The diagram below shows the regions of equipotential in the regions ആണ് തന്നിട്ടുള്ളത്. The positive charge is moved from A to B in the each diagram. ഓരോ ഡയഗ്രത്തിൽ നമ്മൾ പോസിറ്റീവ് ചാർജ് ഫ്രം റീജിയൻ എ ടു റീജിയൻ ബിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. നമുക്ക് ഓപ്ഷൻ തന്നിരിക്കണം മാക്സിമം വർക്ക് ഈസ് റിക്വയർഡ് ടു മൂവ് Q in figure C and in all the 4 cases work done is same. Minimum work is required to move Q in figure A and the maximum work is required to move Q in figure B. അപ്പോൾ വർക്ക് ഡൺ ആണ് ആക്ച്വലി ഏതിലായിരിക്കും വർക്ക് ഡൺ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 40 വോൾട്ടിൽ നിന്നും 20 വോൾട്ടിൽ നിന്ന് 40 വോൾട്ടിലേക്ക് കൊണ്ടുപോകണം. സോ അവിടെ ഇന്ന് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 20 വോൾട്ട് വരും. ഓക്കെ, സോറി 30 വോൾട്ട് വരും അല്ലേ, 30 വോൾട്ട് വരും. അപ്പോൾ നമ്മൾ 10 വോൾട്ടിൽ നിന്ന് 40 വോൾട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. 10 വോൾട്ടിൽ നിന്ന് 40 വോൾട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇസ് 10 വോൾട്ടിൽ നിന്ന് 40 വോൾട്ടിലേക്ക് വരുന്ന സമയത്ത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇസ് 30 വോൾട്ട് ആണ് വരിക. ഇവിടെയാണെങ്കിലോ ഇവിടെയും 10 വോൾട്ടിൽ നിന്ന് 40 വോൾട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇസ് 30 വോൾട്ട് വരും. ഇവിടെയും 10 വോൾട്ടിൽ നിന്ന് 30 വോൾട്ടിലേക്കാണ് വരുന്നത്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇസ് 30 വോൾട്ട് വരും. ഇവിടെയും 10 വോൾട്ടിൽ നിന്ന് 40 വോൾട്ടിലേക്കാണ്. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇസ് 30 വോൾട്ട് വരും. സോ എല്ലാ കേസിലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. സോ അതുകൊണ്ട് തന്നെ in all the 4 cases the work done is same. എല്ലാ 4 കേസസിലും വർക്ക് ഡൺ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. therefore ഓപ്ഷൻ ബി is the right answer. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ ആണ്, സെറ്റ് ആണല്ലോ, റെഡി. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയണേന്നുള്ളത് നോക്കി നോക്കുക.
യെസ്. A particle moves from ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കി നോക്കൂ, ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. ഹൗ മച്ച് വർക്ക് ഹാസ് ബി ഡൺ ബൈ ദ ഫോഴ്സ്. ഇവിടെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ചെയ്യാം. പാർട്ടിക്കൽ മൂവ്സ് ഫ്രം പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്, ഫ്രം ദിസ് പോയിന്റ് ടു അനദർ പോയിന്റിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഫോഴ്സ് ഇസ് ഓൾസോ ഗിവൺ. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് വർക്ക് ഹാസ് ടു ബി ഡൺ ബൈ ദ ഫോഴ്സ്. അതൊന്ന് തന്നെ ചെയ്ത് നോക്കിയാൽ വേഗം തന്നെ. നമ്മൾ കുറേ ക്വസ്റ്റൻസ് ആയിട്ട് ചെയ്യണു. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് അറിയണം. സോ അതുകൊണ്ട് നിങ്ങൾ വേഗം നോക്കാം, വേഗം നോക്കാം കേട്ടോ. ചെയ്യാൻ പറ്റുന്നുണ്ടോ ഒന്ന് വേഗം ട്രൈ ചെയ്തോളൂ. ഓക്കെ, ഒന്നുമില്ല. വർക്ക് ഡൺ ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടല്ലോ. യെസ്, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എഫ് ഡോട്ട് ഡി ആണ് വരിക. സോ എഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4i ക്യാപ് മൈനസ് പ്ലസ് 3j ക്യാപ് അല്ലേ? പ്ലസ് 3j ക്യാപ് ആണ്. ഡോട്ട് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫ്രം ദിസ് റീജിയൻ ടു അനദർ റീജിയനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ഈക്വൽ ടു R2 മൈനസ് R1 ആണ് വരിക. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? 2 മൈനസ് 4 minus 2i cap മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 0 minus 2i cap, that is 2i cap പ്ലസ് 4j cap മൈനസ് 5j cap വരും. അപ്പോൾ 4j cap മൈനസ് 5j cap മൈനസ് j cap വരും, പ്ലസ് 3k cap വരും അല്ലേ? യെസ്. അപ്പോൾ 2i cap മൈനസ് j cap പ്ലസ് 3k cap ഇങ്ങനെയായിരിക്കും വരിക. സിംപ്ലി ഡോട്ട് ചെയ്താൽ മതി, വേഗം ചെയ്തോളൂ. ഓക്കെ, അപ്പൊ 2 into 4 which is equal to 8 ആണ്, മൈനസ് 3 അല്ലെ? പ്ലസ് കെന്റെ ടേമിൽ ഇപ്പുറത്ത് ആരും ഇല്ല, അതുകൊണ്ട് 0 ആയിരിക്കും. അപ്പൊ 3 into 0 that is 0 ആയിട്ട് പോകും. 8 minus 3 that is equal to 5. So 5 joule is the right answer. 5 joule ആയിരിക്കും നമ്മുടെ വർക്ക് ഡൺ വരിക. ഓക്കെ, സിമ്പിൾ. ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. Okay, then next question നോക്കുക. The second overtone of an open organ pipe has the same frequency as the first overtone of the closed pipe. The length of the open pipe will be. അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കണ്ടീഷൻ തന്നിട്ടുണ്ട്, അത് വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കണം? ലെങ്ത് ഓഫ് ദി ഓപ്പൺ പൈപ്പ് കണ്ടുപിടിക്കണം. സോ ഇതും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതും നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. കാരണം ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ഒന്നുമില്ല, ഇക്വേഷൻ അറിയാം. F0 ക്ലോസ്ഡ് പൈപ്പിന്റെയും ഓപ്പൺ പൈപ്പിന്റെയും നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കേസ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യുക, ദെൻ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് നേരെ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസിലി സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇത് എന്തായാലും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. മിസ് മാറി നിൽക്കാം, നിങ്ങൾ വേഗം ക്വസ്റ്റ്യൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ, എന്നിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. യെസ്. An electric dipole is placed at an angle of 30 degree with the electric field intensity 2 into 10 raised to 5 Newton per coulomb. It experiences a torque which is equal to 4 Newton meter. Then the charge on the dipole, if the length of the dipole is 2 centimeters. Charge on the dipole Q ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചാർജ് on the dipole Q കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെയും എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ടോർക്ക് is equal to P sin theta ആണ് അല്ലെ? ടോർക്ക് ടോ is equal to P E sin theta ആണ്. P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to 2AQ ആണ്. 2AQ into E sin theta ആയിരിക്കും വരിക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കുന്നത് Q ആണ്. Q is equal to torque divided by 2A into E sin theta എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, എന്നിട്ട് തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to ഇവിടെ 30 ഡിഗ്രി ആണ്. ഗിവൺ ആയിട്ടുള്ള ഓരോ സാധനങ്ങളും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which is equal to 30 ഡിഗ്രി. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 2 into 10 raised to 5 ആണ്. And torque tau is equal to 4 ആണ്. Okay, and if the dipole length 2A എന്ന് പറയുന്നത് that is 2 centimeter ആണ് അല്ലെ? 2 centimeter which is equal to 2 into 10 raised to minus 2 meter ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് given ആണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, യെസ്. ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ Q is equal to ചാർജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. Q is equal to 4 divided by 2 into 10 raised to minus 2 into 2 into 10 raised to 5 into sin 30 degrees 1/2 ആണ്. അപ്പോൾ 2 കട്ട് ചെയ്ത് പോയി. ഇവിടെ ഉണ്ടാവുന്ന 2
4ൽ 2 ടൈംസ് മുകളിലേക്ക് വരും. സോ 2 ഡിവൈഡഡ് ബൈ 10⁵ ഉം 10⁻² ചേർന്ന് കഴിഞ്ഞാൽ 10⁻³ ആവും. 10⁻³ മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 10 ഇൻറ്റു 10⁻³ 2 ഇൻറ്റു 10⁻³ കൊളോം എന്ന് പറയുന്നതായിരിക്കും അവിടെ ഉണ്ടാകുന്ന ചാർജ് വരിക. 2 ഇൻറ്റു 10⁻³ എന്ന് പറഞ്ഞാൽ 2 മില്ലി കൊളോം അല്ലേ, എം ആയിരിക്കും, സ്മോൾ എം കൊളോം. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി ക്ലിയർ? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോളൂ. A filament bulb is to be used in a 230-volt main supply when a resistance R is connected in series. It works perfectly and the bulb consumes 500 watts. The value of R is. R ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഹിയർ ഓൾസോ നമ്മൾ എന്ത് ചെയ്യുക, ഗിവൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് എഴുതി കൊടുക്കുക, എന്നിട്ട് നമുക്ക് സുഖമായിട്ട് ചെയ്ത് വെക്കാം. ഇവിടെ കറണ്ട് I is equal to നിങ്ങൾക്ക് അറിയാം എന്താണ്, I is equal to പവർ ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടാവുന്ന വോൾട്ടേജ് ചെയ്താൽ മതി അല്ലേ. അപ്പൊ ഫിലമെന്റ് ബൾബിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുന്ന പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് ചെയ്യുക. 500 ഡിവൈഡഡ് ബൈ 100 ആണ്. സോ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക, 5 ആംപിയർ ആയിരിക്കും വരിക. ആൻഡ് അത് നമ്മൾ എന്തിലേക്ക് സപ്ലൈ ചെയ്തു, 230 വോൾട്ട് മെയിൻ സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ടോട്ടൽ ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെ, റെസിസ്റ്ററിലൂടെ ഉണ്ടാകുന്ന വോൾട്ടേജ് കിട്ടണമെങ്കിൽ നമ്മൾ ടോട്ടലി പോകുന്ന വോൾട്ടേജ് മൈനസ് ബൾബ് എത്രത്തോളം വോൾട്ടേജിന് അവിടേക്ക് എടുക്കുന്നു, എത്രത്തോളം കൺസ്യൂം ചെയ്യണു, അത് വെച്ചിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടും, അവിടെ ഉണ്ടാവുന്ന റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് കിട്ടും. അപ്പൊ റെസിസ്റ്റൻസിലൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R is equal to എന്തായിരിക്കും വരിക, പെർഫെക്റ്റ്ലി ബൾബ് കൺസ്യൂംസ് വാല്യൂ ഓഫ് R ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഇസ് V ടോട്ടൽ മൈനസ് V ബൾബ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. ദാറ്റ് ഇസ് 230 മൈനസ് 230 ആണ് ടോട്ടൽ ആയിട്ട് പോകുന്നത്. ആൻഡ് ബൾബ് കൺസ്യൂം ചെയ്യുന്ന വോൾട്ടേജ് 100 ആണ്. So 230 minus 230, that is 230 minus 100 which is equal to 130 വോൾട്ടേജ് ആയിരിക്കും നമ്മുടെ റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്ററിലൂടെ വന്ന വോൾട്ടേജും കറണ്ടും കിട്ടി. V is equal to IR ആണ്. സോ R is equal to V by I ആയിരിക്കും. VR divided by IR ആയിരിക്കും വരിക അല്ലേ. VR is equal to 130 divided by 5 ആയിരിക്കും അല്ലേ 130 divided by 5 ആയിരിക്കും വരിക. സോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വി ഗോട്ട് 26 ഓം അല്ലേ, 26 ഓം ആയിരിക്കും അവിടെ റെസിസ്റ്റൻസിന്റെ വാല്യൂ വരിക കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. റെഡി സെറ്റ് യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A long wire carrying a steady current is bent into circular loop of 1 turn. ഒരു ടേൺ ഉള്ള ലൂപ്പ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ആൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൂപ്പ്, ലൂപ്പിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് B ആണ്. ആൻഡ് ഈസ് ദെൻ ബെൻഡ് ഇൻടു സർക്കുലർ കോയിൽ ഓഫ് n ടേൺസ്. നമ്മൾ n ടേൺസ് ആക്കിയിട്ട് മാറ്റി, നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറും, മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദിസ് കോയിൽ ഓഫ് n ടേൺസ് വിൽ ബി അല്ലെ. നമ്മൾ നമ്പർ ഓഫ് ടേൺസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയുള്ള റിലേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ ദെൻ സെന്റർ ഓഫ് ദി കോയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ n സ്ക്വയർ ടൈംസ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ആയിരിക്കും വരിക. ദാറ്റ് ഇസ് n സ്ക്വയർ B ആയിരിക്കും വരിക അല്ലെ. B ഡാഷ് എന്ന് പറഞ്ഞിട്ട് വിച്ച് ഇസ് ഈക്വൽ ടു n സ്ക്വയർ B ആയിരിക്കും എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെർഫോർ അത് നേരിട്ട് അങ്ങോട്ട് ഇക്വേഷനിൽ നിങ്ങൾക്ക് അറിയാം, ഇക്വേഷനിൽ നിന്ന് തന്നെ നേരിട്ട് അങ്ങോട്ട് ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ദെർഫോർ ഓപ്ഷൻ B n സ്ക്വയർ B ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ റെഡി യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, an electron is moving in a circular path under the circular path ആണ്, സർക്കിൾ അടിച്ചിട്ടാണ് പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. B is equal to 3.57 into 10⁻⁻² ടെസ്ലയാണ്. ആൻഡ് ദ വാല്യൂ ഓഫ് E by M അല്ലെങ്കിൽ ചാർജ് ബൈ എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാ, 1.76 into 10⁻11 ആണ്. ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദി റെവല്യൂഷൻ ഓഫ് ദി ഇലക്ട്രോൺ, ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ F is equal to QB by 2πm ആണ്. F is equal to QB by 2πm എന്ന് പറയുന്നതാണ് നമ്മുടെ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ. അപ്പൊ അതിൽ Q by M ന്റെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് ആൻഡ് B ന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ F is equal to B എന്ന് പറയുന്നത് 3.5 into 10⁻² into Q by M എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ that is 1.7 into 76 into 1.76 into 10⁻11 അല്ലെ, 10⁻11 all divided by 2 into 3.14.
ഓക്കെ, ഇതായിരിക്കും ഫ്രീക്വൻസിന്റെ കാൽക്കുലേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇത് നിങ്ങൾ ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡിലേക്ക് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് സെറ്റാക്കി ഡിവൈഡ് ചെയ്ത് പോവുക. സോ 6.28 ഇൻറ്റു 3.5 ഇൻറ്റു 1.76 ചെയ്തിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 6.28 ഇൻറ്റു 10 റേസ് ടു ഇവിടെ പവർ എല്ലാം കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. 10⁻11 ഇൻറ്റു 10⁻2 ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് 10⁻9 ഡിവൈഡഡ് ബൈ 6.28 എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലേ. 6.8 കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 10⁻9 ഹെഡ്സ്. 10⁻9 ടേംസിലൊക്കെ വരുന്ന ഹെഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഈസ് എത്രയായിരിക്കും, ജിഗാ ഹെഡ്സ് ആണ് അല്ലേ. 10⁻9 ഹെഡ്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ജിഗാ ഹെഡ്സ്. ഇതായിരിക്കും നമ്മുടെ ഫ്രീക്വൻസി വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. The potential across the differences across resistance, capacitance and inductance are 80 volt, 40 volt and 100 volt respectively in an LCR circuit. Power factor of the circuit is. Power factor ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. Power factor സുഖമായിട്ട് കണ്ടുപിടിക്കാം because നമുക്ക് ഇവിടെ voltage across this resistor is 80 volt ആണ്. Voltage across capacitance അല്ലേ, voltage across capacitance എന്ന് പറയുന്നത് 40 volt ആണ്. വോൾട്ടേജ് അക്രോസ് ദി ഇൻഡക്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 100 വോൾട്ട് ആണ്. സോ അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? റിസൾട്ടന്റ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ ആണ്. സോ വി ആർ സ്ക്വയർ പ്ലസ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക, വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ദ റൂട്ട് ഓഫ് വി ആർ എന്ന് പറഞ്ഞാൽ എത്രയാടാ? 80 ആയിരിക്കും വരിക അല്ലെ. ദാറ്റ് ഈസ് 80ന്റെ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി എന്ന് പറഞ്ഞാൽ 100 മൈനസ് 40 ദാറ്റ് 60ന്റെ സ്ക്വയർ ആയിരിക്കും വരിക. അപ്പൊ 80 സ്ക്വയർ 60 സ്ക്വയർ 80 60 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഒരു കോമ്പിനേഷനിൽ വരുന്ന ആരാണ്? 100 ആയിരിക്കും വരിക. therefore 100 വോൾട്ട് ഇസ് ദ റിസൾട്ടന്റ് വോൾട്ടേജ്. അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ റിസൾട്ടന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 വോൾട്ട് ആയിരിക്കും വരിക. ഓക്കെ, ഇനി എന്താ ചെയ്യണ്ടേ? യെസ്, ഇവിടെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യാനായിട്ടുള്ളത് യെസ്, നമുക്ക് ഇവിടുത്തെ പവർ ഫാക്ടർ ആണ്. പവർ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ സാധാരണ R/Z എന്ന് പറഞ്ഞിട്ട് ചെയ്യില്ലേ, R/Z എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അതുപോലെ തന്നെ cos y എന്ന് പറഞ്ഞിട്ട് ചെയ്യും. അതേപോലെ തന്നെയുള്ള വേറൊരു ഇക്വേഷൻ ആണ് VR/V എന്ന് പറയുന്നത് അല്ലെ. VR അതായത് ഇരുന്ന ആറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റിസൾട്ടന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ആൻഡ് VR എത്രയാണ്? VR is 80 ഡിവൈഡഡ് ബൈ 100 വരിക. ഓക്കെ, അപ്പൊ 80 ഡിവൈഡഡ് ബൈ 100 വരും. കട്ട് ചെയ്ത് പോയി. ദാറ്റ് ഈസ് 4/5 വരും. പവർ ഫാക്ടർ ഇസ് 4/5 ആണ് കേട്ടോ. 4/5 ആണ്. 4/5 ചെയ്ത് നോക്കുക. 4/5 ചെയ്ത് കഴിഞ്ഞാൽ 0.2 സോറി 0.8 അല്ലേ, 0.8 വരും. 0.8 ആയിരിക്കും നമ്മുടെ ആൻസർ വരും. 0.8 ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി. അപ്പൊ ഇതിൽ ആകെ കൂടെ നിങ്ങൾക്ക് അറിയാനായിട്ടുള്ളത് ആ മെയിൻ ആയിട്ടുള്ള ഇക്വേഷൻ, കോസ് ഫൈന്റെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു വി ആർ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി? വി റിസൾട്ടന്റ് ചെയ്താൽ മതി. ഓക്കെ, യെസ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A 100 ohm resistance and a capacitor of 100 ohm reactance are connected in series across a 220 volt source. When the capacitor is 50% charged, the peak value of the displacement current is. നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്? പീക്ക് വാല്യൂ ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ആണ് ഇവിടെയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അത് സുഖമായിട്ട് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? ഇവിടെ ഉണ്ടാവുന്ന ആദ്യം ഇമ്പിഡൻസ് കണ്ടുപിടിക്കാം. ദെൻ IRMS ഈക്വൽ ടു VRMS ബൈ Z ചെയ്യാം. ദെൻ I0 ചെയ്യാം. അത്രേ വേണ്ടു കേട്ടോ. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് R തന്നിട്ടുണ്ട് 100 ohm ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് XC തന്നിട്ടുണ്ട് 100 ohm ആണ്. ആൻഡ് വോൾട്ടേജ് VRMS 220 വോൾട്ടേജ് ആണ്. കപ്പാസിറ്റർ 50% ചാർജ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് പീക്ക് വാല്യൂ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് I0 കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇമ്പിഡൻസ് കണ്ടുപിടിക്കുക. ഇമ്പിഡൻസ് Z is equal to root of R square plus XC square ആയിരിക്കും വരിക. റൂട്ട് R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും? 100 square plus 100 square അല്ലെ. 100 square plus 100 square വരും. 100 square plus 100 square വരും. ദാറ്റ് ഇസ് 2 root 100 എന്ന് പറഞ്ഞിട്ട് വരും അല്ലെ. 2 root
100 എന്ന് അല്ല 100 റൂട്ട് 2 എന്ന് പറഞ്ഞിട്ട് വരും. 100 റൂട്ട് 2 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പൊ സെഡിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇമ്പിഡൻസിന്റെ വാല്യൂ 100 റൂട്ട് 2 ആണ്. ദെൻ നെക്സ്റ്റ് IRMS ആണ്. IRMS is equal to VRMS by Z ആണ്. VRMS divided by Z ആണ്. That is 100 root 2 divided by sorry, VRMS എന്ന് പറയുന്നത് it is 220 ആണ് അല്ലേ. 220 divided by 100 root 2. Okay, 2.2 divided by root 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി നേരെ I0 കണ്ടുപിടിക്കുക. I0 is equal to IRMS into root 2 ആണ്. Therefore 2.2 divided by root 2 into root 2, root 2 cut ചെയ്ത് പോയിട്ട് we got 2.2 ampere. Simple. Therefore 2.2 ampere is the right answer. Option A is the right answer. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോളൂ. The energy of electromagnetic wave of the EM waves is of the order of 15 keV ആണ്. To which part of the spectrum does it belong? അല്ലെ, അപ്പൊ 15 കിലോ ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് എനർജി ഏത് ഓർഡറിലേക്കാണ് വരണേ എന്നുള്ള സാധനം നമുക്ക് കണ്ടുപിടിക്കണം. മീൻസ് അതിന് വേവ് ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്കറിയാം എനർജി കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ എനർജിന്റെ ഇക്വേഷൻ എന്താണ്? E is equal to hc/λ ആണ്. is equal to hc by lambda ആയിരിക്കും വരിക. സോ ലാംഡ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? hc by e ചെയ്യുക. hc by e ചെയ്യുക. hcന്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. 6.626 into 10 raised to minus 34 ആണ്. c എന്ന് പറഞ്ഞാൽ 3 into 10 raised to 8 ആണ്. ആൻഡ് ലാംഡന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നേരെ വാല്യൂസ് എല്ലാം ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആക്ച്വലി ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും hc എന്ന് പറഞ്ഞെങ്കിൽ 12,400 വരും. ഡിവൈഡഡ് ബൈ e എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 15 കിലോ ഇലക്ട്രോൺ വോൾട്ട് ആണ്. 50 into 10 raised to 3 ചെയ്യുക. ഓക്കെ, ഓക്കെ, റെഡി? യെസ്. അപ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാല്യൂസ് 0.827 അപ്രോക്സിമേറ്റ്ലി അത്രയും ആംസ്ട്രോങ് എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. അത് ആക്ച്വലി ഏതിന്റെ ബേസിസിലാണ് വരിക? ഇറ്റ് ഇസ് ബിലോങ്സ് ടു എക്സ്റേസ്. എക്സ്റേസ് ആയിരിക്കും വരിക കേട്ടോ. എക്സ്റേസിന്റെ ഓർഡറിലായിരിക്കും വരുന്നുണ്ടായിരിക്കുക. Therefore എക്സ്റേസ് ഈസ് ദ ഓപ്ഷൻ ബി. എക്സ്റേസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. A particle executing simple harmonic motion, its maximum acceleration is alpha. അതിന്റെ maximum acceleration alpha ആണ്. ആൻഡ് മാക്സിമം വെലോസിറ്റി ഇസ് ബീറ്റ ആണ്. ദെൻ ടൈം പീരീഡ് ഓഫ് റെവല്യൂഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മാക്സിമം വെലോസിറ്റി Vmax is equal to ഒമേഗ എ എന്ന് പറയുന്ന സംഗതിയാണ് എന്ത്? ബീറ്റ. ആൻഡ് മാക്സിമം ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ എ എന്ന് പറയുന്നതാണ് ആൽഫ. ഓക്കെ, അപ്പോൾ ഒമേഗ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ ഒമേഗ എ ചെയ്ത് കഴിഞ്ഞാൽ വി ഗോട്ട് ദറ്റ് ഇസ് ആൽഫ ബൈ ബീറ്റ ചെയ്തെങ്കിൽ വി ഗോട്ട് ദ ഒമേഗന്റെ വാല്യൂ. യെസ്, ദാറ്റ് ഇസ് ഒമേഗ ഇസ് ഈക്വൽ ടു ആൽഫ ബൈ ബീറ്റ. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ടി ഇസ് ഈക്വൽ ടു 2π ബൈ ഒമേഗയാണ്. സോ 2π ബീറ്റ ബൈ ആൽഫ. 2π ബീറ്റ ബൈ ആൽഫ എന്ന് പറയുന്നതായിരിക്കും എന്ത് വരിക? ടൈം പീരീഡ് വരിക കേട്ടോ. 2π ബീറ്റ ബൈ ആൽഫ ഇസ് ദ റൈറ്റ് ആൻസർ. 2π ബീറ്റ ബൈ ആൽഫ. യെസ്, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. റെഡി? ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക. The vectors A is equal to cos omega t I cap plus sin omega t j cap and B is equal to cos omega t by 2 I cap plus sin omega t by 2 j cap are functions of time. Then value of t at which they are orthogonal to each other. അത് രണ്ടും ഓർത്തോഗണൽ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ ഉണ്ടാകുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. തീറ്റ 90 ഡിഗ്രിയാണ്. തീറ്റ 90 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് വാല്യൂ 0 ആയിരിക്കും കിട്ടുക അല്ലെ. ദാറ്റ് ഇസ് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ദാറ്റ് ഇസ് കോസ് ഒമേഗ ടി ഐ ക്യാപ് പ്ലസ് സൈൻ ഒമേഗ ടി ജെ ക്യാപ് ഡോട്ട് വിത്ത് കോസ് ഒമേഗ ടി ബൈ 2 ഐ ക്യാപ് പ്ലസ് സൈൻ ഒമേഗ ടി ബൈ 2 ജെ ക്യാപ്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലെ. അത് 0 ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം നേരെ ഒന്നിച്ച് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ കോസ് ഒമേഗ ടി പ്ലസ് ബൈ 2 കോസ് ഒമേഗ ടി ബൈ 2 പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി ബൈ 2 മീൻസ്
sin omega t sin omega t by 2, sin omega t cos omega t by 2, sin omega t sin omega t by 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒന്നിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? വാല്യൂസ് ഒന്ന് വേഗം ഇട്ട് കൊടുത്തേടാ. ഒന്ന് വാല്യൂസ് ഒന്ന് ഇട്ട് കൊടുത്തേ. യെസ്. ഓക്കെ, ബാക്കി രണ്ട് ടേംസ് കട്ടായി പോവും. പിന്നെ എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു ആക്ച്വലി എന്തിനോട് സിമിലർ ആയിട്ട് മാറും? cos omega t by 2 sin omega t, ബാക്കിയുള്ള സംഭവം കട്ട് ചെയ്ത് പോലെ. അപ്പോൾ sin omega t by 2 എന്ന് പറയുന്ന സംഗതിക്ക് സെയിം ആയിട്ട് പോകും അല്ലെ. ബാക്കിയുള്ളത് ഐ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് ഡോട്ട് ഐ ക്യാപ്പും ഐ ക്യാപ്പ് ഡോട്ട് ജെ ക്യാപ്പും ഡോട്ട് ജെ ക്യാപ്പും മാത്രമേ അവിടെ നിൽക്കുന്നുണ്ടായിട്ടുള്ളൂ. ബാക്കിയുള്ളത് 0 ആയിട്ട് പോകും. ഓക്കെ, സോ cos omega t by 2 sin omega t by 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും, വിച്ച് ഇസ് സിമിലർ ആസ് cos of omega t minus omega t by 2 നോട് സിമിലർ ആയിരിക്കും വരിക, വിച്ച് ഇസ് ഈക്വൽ ടു 0 അല്ലെ. cos of x minus y എന്ന് പറയുന്ന സംഗതിക്ക് സിമിലർ ആയിട്ടാണ് ഉള്ളത്. ദാറ്റ് ഇസ് omega t minus omega t by 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? omega t by 2 ആണ്. ദാറ്റ് ഇസ് cos of omega t by 2 is equal to 0, which implies cos of something which is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം omega t by 2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? pi by 2 നോട് ഈക്വൽ ആയിരിക്കും അല്ലെ. 90 ഡിഗ്രി ആയിരിക്കും വരിക. therefore omega t by 2 which is equal to pi by 2 കട്ട് ചെയ്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ omega t is equal to pi എന്ന് പറഞ്ഞിട്ട് കിട്ടും അല്ലെ. omega t is equal to pi എന്ന് പറഞ്ഞിട്ട് കിട്ടും. that is t is equal to pi by omega. t is equal to pi by omega. Okay, value of t അല്ലേ ചോദിച്ചാൽ t ന്റെ വാല്യൂ is pi by omega. that is option D. option D is the right answer. option D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. Okay, ready, clear? yes. ഓക്കെ അഖിൽ, യെസ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻസ് തരാം കേട്ടോ. അതെങ്ങനെ ജോയിൻ ചെയ്യണേ എന്നുള്ളതിൻ്റെ കാര്യങ്ങളും ലോഞ്ചും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഡീറ്റെയിൽസ് തരാം. അപ്പോൾ ഏതിലേക്കാണ് നമ്പറും കാര്യങ്ങളൊക്കെ ആ സമയത്ത് തരും. അപ്പോൾ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്ത് വെക്കുക. ചാനലിലുള്ള ഇൻഫർമേഷൻസ് മീൻസ് എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻസ് വരണേ, എപ്പോഴാണ് വരണേ എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അത് നോട്ടിഫൈ ചെയ്ത് വെച്ചോളൂ. ബെല്ലൈക്കൺ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അത് നിങ്ങളെ അറിയിക്കൂ കേട്ടോ ഏതിലേക്കാണ് വേണ്ടതെന്നുള്ളത്. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A rectangular coil of length 0.12 meter and width 0.1 meter having 50 turns of wires which is suspended vertically in a uniform magnetic field of strength 0.2 Weber per meter square ആണ്. And the coil carries a current of 2 ampere and if the plane of the coil is inclined at an angle of 30 degree with the direction of the field, the torque required to keep the coil in stable equilibrium will be. ഓക്കെ, അതിന് സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ നിർത്താൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ടോർക്ക് എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയം കണ്ടീഷനിൽ കൊണ്ടുവരണമെങ്കിൽ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ജസ്റ്റ് NIAB cos θ ആണ്. അപ്പോൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ഇപ്പോൾ ടോ ഈസ് ഈക്വൽ ടു NIAB cos θ എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇതിൽ നമുക്ക് ഓരോന്നിൻ്റെ തീറ്റേൻ്റെ വാല്യൂ 30 ഡിഗ്രി ആണ്. അപ്പോൾ cos 30 എന്ന് പറയുന്നത് √3/2 ആണ്. അത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബാക്കി എന്നിൻ്റെ വാല്യൂ ഉണ്ട്, എൻ്റെ വാല്യൂ നിങ്ങൾക്ക് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് വെച്ചിട്ട് ചെയ്യാം. സോ ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? 0.1 0.12 ഇൻറ്റു 0.1 അല്ലേ? 0.12 ഇൻറ്റു 0.1 ചെയ്യുക. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ വി ഗോട്ട് 0.012. ഓക്കെ, ദെൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് 50 ആണ്. സോ 50 ഇൻറ്റു കറണ്ട് I എന്ന് പറയുന്നത് കറണ്ട് I is 2 ആംപിയർ ആണ്. ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 0.012 ആണ്. ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് ബി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എത്രയാണ്? 0.2 ആണ്. ഇൻറ്റു cos 30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു √3/2 ആണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന 2 നമുക്ക് കട്ട് ചെയ്ത് കളയാം. സോ 50 ഇൻറ്റു 50 ഇൻറ്റു 0.2 അല്ലേ? യെസ്, അപ്പോൾ 10 കിട്ടും. 10 ഇൻറ്റു 0.012 ദറ്റ് ഇസ് 0.12 ഇൻറ്റു √3. 0.12 ഇൻറ്റു √3 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ വാല്യൂ ഫോർ ടോർക്ക്. ഇപ്പോൾ 0.12 ഇൻറ്റു √3
ചെയ്യാം, വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് 0.2 അല്ലേ, 0.20 ന്യൂട്ടൺ മീറ്റർ അല്ലെ, 0.020 ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. In a series RC circuit connected to an alternating voltage source, consider two situations when a capacitor is air filled and the capacitor is mica filled. Capacitor air filled ആവുന്ന സമയത്തും mica filled ആവുന്ന സമയത്തും എന്താ സംഭവിക്കുക എന്നുള്ളത്. എയർ ഫിൽഡ് ആവുന്ന സമയത്ത് ഒരു കപ്പാസിറ്റൻസ് C ആണെന്ന് വിചാരിക്കുക, ആൻഡ് mica filled ആവുന്ന കപ്പാസിറ്റൻസ് C ഡാഷ്. ആൻഡ് നിങ്ങൾക്ക് അറിയാം ഇവിടെ നമ്മൾ ഡൈഇലക്ട്രിക് മീഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് വിൽ ഇൻക്രീസസ്, K ടൈംസ് ഇൻക്രീസ് ചെയ്യും അല്ലെ. C ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും, which is equal to K times the കപ്പാസിറ്റൻസ് C. അതായത് കപ്പാസിറ്റൻസ് ആക്ച്വലി ഇൻക്രീസ് ആവും. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ആവുന്ന സമയത്ത് എന്തൊക്കെ ചേഞ്ചസ് ആ വരിക എന്നുള്ളത് നോക്കി നോക്കാം. കപ്പാസിറ്റൻസ് ഇൻക്രീസ് ആവുന്ന സമയത്ത് ഇവിടെ എന്തായിരിക്കും, ഇവിടെ ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജസ് I ആൻഡ് വോൾട്ടേജ് അക്രോസ് എ കപ്പാസിറ്റർ ഇസ് P. കറണ്ടും വോൾട്ടേജും തന്നിട്ടുണ്ട്. വോൾട്ടേജസുകൾ എന്തൊക്കെയാണ് ചേഞ്ച് വരും, രണ്ടും സെയിം വോൾട്ടേജ് ആണോ അല്ലെങ്കിൽ ഏതിനാണ് ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അനലൈസ് ചെയ്ത് എത്തിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇപ്പോൾ കറണ്ട് കപ്പാസിറ്റർ കൂടുന്നു, കപ്പാസിറ്റർ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ റിയാക്ടൻസ് എന്താ സംഭവിക്കുക, X ഈസ് ഈക്വൽ ടു 1/C ഒമേഗയാണ്. സോ C ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ XC എന്ന് പറയുന്ന ആൾ കുറയും. XC കുറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കൂടും, കറണ്ട് കൂടി കഴിഞ്ഞാൽ വോൾട്ടേജ് കുറയും. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഓഫ് B ഇസ് ലെസ് ദാൻ വോൾട്ടേജ് ഓഫ് A എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ കണ്ടീഷൻ വരിക. വോൾട്ടേജ് ഓഫ് B ഇസ് ലെസ് ദാൻ വോൾട്ടേജ് ഓഫ് A. ഓക്കെ, അല്ലെങ്കിൽ വോൾട്ടേജ് ഓഫ് A ഇസ് ഗ്രേറ്റർ ദാൻ വോൾട്ടേജ് ഓഫ് B. ദാറ്റ് ഇസ് ഓപ്ഷൻ C. ഓപ്ഷൻ ബി, സി ഇസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. An ideal gas is compressed to half its initial volume by means of several processes. Which of the process result in maximum work done on the gas? Maximum work done ചെയ്യുന്നത് എപ്പോഴായിരിക്കും? നിങ്ങൾക്കറിയാം PV raised to gamma is equal to constant. അപ്പോൾ ഗാമ ടൈം ദ വർക്ക് ഡൺ വരുന്നത് ഏതിന്റെ കേസിലാണ്? യെസ്, അഡയാബാറ്റിക്കിന്റെ കേസിലാണ് കേട്ടോ. Therefore adiabatic is the option B is the right answer. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The potential in a region is expressed as V of x, y, z is equal to 6xy minus y plus 2yz, and the electric field at point 1,1,0 എന്തായിരിക്കും എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പൊട്ടൻഷ്യൽ in a region expressed as the electric field at the point S. ആ പോയിന്റ്, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇപ്പൊ ഇതെങ്ങനെയാ ചെയ്യാം? ഇവിടുത്തെ കേസിൽ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ E is equal to minus del V ആണ്. ദാറ്റ് ഇസ് minus dou x by minus dou V by dou x. അത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാം. ദാറ്റ് ഇസ് minus dou V by dou x, dou V by plus dou V by dou y plus dou V by dou z. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, മൈനസ് ഡെൽ വി നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ത് സംഭവിക്കുന്നുണ്ടാവുക നോക്കി നോക്കൂ. ഇവിടുത്തെ കേസിൽ എനിക്ക് എന്ത് ചെയ്യണം, EX കണ്ടുപിടിക്കണം, EY കണ്ടുപിടിക്കണം, EZ കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇലക്ട്രിക് ഫീൽഡ് EXും EYയും EZ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് നമ്മൾ വാല്യൂ എത്രയാണെന്നുള്ളത് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യം ഞാൻ ഡോ വി ബൈ ഡോ എക്സ് ചെയ്യാണ്. ഡോ വി ബൈ ഡോ എക്സ് ചെയ്യണ സമയത്ത് 6y എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഡോ വി ബൈ ഡോ വൈ ചെയ്യാണ്. ഇസ് ഈക്വൽ ടു 6x minus 1 plus 2z. ഓക്കെ, ദെൻ ഡോ വി ബൈ ഡോ സെഡ് ചെയ്യണ സമയത്ത് വി ഗോട്ട് 2y. ഓക്കെ, ഓക്കെ. ഇനി ഇതെല്ലാം എന്ത് ചെയ്യുക, ഇനി ഇതെല്ലാം നമ്മൾ നേരെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, യെസ്, നമ്മുടെ ടോട്ടലായിട്ട് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് ആക്ച്വലി അവിടെ കിട്ടും. സോ 6x minus 1 plus 2z and 6y and 2y എന്ന് പറയുന്നതായിരിക്കും ഇവിടെ EX, EY, EZ വരുന്നുണ്ടായിരിക്കാം. ആൻഡ് EX അറ്റ് പോയിന്റ് 1,1,0 അല്ലേ, പോയിന്റ് 1,1,0 EX is equal to എന്ത് വരും, 6y അല്ല, ഇറ്റ് ഇസ് ഈക്വൽ ടു 6. EY എന്ന് പറയുന്നത് എന്ത് വരും, യെസ്, 6 into 1 ദാറ്റ് ഇസ് 6 വരും, മൈനസ് 1 വരും. 6 minus 1 ദാറ്റ് ഇസ് 5 വരും. ആൻഡ് EZ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2 വരും. ഓക്കെ, അപ്പോൾ 6, 5, 2 എന്നാണ് വരിക. ദാറ്റ് ഇസ് 6i ക്യാപ് പ്ലസ് 5j ക്യാപ് പ്ലസ് 2k ക്യാപ്.
ഓക്കെ അല്ലേ? ഓക്കെ, ദാറ്റ് ഇസ് 6i cap പ്ലസ് 5j cap പ്ലസ് 2k cap. അപ്പോൾ ഓരോ കമ്പോണൻസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു, എന്നിട്ട് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ ആണ്? റെഡി? യെസ്, മൈനസ് ഡെൽ വി ആണെന്നുള്ളതുകൊണ്ട് മൈനസ് ഓഫ് ദിസ് വാല്യൂ, മൈനസ് ഓഫ് ദിസ് വാല്യൂ, ദിസ് ഇസ് ഇലക്ട്രിക് ഫീൽഡ് ഇ. ഓക്കെ, റെഡി? അത്രേ ഉള്ളൂ. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് വരും? മൈനസ് ഓഫ് 6i cap പ്ലസ് 5j cap പ്ലസ് 2 cap, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകടാ. A ball of mass 0.5 kilogram is dropped from a height of 40 meter and the ball hits the ground and rises to a height of 10 meter. Then impulse imparted to the ball during its collision. ഈ collision സമയത്ത് അതിന് ഉണ്ടാകുന്ന ഇമ്പൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ഹാവ് ഇമ്പൾസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ രണ്ട് കേസിലും ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കണം. V1 ഉം V2 കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഓരോ കേസിലും V1 ഉം V2 ഉം ഇട്ട് കൊടുക്കുക. ഓക്കെ, V1 ഇസ് ഈക്വൽ ടു ഫ്രീ ഫോൾ ആണെന്നുള്ളതുകൊണ്ട് വിച്ച് ഇസ് ഈക്വൽ ടു √2gh ആണ്. √2 ഇൻറ്റു 9.8 എടുത്തോളം പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ 9.8 ഇൻറ്റു h എന്ന് പറയുന്നത് ഫസ്റ്റത്തെ ഹൈറ്റ് എത്രയാണ്? ദാറ്റ് ഇസ് 40 ആണ്. ഓക്കെ, അപ്പോൾ √2 ഇൻറ്റു 9.8 ഇൻറ്റു 40 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ √784 കിട്ടും. ദാറ്റ് ഇസ് 28 മീറ്റർ പെർ സെക്കൻഡ് എന്നൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് വരുന്നുണ്ടായിരിക്കുക? വെലോസിറ്റി വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, യെസ്. ആൻഡ് സെക്കൻഡ് കേസിലത്തെ വെലോസിറ്റി V2 കണ്ടുപിടിക്കണമെങ്കിൽ അതും √2gh2 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഇസ് √2 ഇൻറ്റു 9.8 ഇൻറ്റു എന്ത് വരും? 40 വരും അല്ല 10 വരും അല്ലേ? 10 വരും. 10 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 14 മീറ്റർ പെർ സെക്കൻഡ്. നമുക്ക് 14 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ V1 മൈനസ് നമുക്ക് ഇമ്പൾസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റ് ആണ് m ഇൻറ്റു V2 മൈനസ് V1 ആണ്. ദാറ്റ് ഇസ് m എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 0.5 ആണ് ഇൻറ്റു 28 മൈനസ് 14 ചെയ്യുക. 0.5 ഇൻറ്റു 28 മൈനസ് 14 ചെയ്യുക. അപ്പോൾ വാല്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടുക? 0.5 ഇൻറ്റു 4 സ്ക്വയർ ചെയ്യുക. ദാറ്റ് ഇസ് 21 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഫൈനലി 21 ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാല്യൂ കിട്ടും കേട്ടോ. ഓക്കെ, യെസ്. സോ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Some appropriate units time t and position and relation of moving particle is given by t is equal to x square plus x ആണ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിളിന്റെ ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ടീന്റെ ടേമിലാണ് തന്നിരിക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റിന്റെ ടേമിൽ ദാറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. സോ dt/dx എനിക്ക് ആദ്യം കണ്ടുപിടിക്കാം. dt/dx ചെയ്ത് കഴിഞ്ഞാൽ 2x + 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതിന് നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ dx/dt ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? വെലോസിറ്റി ആണ് കിട്ടുക അല്ല? ദാറ്റ് ഇസ് 1/2x + 1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി വെലോസിറ്റിനെ നേരെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് ദ ആക്സിലറേഷൻ അല്ലേ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ ടീന്റെ ടേമിലല്ല എക്സിന്റെ ടേമിലാണ് ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് മാറ്റി എഴുതണം. എന്ത് ചെയ്താൽ മതി? ദാറ്റ് ഇസ് dv/dx ഇൻറ്റു dx/dt ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വീന്റെ എക്സ്പ്രഷൻ എക്സിന്റെ ടേമിലല്ല തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് dv/dt നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അതുകൊണ്ട് dv/dx ചെയ്യുക, എന്നിട്ട് നേരെ എന്ത് ഇട്ട് കൊടുക്കുക? dx/dt ഇട്ട് കൊടുക്കുക. ഓക്കെ, ഓക്കെ, യെസ്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആൻസർ വരിക എന്നുള്ളത് നോക്കി നോക്കുക. ദാറ്റ് ഇസ് ആക്സിലറേഷൻ a ഇസ് ഈക്വൽ ടു dv/dt എന്നുണ്ടെങ്കിൽ 1/2x + 1ന്റെ ഡിഫറൻഷ്യൽ ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഇസ് -1/2x + 1 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് ഇസ് -1/2x + 1 the whole square into എന്ത് കിട്ടും? 1/2x + 1. ഓക്കെ, ദാറ്റ് ഇസ് -1/2x + 1 ഹോൾ ക്യൂബ് എന്ന് പറയുന്നതായിരിക്കും എന്ത് വരിക? നമ്മുടെ ആക്സിലറേഷൻ വരിക. അപ്പോൾ -1/2x + 1 ഹോൾ സ്ക്വയർ. ദാറ്റ്സ് അപ്പോൾ ഓക്കെ, ഇവിടെ ഇൻറ്റു ഒരു 2 കൂടെ വരുവേ, ഇൻറ്റു 2 കൂടെ വരും കേട്ടോ. -2/2x², -2/2x + 1 the whole square into 1/2x + 1 എന്നുള്ള സംഗതിയും കൂടെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഓക്കെ, അങ്ങനെ -2/2x + 1 the whole cube എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ആൻസർ കിട്ടുക. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ.
Okay, okay, ready? Yes, then next അടുത്ത question നോക്കൂ. The radius of the Martian orbit around the sun is about 4 times the radius of the orbit of the Mercury. That is radius of Martian, which is equal to 10 times, about 4 times the radius of Earth. അല്ലെ, Mercury ആണ്. Okay, and the Martian year is 687 days, Earth days ആണ്. That is TMA എന്ന് പറയുന്നത് എത്രയായിരിക്കും? That is 687 ആണ്, അത്രയും Earth days ആണ്. Then which of the following is the length of the year on the Mercury? Length of year on the Mercury നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് അറിയുന്ന ഒരു റിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്ന് പറയുന്ന റിലേഷൻ ആണ് അറിയാം. ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് ആണ് അറിയാം. ദെർഫോർ ടി ഓഫ് Mercury divided by T of MA and whole square, okay, whole square proportional to RME divided by RMA and whole cube. ഇതാണ് റിലേഷൻ വരിക. എന്നിട്ട് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. നേരെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം നമുക്ക് TME ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. TME ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ലെങ്ത് ഓഫ് ദി ഇയർ ഓൺ ദ മെർക്കുറി ആണ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുകളിൽ എഴുതിയത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നേരെ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്. അപ്പോൾ TME ഡിവൈഡഡ് ബൈ 687 the whole square which is equal to അല്ലെങ്കിൽ proportional to RME. RME എന്നുള്ളത് ഞാൻ അതുപോലെ തന്നെ എഴുതുന്നു. ഡിവൈഡഡ് ബൈ 4 times of RME the whole cube. ഓക്കെ, അപ്പോൾ RME കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ME ഡിവൈഡഡ് ബൈ 687 whole square proportional to 1/4 into cube, that is 1/64. ഓക്കെ, എന്നിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ TME ഹോൾ സ്ക്വയർ ആണല്ലോ, അപ്പം അത് ആണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, TME ഡിവൈഡഡ് ബൈ ഒന്നുകൂടെ റേഞ്ച് ചെയ്യുക. സോ TME ഡിവൈഡഡ് ബൈ 687 എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1/√64, ദാറ്റ് ഈസ് 1/8 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ TME കിട്ടണമെങ്കിൽ 687 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. 687 ഡിവൈഡഡ് ബൈ 8 ചെയ്യാം. ഓക്കെ, ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാല്യൂ TME ഡിവൈഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 85.875, ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 88 എർത്ത് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്രോക്സിമേറ്റ്ലി 88 എർത്ത് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. Therefore option A is the right answer. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, റെഡി, ക്ലിയർ? യെസ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. A wire of resistance R is cut into 8 equal parts. അല്ലെ, നമ്മൾ റെസിസ്റ്റൻസിന് 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ടുണ്ട്. And from these 2 equivalent pieces resistance are made by adding 4 of these together in parallel. And then these two are added in series, and the net effective resistance of the combination ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഓക്കെ, ഒരു റെസിസ്റ്റൻസിൽ നിന്നും R നമ്മൾ കട്ട് ചെയ്തിട്ട് 8 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരിക്കും വരിക? R/8 ആയിട്ട് മാറും ഓരോ സിംഗിൾ പീസിന്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്നും 4 പീസ് എടുത്തിട്ട് these 2 equivalent resistance are made by adding 4 resistors together in parallel. രണ്ടും പാരലൽ ആയിട്ടുള്ള 2 സെറ്റ് ആക്കിയിട്ട് വെച്ചു. അപ്പോൾ ഫസ്റ്റ് സെറ്റിൽ ഉണ്ടാവുന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സെറ്റിൽ ഉണ്ടാവുന്ന ഇക്വാലന്റ് റെസിസ്റ്റൻസ് RP1 എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെ ഉണ്ടാവുന്ന R/N ചെയ്താൽ മതി, അല്ലേ? R/N ചെയ്താൽ മതി. ദറ്റ് ഈസ് R/4 ചെയ്താൽ മതി. ദറ്റ് ഈസ് R/8 ഇൻറ്റു 4 ചെയ്ത് കഴിഞ്ഞാൽ R/32 ചെയ്താൽ മതി. ഓക്കെ, അതേപോലെ സെക്കൻഡ് വണ്ണും ഇതേപോലെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതും എത്ര വരും? R/32 വരും. എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഈ 2 കോമ്പിനേഷൻ എടുത്തിട്ട് എഗെയിൻ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു, അല്ലേ? എഗെയിൻ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു. അങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന സീരീസ് കണക്ഷൻ്റെ റെസിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഈ രണ്ടും കൂടെ എന്ത് ചെയ്യുക? ഈ പാരലൽ ആയിട്ട് എടുത്ത് 2 കോമ്പിനേഷൻ കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് R/32 പ്ലസ് R/32, ദാറ്റ് ഇസ് 2R/32 വിച്ച് ഇസ് ഈക്വൽ ടു R/16. R/16 വരും. ഓക്കെ, therefore ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കും. റെഡി?
യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. A photon and an electron have the same energy. ഫോട്ടോണും ഇലക്ട്രോണും ഒരേ എനർജിയാണ്. The ratio lambda photon to lambda electron of the de Broglie wavelength is. അതിന്റെ de Broglie wavelengthകൾ തമ്മിൽ ഉണ്ടാകുന്ന റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഫോട്ടോണും ഇലക്ട്രോണും ആണ് സെയിം എനർജി ആണ്. ലാംഡ ഫോട്ടോൺ ടു ലാംഡ ഇലക്ട്രോൺ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലെ. അപ്പൊ ലാംഡ ഫോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലാംഡ ഫോട്ടോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം E is equal to h nu ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോണിന്റെ എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലാംഡ ഫോട്ടോണിന്റെ എനർജി കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ hc/E ചെയ്താൽ മതി അല്ലെ. കാരണം E is equal to h nu ആണ്. E is equal to hc/λ ആണ്. സോ ലാംഡ ഫോട്ടോൺ is equal to hc/E. ഓക്കെ. ലാംഡ ഓഫ് ഇലക്ട്രോൺ കിട്ടണമെങ്കിൽ h/p ആണ്. ദാറ്റ് ഇസ് h/√2me ആണ്. ഓക്കെ. എന്നിട്ട് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? റേഷ്യോ എടുക്കണം കേട്ടോ. രണ്ട് തമ്മിൽ റേഷ്യോ എടുക്കണം. ഏതൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ്? റേഷ്യോ ഓഫ് ലാംഡ ഫോട്ടോൺ ടു ലാംഡ ഇലക്ട്രോൺ. ലാംഡ ഫോട്ടോൺ ടു ലാംഡ ഇലക്ട്രോൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. ലാംഡ ഫോട്ടോൺ ടു ലാംഡ ഇലക്ട്രോൺ ദാറ്റ് ഇസ് hc/E ഡിവൈഡഡ് ബൈ h/√2me. അപ്പൊ h കട്ട് ചെയ്ത് പോകും. ഓക്കെ. ആൻഡ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇലക്ട്രോൺ ഹാവ് ദ സെയിം എനർജി. E എന്ന് പറയുന്നത് രണ്ട് കേസിലും സെയിം ആണ്. ആൻഡ് ബാക്കിയുള്ള ടേംസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. യെസ്. അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വരിക? യെസ്. അവിടെ കട്ട് ചെയ്ത് കളയാനുള്ള സംഗതി എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുക. ആൻഡ് h കട്ട് ചെയ്ത് കളഞ്ഞു. E കട്ട് ചെയ്ത് കളയാം. √E കട്ട് ചെയ്ത് കളയാം. മുകളിൽ √E എന്ന് പറഞ്ഞിട്ട് വരും. സോ C ഇൻറ്റു √E/2m. C ഇൻറ്റു √E/2m എന്ന് പറഞ്ഞിട്ട് കിട്ടും. അല്ല, 2m/2 താഴെ ഉണ്ടാകുന്ന 2m മുകളിലേക്ക് വരുമല്ലോ. അപ്പൊ C ഇൻറ്റു √2m/E. C ഇൻറ്റു √2m/E. C ഇൻറ്റു √2m/E. C into √2m/E. That is option C. Option C is the right answer. Option C ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ. റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. The phase difference between the displacement and acceleration. ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും ആണെങ്കിൽ π/2. ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും ആണെന്നുണ്ടെങ്കിൽ എന്താ വരിക? യെസ്, π ആയിരിക്കും വരിക. ആൻഡ് ആക്സിലറേഷനും അതുപോലെ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിലും π/2. സോ അങ്ങനെയാണെങ്കിൽ π റേഡിയൻ. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A screw gauge has the least count of 0.01 millimeter ആണ്. ആൻഡ് there are 50 divisions ആണ് ഉള്ളത് in its circular scale. Then pitch of the screw gauge is. സ്ക്രൂ ഗേജിന്റെ പിച്ച് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാം. ലീസ്റ്റ് കൗണ്ടിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. ആ ഇക്വേഷനിൽ നിന്ന് നേരെ എന്ത് ചെയ്താൽ മതി? പിച്ചിന്റെ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നാൽ മതി. കാരണം ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദ സർക്കുലർ സ്കെയിൽ ആണ്. നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി സർക്കുലർ സ്കെയിൽ ആണ് ചെയ്യേണ്ടത് അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ പിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? പിച്ച് കിട്ടണമെങ്കിൽ ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ദി സർക്കുലർ സ്കെയിൽ ചെയ്യാം. ഓക്കെ. യെസ്. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 0.01 millimeter ആയിരുന്നു. അതിന് നമുക്ക് തന്നിരിക്കണ എല്ലാം മില്ലിമീറ്ററിൽ തന്നെയാണ്. ഫംഗ്ഷൻസ് അല്ലെ ആൻസേഴ്സ് എല്ലാം തന്നിരിക്കണേ എന്നുള്ളതുകൊണ്ട് മില്ലിമീറ്ററിൽ തന്നെ ഇട്ട് കൊടുത്തോളൂ, കുഴപ്പമില്ല. അപ്പൊ 0.01 into number of divisions is 50 ആണ്. ഓക്കെ. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we got the pitch of this scale. that is എന്ത് വരും? 0.01 into 50 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 0.5 അല്ലേ. അപ്പൊ 0.5 millimeter എന്ന് പറഞ്ഞിട്ട് കിട്ടും. 0.5 millimeter എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? 0.5 millimeter എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി 0.5 millimeter is the right answer. ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ. റെഡി? ക്ലിയർ? സെറ്റ് ആണ്? ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഇനി ഒരു 1 hour കൂടെ ഉണ്ടായിരിക്കും കേട്ടോടാ. ഒരു 1 hour കൂടെ നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കേ. യെസ്. Two particles of mass 5 kg and 10 kg respectively are attached to the two ends of the rigid rod of length 1 meter with negligible mass.
and the center of mass of the system for the 5 kilogram particles nearly at a distance of. Okay, ഇവിടെ center of mass ന്റെ പൊസിഷൻ വെക്ടർ ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. XCM is equal to center of mass ന്റെ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ m1x1 plus m2x2 whole divided by m1 plus m2 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യാം, m1 ഉം x1 ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 2 particles of mass 5 kilogram and 10 kilogram അല്ല. അപ്പൊ 5 into x1 എന്ന് പറയുന്നത് എത്രയാ, 0 ആണ്, പ്ലസ് m2 എന്ന് പറയുന്നത് 10 ആണ്, ഇൻറ്റു അത് എത്രത്തോളം നീക്കിയിട്ടുണ്ടടാ, എത്രത്തോളം നീക്കിയിട്ടുണ്ട്, യെസ് 1 meter ആണ് നീക്കിയിട്ടുള്ളത്. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ m1 plus m2 അല്ലേ, ദാറ്റ് ഇസ് 5 plus 10. 5 plus 10. അപ്പോൾ 10 divided by 15 ചെയ്യാം. 10 by 15 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we got 2/3. 2/3. Nearly at a distance of, അപ്പോൾ 10 into 1 divided by 15 ആണ് ചെയ്യേണ്ടത്. Therefore 2/3 എന്ന് പറയുന്നതായിരിക്കും. 2/3 ചെയ്യുക. യെസ്, അതിന് നേരെ നമുക്ക് സെന്റിമീറ്റർ ആയിട്ട് 1 meter അല്ലേ തന്നിരിക്കണം. നമുക്ക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. 2/3 നേരെ സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 67 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അത് ഇൻറ്റു 10⁻²2 ചെയ്താൽ മതി. ഇപ്പോൾ 200/3 വരും. സോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 66.67 സംതിങ് ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ യെസ്, അപ്പോൾ 66.67 ദാറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 67 സെൻറ്റിമീറ്റർ. അപ്രോക്സിമേറ്റ്ലി നമ്മൾ വാല്യൂ 0.67 കിട്ടും, ദാറ്റ് ഇസ് 67 സെൻറ്റിമീറ്റർ. 0.67 കിട്ടും, ദാറ്റ് ഇസ് 67 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ട് കിട്ടും കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ദ ഒറിജിൻ വെൻ ദ പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ വെക്ടർ ഇസ് 2 kilometer. ഓൾറെഡി നമ്മൾ പറഞ്ഞതായിരുന്നു. ദാറ്റ് ഇസ് എത്രയായിരിക്കും വരിക, -6 I cap ന്യൂട്ടൺ മീറ്റർ ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, ടോർക്കിന്റെ ഇക്വേഷൻ ടോ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി. സോ ആർ ക്രോസ് എഫ് വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് എന്താ വരിക, ആർ എന്ന് പറയുന്നത് 2k cap ക്രോസ് 3j cap എന്ന് പറയും. 2 3 6 ആണ്, ഇൻറ്റു -I cap. അങ്ങനെയാണ് -6 I cap എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 10 centimeter and a charge 3.2 into 10⁻⁻7 coulomb distributed uniformly. What is the magnitude of electric field at the point 15 centimeter from the center of the sphere? From the center of the sphere നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യണു. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്തേ. തന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് ട്രൈ ചെയ്തേ. ഇലക്ട്രിക് ഫീൽഡ് അല്ലേ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം 1/4πε0 Q/r² അല്ലേ. യെസ്, ഈസ് ഈക്വൽ ടു 1/4πε0 Q/r² ആണ്. 1/4πε0ന്റെ വാല്യൂ നിങ്ങൾക്കറിയാം 9 × 10⁻9 ആണ്. ഇൻറ്റു സി എന്ന് Q എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അവിടെ തന്നിട്ടുണ്ട് 3.2 × 10⁻⁻7 അല്ലേ. 3.2 × 10⁻⁻7 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ അവിടെ ഉണ്ടാവുന്ന ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. 15 centimeter ഫ്രം ദ സെന്റർ ഓഫ് ദി സ്പിയർ എന്നുള്ളത് തന്നിട്ടുണ്ട്. സോ 15 × 10⁻²2 15 × 10⁻²2 വാല്യൂസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഫൈനൽ ആയിട്ടുള്ള ആൻസറിലേക്ക് വേഗം എത്തിക്കുക. അപ്പം ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ വലിയ കാൽക്കുലേഷൻസ് എന്നല്ല, നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേഷൻസ് തന്നെയാണ് ഓരോന്നിനും. സിമ്പിൾ ആയിട്ട് വെട്ടി കളയാൻ പറ്റുന്ന കാൽക്കുലേഷൻസ് തന്നെയാണ് ഓരോ ക്വസ്റ്റ്യൻസിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കുക കേട്ടോ. സിമ്പിൾ കാൽക്കുലേഷൻ ആണ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12.8 × 10⁻⁴ സംതിങ് വരും. ഓക്കെ, 12.8 × 10⁻⁴ സംതിങ് വരും. എന്നിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യണം, ഒരു സാധനം കൂടെ നീക്കിയിട്ട് ഇട്ട് കൊടുക്കുക. സോ അങ്ങനെയാണെങ്കിൽ 1.28 × 10⁻⁵ 1.28 × 10⁻⁵ അല്ലേ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, 1.28 × 10⁻⁵ ന്യൂട്ടൺ പെർ കുളം, അല്ലെങ്കിൽ ന്യൂട്ടൺ കുളം ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, റെഡി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a certain region of space, the volume 0.2 m3. The electric potential is found to be 5. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, 5 volt ത്രൂ ഔട്ട് ആണ്. സോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ വോൾട്ടേജസ് 0 ആയിരിക്കും വരിക അല്ലേ. സോ അതുകൊണ്ട് ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ,
Then next is the increase in the width of the depletion region in a PN junction diode is due to. PN junction diode width increase ആവുന്നത് എന്തുകൊണ്ട് മാത്രമായിരിക്കും? It is entirely due to this reverse bias അല്ലേ? Reverse bias മാത്രം reverse bias only, that is option B is the right answer. Next question നോക്കുക. A 40 microfarad capacitor is connected to 200 volt 50 hertz AC supply. RMS value of the current in the circuit is. ഇവിടെ ഉണ്ടാകുന്ന RMS value of current ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കപ്പാസിറ്ററിന്റെ പല ക്വസ്റ്റ്യൻസും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്ക് ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നിർബന്ധമായിട്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നിർബന്ധമായിട്ട് നിങ്ങൾ ഇത് വർക്ക് ചെയ്യാം. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നുള്ളതിന് പുറമെ നിങ്ങളും ചില ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് അറിയണം. അപ്പോൾ അതുകൊണ്ട് ഇത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ഇന്ന് തന്നെ ഇരുന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈവനിങ് ക്ലാസ്സിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? തന്നിട്ടുള്ള ഇപ്പോൾ തേർഡ് ഹോംവർക്ക് ആണ്. അപ്പോൾ ഈ ഹോംവർക്കുകളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്. A light of frequency 1.5 times the threshold frequency is incident on a photosensitive material. Then what will be the photoelectric current if the frequency is halved and intensity is doubled? അല്ലേ? അപ്പൊ ആക്ച്വലി ഇവിടെ നമ്മൾ ഫ്രീക്വൻസി ആദ്യം എന്താ ചെയ്തേ? 1.5 ടൈംസ് ത്രിഷോൾഡ് ഫ്രീക്വൻസി അല്ലെ? ന്യൂ സീറോ ന്യൂ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? യെസ്, 1.5 ടൈംസ് ഓഫ് ന്യൂ സീറോ ആയിട്ടാണ് ചേഞ്ച് ആക്കിയിട്ടുള്ളത്. And is incident on a photosensitive material. What will be the photoelectric current if the frequency is halved and intensity is doubled? അല്ലെ? ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്തു? ഹാഫ് ആക്കി. ഹാഫ് ആക്കുക പറഞ്ഞാൽ 1.5/2 ടൈംസ് ഓഫ് ന്യൂ സീറോ ആക്കിയിട്ട് മാറ്റി. അപ്പൊ അവിടെ എന്ത് നടക്കില്ല? നമ്മുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ, മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ന്യൂ സീറോ എന്നുണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കുള്ളൂ. അപ്പൊ ഈ ഒരു കണ്ടീഷൻ രണ്ടാമത്തെ കേസിൽ ചേഞ്ച് വരുന്ന സമയത്ത് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടക്കില്ല. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ നടന്നില്ല അവിടെ കറണ്ട് ഉണ്ടായിരിക്കില്ല. Okay, therefore photoelectric current will be 0. Therefore option D 0 is the right answer. Option D 0 ആയിരിക്കും നമ്മുടെ correct ആയിട്ടുള്ള ആൻസർ വരിക. Okay, okay, ready, clear? Yes. Then next question നോക്കിക്കോളൂ. When a uranium isotope uranium 23992 is 23592 is bombarded with a neutron, it generates krypton 3689 and 3 neutrons and ഏതോ ഒരു ഒപ്പം വേറൊരു ന്യൂക്ലിയസും കൂടെ ഫോം ചെയ്യുന്നുണ്ടായിരിക്കും. അത് ഏത് ന്യൂക്ലിയസ് ആണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, യുറാനിയം 23592 എന്ന് പറയുന്നത് ഒരു ന്യൂട്രോണായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ക്രിപ്റ്റൺ 3689 പ്ലസ് 3 ന്യൂട്രോൺസ് പ്ലസ് വേറെ ഏതോ ഒരു ന്യൂക്ലിയസും കൂടെ കിട്ടും. അപ്പൊ അത് ഏതാന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, 92 ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡിലും അത് ബാലൻസ്ഡ് ആയിട്ട് വരണം. അപ്പൊ ഇവിടെ 36 ഉള്ളൂ. അപ്പൊ അപ്പുറത്ത് 92ന്റെ ബാക്കി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? 92 മൈനസ് 36 ചെയ്യാം. 92 മൈനസ് 36 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 56 അല്ലെ? ഇപ്പൊ 56 ആയിരിക്കണം അവിടെ ഉണ്ടാവുന്ന ആറ്റോമിക് നമ്പർ. അപ്പൊ തന്നെ നമുക്ക് ഇവിടുന്ന് ആൻസർ വേഗം ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതാൻ പറ്റും. 56 ആറ്റോമിക് നമ്പർ ഉള്ളത് ഏതാണ്? ബാരിയം ആണ്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് അവിടുന്ന് ആൻസർ കിട്ടും. ബാരിയം 56 144 is the right answer. അതാണ് നമ്മുടെ ആൻസർ വരിക എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് 144 വന്നതെന്നുള്ളതിന്റെ കണ്ടീഷൻ കൂടെ പറഞ്ഞുതരാം. അതുകൂടെ നോക്കുക. ഇവിടെ എന്ത് സംഭവിക്കണം? 235 പ്ലസ് 1 ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൊത്തം 236 വരും. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര വേണം? 89 പ്ലസ് 3 അല്ലെ? 89 പ്ലസ് 3 ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 236 മൈനസ് അപ്പുറത്തെ സൈഡിൽ എത്ര ബാക്കിയുള്ളത് ഏതാന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, മൈനസ് 92 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും 144. ഓക്കെ ഓക്കെ, അങ്ങനെയായിരിക്കും അവിടുത്തെ വാല്യൂ വരിക. അങ്ങനെയാണ് ബാരിയം 56 144 എന്ന് പറയുന്ന ന്യൂക്ലിയസ് ആണ് അപ്പുറത്ത് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണത് കേട്ടോ. ഓക്കെ, then next question നോക്കുക. Two bodies of masses 4 kg and 6 kg are tied to the ends of the massless string, and the string possesses over a pulley which is frictionless, and acceleration of the system in terms of acceleration due to gravity. In terms of acceleration due to gravity, അതിന്റെ acceleration ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ഒരു 2 mass system വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ acceleration കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാലോ. A is equal to m2 minus m1 divided by m1 plus m2 into g ആണ് അല്ലേ? A is equal to m2 minus m1 divided by m1 plus m2 into g ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ m2 മൈനസ് m1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മൈനസ് 4 വരും. 6 മൈനസ് 4 ദാറ്റ് ഇസ് 2 ആണ് വരിക. 2 ഡിവൈഡ് ബൈ 6 പ്ലസ് 4 ദാറ്റ് ഇസ് 10 വരും. ഇൻറ്റു ജി എന്ന് പറയുന്നത് യെസ് ഇൻറ്റു ജി അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക അല്ലേ? ദാറ്റ് ഇസ് എന്ത് വരും? g by 5 വരും. ഓക്കെ, g by 5 വരും. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ g by 5, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി, g by 5 ഇസ് ദ right answer.
Okay, ready, clear? Yes, അത്രയും. Then next question നോക്കുക. ഇവിടെ എന്താണ്? Which of the following graph represent the variation of resistivity at the temperature of copper? Copper എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? മെറ്റൽസിന്റെ കേസ് ആണ്. അപ്പൊ മെറ്റൽസിന്റെ കേസിൽ എന്താണ് നമ്മുടെ റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ rho is equal to m/n square tau ആണ്. m/n square tau ആണ് ഉണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് മെറ്റൽസിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ടോ കുറയുക എന്ന് പറയുന്നതാണ് സിഗ്നിഫിക്കന്റ് ആയിട്ടിരിക്കുക. അപ്പൊ ടോ കുറയും. സാധാരണ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുമ്പോൾ ജനറലി ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ n ഇൻക്രീസ് ആവും, ടോ കുറയും, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടും. അതുപോലെ റിലാക്സേഷൻ ടൈം അല്ലെങ്കിൽ സക്സസീവ് കൊളീഷൻ തമ്മിൽ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയും. അപ്പൊ ടോ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മെറ്റൽസിന്റെ കേസിൽ ഞാൻ എടുക്കുകയാണെങ്കിൽ മെറ്റൽസിൽ n ഇൻക്രീസ് ആവുക എന്ന് പറയുന്നത് ഇസ് നോട്ട് സിഗ്നിഫിക്കന്റ്. അവിടെ അത് സിഗ്നിഫിക്കന്റ് അല്ല. ഉണ്ടെങ്കിലും അത് വലിയ കാര്യത്തിൽ അതിനെ അഫക്ട് ചെയ്യുന്നില്ല. പക്ഷെ ടോ ഡിക്രീസ് ആവുക എന്ന് പറയുന്ന സംഗതിയാണ് അവിടെ അഫക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി ടോ ഡിക്രീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? ടോ ഡിക്രീസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോന്റെ വാല്യൂ എന്ത് ചെയ്യും? റോന്റെ വാല്യൂ കൂടും. ഓക്കെ, അപ്പൊ ജനറലി എന്താ സംഭവിക്കുക? മെറ്റൽസിൽ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ടോ ഡിക്രീസ് ആവും. ടോ ഡിക്രീസ് ആയി കഴിഞ്ഞാൽ റോ കൂടും അല്ലെ? റോ കൂടും. ദാറ്റ് ഇസ് ഡയറക്റ്റ് റിലേഷൻ ആയിരിക്കും. ഡയറക്റ്റ് റിലേഷൻ കാണിക്കുന്ന നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓപ്ഷൻ സി ആയിരിക്കും കേട്ടോ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? The color code of the resistance is given below. The values of resistance and tolerance respectively are. റെസിസ്റ്റൻസിന്റെ വാല്യൂ ടോളറൻസ് എത്രയായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എന്താ എഴുതുക? BB Roy of Great Britain has a very good wife. ഓക്കെ, എന്നിട്ട് നമ്മൾ വാല്യൂസ് എഴുതുക 0, 1, 2, 3, 4, 5, 6, 7, 8, 9. പിന്നെ താഴെ ഗോൾഡും സിൽവറും വരും. പിന്നെ മൾട്ടിപ്ലൈൻ്റെ വാല്യൂ 10⁻⁴, 10⁻⁴, 10⁻², 10⁻3, 10⁻⁴, 10⁻⁵, 10⁻�6, 10⁻�7, 10⁻�8, 10⁻�9. ആൻഡ് നെക്സ്റ്റ് വൺ ടോളറൻസ് വരുന്നത് ആ കൂടെ ഗോൾഡനും സിൽവറിനുമാണ്. ദാറ്റ് ഇസ് +5%, 10%. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. യെല്ലോ അല്ലേ? യെല്ലോന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ഏതാണ്? 4 ആണ്. പിന്നെ വരുന്നത് വയലറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇറ്റ് 7. പിന്നെ വരുന്നത് ബ്രൗൺ ആണ്. ബ്രൗണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇറ്റ് ഇസ് × 10⁻1 അല്ലേ? ആൻഡ് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് 5%. ടോളറൻസ് ഇസ് 5%. അപ്പോൾ 470 ohm ആൻഡ് 5% കേട്ടോ. 470 ohm, 5%. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി, ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. In Young's double slit experiment, if the separation between the coherent sources പറഞ്ഞിട്ടുണ്ടെങ്കിൽ small d അല്ലെ? Small d is halved. അതായത് അത് d/2 ആക്കിയിട്ട് മാറ്റി. And distance between the screen from the coherent sources is doubled. അത് 2 times, capital D 2 times ആക്കിയിട്ട് മാറ്റി. അങ്ങനെയാണെങ്കിൽ ബാൻഡ് വിഡ്ത്തിൽ എന്താ ചേഞ്ച് വരികയെന്ന് വെച്ചാൽ ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു ലാംഡ d by capital D ആണ് ഉണ്ടായിരിക്കുക. ദാറ്റ് ഇസ് ലാംഡ ഇൻറ്റു d/2 ഡിവൈഡഡ് ബൈ 2d എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, റെഡി? യെസ്. സോറി, ലാംഡ ക്യാപിറ്റൽ D by small d ട്ടാ. ലാംഡ ക്യാപിറ്റൽ D by small d. യെസ്. സോ അങ്ങനെയാണെങ്കിൽ ലാംഡ ഇൻറ്റു 2d ഡിവൈഡഡ് ബൈ d/2 ദാറ്റ് ഈസ് 4 times ഓഫ് ലാംഡ d by d എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഈസ് 4 times ഓഫ് ഇനീഷ്യൽ ബാൻഡ് വിഡ്ത്ത് അല്ലേ? Therefore 4 times, that is option C is the right answer. Option C ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, റെഡി, ക്ലിയർ? അടുത്ത ആൻസറിലേക്ക് പോകാലോ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാലോടാ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. യെസ്. The dimension of സ്ട്രെസ്സിന്റെ ഡയമെൻഷൻ എന്തായിരിക്കും? സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ ml T⁻⁻2 ഡിവൈഡഡ് ബൈ L² അല്ലെ? അപ്പൊ ml⁻⁻1 T⁻⁻2 ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ,
Then അടുത്ത question നോക്കൂ. In a series LCD circuit is connected to an AC voltage source. When L is removed from the circuit, phase difference between the current and voltage is pi/3. L remove ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മൾ tan phi ന്റെ ഇക്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ phase difference ന്റെ ഇക്വേഷൻ is XL minus XC divided by R ആണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ എന്ത് ചെയ്തു? phase difference between the current and voltage is pi/3. L remove ചെയ്തു. L remove ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ആര് മാത്രമേ ഉള്ളൂ? യെസ്, എക്സിയും ആറും മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാൻ ഫൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഇസ് ഈക്വൽ ടു എക്സി ബൈ ആർ വിച്ച് ഇസ് ഈക്വൽ ടു pi/3 ആണ് എന്നുള്ളത് തന്നു അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഫേസ് ഡിഫറൻസ് pi/3 ആണ്. ഫേസ് ഡിഫറൻസ് ഫൈ എന്ന് പറയുന്നത് pi/3 ആണെന്ന് തന്നു. അതായത് ടാൻ pi/3 ഇസ് ഈക്വൽ ടു എക്സി ബൈ ആർ ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അതേപോലെ നമ്മൾ എന്തിനേയും റിമൂവ് ചെയ്തു? സി റിമൂവ് ചെയ്തു. സി റിമൂവ് ചെയ്ത് സമയത്ത് പിന്നെ ആ സർക്യൂട്ടിൽ ആര് മാത്രമേ ഉള്ളൂ? എല്ലും ആറും മാത്രമേ ഉള്ളൂ. അപ്പൊ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും? ടാൻ ഫൈ ഇസ് ഈക്വൽ ടു XL ബൈ ആർ ആയിട്ട് മാറും. അവിടെയും എന്തെന്നെയാണ്? ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് pi/3 തന്നെയാണ്. ഓക്കെ, അപ്പൊ അവിടെയും ടാൻ pi/3 ചെയ്യും. ടാൻ pi/3 ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് XL ബൈ ആർ. ആൻഡ് ടാൻ pi/3ന്റെ വാല്യൂ നിങ്ങൾക്ക് അറിയാം, വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ 60 ഡിഗ്രി ആണ്. ദാറ്റ് ഇസ് √3 ആണ് അല്ലേ. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു √3 ടൈംസ് ഓഫ് ആർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇവിടെയാണെന്നുണ്ടെങ്കിലും XL ഇസ് ഈക്വൽ ടു √3 ടൈംസ് ഓഫ് ആർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് ഇസ് XL ഇസ് ഈക്വൽ ടു XC. ദാറ്റ് ഇസ് ദ സർക്യൂട്ട് ഇസ് അണ്ടർ റെസൊണൻസ് കണ്ടീഷൻ. സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിലാണുള്ളത്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പവർ ഫാക്ടർ ആണ്. റെസൊണൻസ് കണ്ടീഷനിൽ പവർ ഫാക്ടർ വിൽ ബി 1. Okay, therefore option C is the right answer. Option C ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. അപ്പോൾ XL is equal to XC എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് അണ്ടർ റെസൊണൻസ്. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, two identical point masses P and Q suspended from the two separate massless springs of spring constant K1 and K2 separately are oscillating vertically, and if their maximum speeds are the same, the ratio AQ by AP of the amplitude AQ of mass Q to the amplitude AP of the mass P is. Okay, അപ്പോൾ ഇവിടെ AQ by AP ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത് അല്ലേ. ഇത് ചെയ്യാം. നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന മാക്സിമം വെലോസിറ്റിന്റെ ഇക്വേഷൻ V is equal to omega A ആണ് അല്ലെ. V is equal to എന്താ വരിക? V is equal to omega A ആണ്. omega is equal to √K/m ആയതുകൊണ്ട് VA is equal to അല്ലെങ്കിൽ VP. P എന്ന് പറയുന്ന പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആണെന്നുണ്ടെങ്കിൽ VP is equal to √K1/m into A. P. Okay, √K1/m into AP എന്ന് പറഞ്ഞിട്ട് കിട്ടും. ആൻഡ് രണ്ടാമത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ VQ is equal to √K2/m into AQ എന്ന് പറഞ്ഞിട്ട് കിട്ടും. നമുക്ക് വേണ്ടത് AQ/AP ആണ്. which is equal to AQ/AP ആണ് വേണ്ടത്. ദാറ്റ് ഇസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് നേരെ ഇപ്പം തന്നിട്ടുള്ള സംഭവത്തിന് നേരെ എന്ത് ചെയ്യാം? രണ്ടും ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ അങ്ങനെയാണെങ്കിൽ രണ്ടും സെയിം ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. VP is equal to VQ ആണ്. ദാറ്റ് ഇസ് AP √K1/m which is equal to AQ √K2/m ആയിരിക്കും വരിക. m കട്ട് ചെയ്ത് പോയി. AQ/AP ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ AQ/AP which is equal to √K1/K2. √K1/K2. That is option D. Option D is the right answer. Option D ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, റെഡി? ഓക്കെ, ദെൻ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുത്തോളൂ. ലാസ്റ്റ് 5 മിനിറ്റ് ഒരു 5 മിനിറ്റ് കുഞ്ഞ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് വേഗം തിരിച്ചു വരാം. വേഗം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, യെസ്.
Okay, ready? Yes, welcome back. Yes, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, സെദിഖൻ പൂവൽ എന്താണ് പേര് കറക്റ്റായിട്ട് അറിയില്ല. മാം നീറ്റിൽ ഫിസിക്സ് എളുപ്പമായിരുന്നു. താങ്ക് യു സോ മച്ച് മിസ്റ്റർ ക്ലാസ്. താങ്ക് യു സോ മച്ച്. അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. കാരണം നിങ്ങൾ നമ്മൾ എഫേർട്ട് ഇടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. യെസ്, അപ്പോൾ അതേപോലെ തന്നെ നീറ്റിൻ്റെ എക്സാമും അടിപൊളിയായിട്ട് തന്നെ എഴുതാനായിട്ട് പറ്റട്ടെ. ഓക്കെ, യെസ്, അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, റെഡി. യെസ്, സോ നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. യെസ്, a pipe which is open at both ends has fundamental frequency F in air. The pipe is now dripped vertically in water column to half of its length and the fundamental frequency of the air column is now equal to. Okay, ആദ്യം ഓപ്പൺ പൈപ്പ് ആയിരുന്നു. ഓപ്പൺ പൈപ്പ് ആയിരുന്ന സമയത്ത് അതിന്റെ ഫ്രീക്വൻസി ഫണ്ടമെന്റൽ ഫ്രീക്വൻസിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എഫ് സീറോന്റെ ഇക്വേഷൻ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഇസ് ഈക്വൽ ടു v/12 ആണ്. ഇനി നമ്മൾ വാട്ടർ ഫില്ല് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അതിന്റെ ഒരു സൈഡ് ക്ലോസ് ആയിട്ട് മാറും. അപ്പോൾ ഒരു സൈഡ് ഓപ്പണും ഒരു സൈഡ് ക്ലോസും ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ക്ലോസ്ഡ് പൈപ്പ് അല്ലെ. ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ ഉണ്ടാവുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. F1 is equal to v/12 ആണ്, v/4l ആണ് വരിക അല്ലെ, v/4l ആണ് വരിക. ആൻഡ് ഓൾസോ ഇവിടെ ഉണ്ടാവുന്ന ലെങ്ത് എന്ന് പറയുന്നത് ബിക്കംസ് ഹാഫ്, അത് ഹാഫ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എഴുതുന്ന സമയത്ത് തന്നെ ഇവിടെ എന്ത് ചെയ്യുക, ഈ ക്ലോസ്ഡ് പൈപ്പിന്റെ ലെങ്ത് എന്താക്കിയിട്ട് കൊടുക്കുക, l/2 ആയിട്ട് വേണം കൊടുക്കാനായിട്ട് കേട്ടോ. l/2 ആയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അഗെയിൻ v/12 കിട്ടും. അതായത് F0 എന്ന് പറയുന്നത് ഓപ്പൺ പൈപ്പിന്റെയും ക്ലോസ്ഡ് പൈപ്പിന്റെയും ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ബിക്കം സെയിം. അത് സെയിം തന്നെ ആയിട്ടായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഇനീഷ്യലി ഉണ്ടായിരുന്ന ഫ്രീക്വൻസിനോട് ഈക്വൽ ആയിരിക്കും വരിക. ഓക്കെ, സോ എഫ് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, ദാറ്റ്ഫോർ ഓപ്ഷൻ ബി തന്നെ ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിട്ടുള്ളത്? യെസ്, the ratio of the wavelength of the light absorbed by hydrogen atom when it undergoes n is equal to 2 to n is equal to 3 and n is equal to 4 to n is equal to 6 transition respectively. Yes, അപ്പോൾ ഇവിടെയും വേവ് ലെങ്ത്തിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. 1/λ is equal to നമ്മുടെ റിഡ്ബർഗ് കോൺസ്റ്റന്റ് ഇൻറ്റു 1/n1² മൈനസ് 1/n2² ആണ് അല്ലെ. 1/λ is equal to r ഇൻറ്റു 1/n1² മൈനസ് 1/n2² ആണ്. സോ ഇവിടെ 1/n1ഉം n2ഉം ഇവിടെ രണ്ട് കേസിലും തന്നിട്ടുണ്ട്. ഇവിടെയും n1ഉം n2 തന്നിട്ടുണ്ട്. r എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ 1/λ1 എന്ന് പറയുന്നത് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/n1² മൈനസ് 1/n2² എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഇതൊന്നും ചെയ്തു. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് കുറച്ച് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ സെയിം പാറ്റേൺ തന്നെയാണ് വരിക. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇതും ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ n1 n2 എന്താ ഇക്വേഷൻ എന്നുള്ളത് മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ടൈറ്റ്ലി ബൗണ്ട് 100 turns of a coil of radius 10 cm radius current carrying a current 7 ampere, magnitude of the magnetic field at the center of the coil is magnetic field at the center of the coil, that is B is equal to mu 0 I/2r ആണ്. അപ്പോൾ n number of turns ഉണ്ടെന്നുണ്ടെങ്കിൽ n mu 0 I/2r ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ബി ഇസ് ഈക്വൽ ടു n എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 100 ആണ്, ഇൻറ്റു 4π ഇൻറ്റു 10⁻⁻⁷ ആണ് mu 0 എന്ന് പറയുന്നത്. ആൻഡ് കറണ്ട് IS എത്രയാണ്, 7 ആംപിയർ ആണ് അല്ലേ. ഇപ്പൊ 7 ആംപിയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് r എന്ന് പറയുന്നത് എത്രയാ, റേഡിയസ് ഇസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ 10 ഇൻറ്റു 10⁻⁻2 ഇട്ട് കൊടുക്കുക, 10 ഇൻറ്റു 10⁻⁻2 ഇട്ട് കൊടുക്കുക. ഓക്കെ, യെസ്. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണു, ഇവിടെ 100 ഇവിടെ 2π ഇവിടെ കട്ട് ചെയ്ത് പോയി 2π ആയിട്ട് മാറും. അപ്പോൾ 2π എന്നുള്ളതിന് ഞാൻ എന്തിട്ട് കൊടുക്കുകയാണ്, 22/7 ഇട്ട് കൊടുക്കുകയാണ്. ഇൻറ്റു ഇവിടെ 10 ഇൻറ്റു 10⁻⁻2 10⁻⁻1 ആവും. ആ 10⁻⁻1 മുകളിലേക്ക് പോകുമ്പോൾ 10⁻1 ആവും. ആ 10⁻1ഉം 100ഉം 10⁻3 10⁻3ഉം 10⁻⁻7ഉം 10⁻⁻4 അല്ലേ, 10⁻⁻4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ 7 ഇൻറ്റു ഒരു 7 കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ 7 കട്ട് ചെയ്ത് പോവും. 22 ഇൻറ്റു 2 ദാറ്റ് ഇസ് 44 വരും. ഇൻറ്റു 10⁻⁻4 ടെസ്ലയാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലാം തന്നിരിക്കുന്നത് 44 ഇൻറ്റു 10⁻⁻4 ടെസ്ലയിൽ. അപ്പോൾ അതിന് ഒന്നുകൂടെ മാറ്റി എഴുതുമ്പോൾ 4.4 ഇൻറ്റു 10⁻⁻3 ടെസ്ല ദാറ്റ് ഇസ് 4.4 small m ടെസ്ല.
വലിയ ടെസ്റ്റാണ്. ഓക്കെ, therefore ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ ഓക്കെ, സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, റെഡി ആണ്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. യെസ്, സോ ദാറ്റ് ഇസ് 4.4 small m. That is option A is the right answer. Option A ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി? യെസ്. ദെൻ നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസും അതിന്റെ സസെപ്റ്റിബിലിറ്റി വെച്ചിട്ട് ഇതുപോലെ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യാനായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന് സിമിലർ ആയിട്ടുള്ളത് ഏതാണ്? ഡയാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ സസെപ്റ്റിബിലിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? വിച്ച് ഇസ് സ്മോൾ ആൻഡ് നെഗറ്റീവ് ആണ് വേണ്ടത് കേട്ടോ. സ്മോൾ ആൻഡ് നെഗറ്റീവ് ആണ്. അപ്പൊ സ്മോൾ ആൻഡ് നെഗറ്റീവ് ഉള്ളത് യെസ് 2നോട് കറസ്പോണ്ടിങ്. അപ്പൊ 2നോട് കറസ്പോണ്ടിങ് ആയിട്ട് A2നോട് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഏതാണ്? യെസ്, ഓപ്ഷൻ സി. ഇപ്പൊ തന്നെ നമ്മൾ ആൻസർ അവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ബാക്കിയുള്ളതും കൂടെ എങ്ങനെയാന്നുള്ള സംഗതി നോക്കി നോക്കുക. ഇവിടെ ഫെറോമാഗ്നറ്റിക് ആണ്. ഫെറോമാഗ്നറ്റിക്കിന്റെ വാല്യൂ കൈന്റെ വാല്യൂ സ്ട്രോങ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഹൈ വാല്യൂ ആണ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഹൈ വാല്യൂ ലാർജ് ആൻഡ് പോസിറ്റീവ് ആയിരിക്കും കൈന്റെ വാല്യൂ വരിക. therefore മച്ച് ഗ്രേറ്റർ ദാൻ 1. ആൻഡ് പാരാമാഗ്നറ്റിക്കിന്റെ വാല്യൂ പോസിറ്റീവ് ആണ്, പക്ഷേ സ്മോളർ വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക. therefore ഒരു പെർട്ടിക്കുലർ റേഞ്ചിലാണ്, ദാറ്റ് ഇസ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എപ്സിലോൺ വരും. ആൻഡ് നോൺ മാഗ്നറ്റിക് വാല്യൂവിന്റെ സസെപ്റ്റിബിലിറ്റി 0 ആയിരിക്കും വരിക. ഓക്കെ ഓക്കെ, റെഡി റെഡി, ക്ലിയർ. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. റെഡി, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോലോ. യെസ്, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, an unpolarized light beam strikes a glass surface at Brewster's angle, then both the reflected and refracted light will be completely polarized. അല്ലേ? unpolarized ആയിട്ടുള്ള ലൈറ്റ് ഒരു ഗ്ലാസ് സർഫസിൽ വന്ന് ബ്രൂസ്റ്റേഴ്സ് ആംഗിൾ വന്ന് ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് the reflected light will be reflected light കംപ്ലീറ്റ്ലി പോളറൈസ്ഡ് ആയിട്ട് മാറും ആൻഡ് റിഫ്രാക്റ്റഡ് ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആയിട്ടാണ് മാറുള്ളൂ. സോ തന്നിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ബാക്കി എല്ലാം റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. therefore it will be complete, reflected light will be completely polarized and refracted light will be partially polarized is the right answer. Okay, ready? Yes. Then next one നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. യെസ്, ദ ലോജിക് സർക്യൂട്ട് പ്രൊവൈഡ്സ് ഔട്ട്പുട്ട് y as per the following truth table. അപ്പൊ ഇതിൽ ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്നുള്ളത് നോക്കുക. അപ്പൊ ട്രൂത്ത് ടേബിൾ കറസ്പോണ്ടിങ് ആണെന്ന് നോക്കിയാൽ നമ്മൾ ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് ഓപ്ഷൻസ് അതിൽ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്നുള്ളത് നോക്കിയാൽ മതി. ഫസ്റ്റ് വൺ എന്താണ്? ബി ഡാഷ് അല്ലേ? അപ്പൊ 0 ബി ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1ന്റെ ഓപ്പോസിറ്റ് 0, 0ന്റെ ഓപ്പോസിറ്റ് 1, 1ന്റെ ഓപ്പോസിറ്റ് 0. യെസ്, കറക്റ്റ് ബി ഡാഷ് തന്നെയാണ് തന്നിരിക്കുന്നത്. therefore ഓപ്ഷൻ എ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബി ആണോ? അല്ല. ഇത് രണ്ടും കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഇതും അല്ല, റോങ് ആണ് എന്നുള്ളത് കിട്ടും. therefore നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതായിരിക്കണം? ഓപ്ഷൻ എ ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, next question നോക്കുക. the maximum elongation of a steel wire of 1 meter length if the elastic limit of steel and Young's modulus respectively are 8 into 10 raised to 8 Newton per meter square and 2 into 10 raised to 11 Newton per meter square ആണ് എന്നുണ്ടെങ്കിൽ മാക്സിമം ഇലോങ്ങേഷൻ ഓഫ് ദ സ്റ്റീൽ വയറിന്റെ മാക്സിമം ഇലോങ്ങേഷൻ ഡെൽറ്റ എൽ ആണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ വിത്തിൻ ദി ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നിരിക്കുന്നത് സ്ട്രെസ്സിന്റെ വാല്യൂ തന്നിട്ടുണ്ട് അല്ലെ? സ്ട്രെസ്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം y is equal to എന്താ? y is equal to അല്ലെങ്കിൽ യങ്സ് മോഡുലസ് is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? y ഇൻറ്റു സ്ട്രെയിനോട് ഈക്വൽ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ? സ്ട്രെസ് ഇസ് ഈക്വൽ, y is equal to സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അവിടെയാണ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് അല്ലേ? ദാറ്റ് ഇസ് സ്ട്രെസ് ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ ലെങ്ത്. വി ഗോട്ട് ദ യങ്സ് മോഡുലസ്. സോ അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എൽ ഇടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ട്രെസ് ഇൻറ്റു ലെങ്ത് ഡിവൈഡഡ് ബൈ y ചെയ്താൽ മതി അല്ലേ? യെസ്, അപ്പോൾ ഡെൽറ്റ എൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ സ്ട്രെസ് എന്താണോ അത് ഇൻറ്റു അതിൻ്റെ ലെങ്ത് ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ചെയ്യുക. ഓക്കെ, എത്രയായിരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിക് ലിമിറ്റ് ഓഫ് സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ട്. യെസ്, 8 into 10 raised to 8 ആണ്. 8 into 10 raised to 8 ആണ്. ആൻഡ് ലെങ്ത് എന്ന് പറയുന്നത് ലെങ്ത് 1 മീറ്റർ ആണ്. 1 ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് 2 into 10 raised to 11. 2 into 10 raised to 11. അപ്പോൾ 2 8ൽ 4 ടൈംസ് ആയിട്ട് മാറും. 4 into
10�8 ഡിവൈഡ് ബൈ 10⁻11 ആണ്. 10⁻11 മുകളിലേക്ക് പോകുമ്പോൾ 10⁻11 ആയിട്ട് മാറും. അപ്പോൾ 4 × 10⁻3 4 × 10⁻3 മീറ്റർ ആയിരിക്കും നമ്മുടെ ചേഞ്ച് ഇൻ ലെങ്ത് വരിക കേട്ടോ. അപ്പോൾ 4 × 10⁻3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 മില്ലിമീറ്റർ അല്ലേ, 4 മില്ലിമീറ്റർ ആയിരിക്കും വരിക. 4 മില്ലിമീറ്റർ ആയിരിക്കും അവിടെ ഉണ്ടാവുന്ന ചേഞ്ച് വന്നിട്ടുണ്ടായിരിക്കുക. Therefore ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഓക്കെ ആണ്. യെസ്, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഓക്കെ, next question നോക്കുക. A horizontal force 10 Newton is applied to a block A as shown in the figure. The mass of this block A and B are 2 kg and 3 kg respectively. Block slide over the frictionless surface and the force exerted by the block A on block B is. Block A on block B. Block B ന്റെ മുകളിൽ ബ്ലോക്ക് A എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ബ്ലോക്ക് B ന്റെ മുകളിലല്ലേ, അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ ഉണ്ടാവുന്ന മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ചെയ്യേണ്ടത്. സോ ഇനീഷ്യലി നമുക്ക് ആദ്യം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ കണ്ടുപിടിച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, മീൻസ് MB നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫോഴ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ചെയ്താൽ മതി അല്ലെ. ആക്സിലറേഷൻ A = F/m ആണ്. അപ്പോൾ m ടോട്ടൽ മാസ് വെച്ചിട്ട് ചെയ്യാം. ഫോഴ്സ് എത്രയാണ്, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്, 10 ന്യൂട്ടൺ ആണ്. 10/5 ചെയ്യുക. 10/5 ചെയ്തെങ്കിൽ വി ഗോട്ട് 2 m/s². അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോഴ്സ് ഓൺ ദി ബ്ലോക്ക് B which is equal to MB × A. MB എന്ന് പറയുന്നത് which is equal to 3 ആണ്. 3 × 2 6 ന്യൂട്ടൺ. That is option A. Option A is the right answer. Option A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ, റെഡി, ക്ലിയർ? യെസ്, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, the minimum wavelength of X-ray produced by an electron accelerated through a potential difference of V volt is proportional to. The minimum wavelength of X-ray produced by an electron. ഇലക്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിനിമം വേവ് ലെങ്ത് ഓഫ് എക്സ്റേസ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നിട്ടുണ്ട് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു. അത് എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നതാണല്ലോ ചോദിച്ചിരിക്കണേ. അപ്പോൾ നമുക്കറിയാം കൈനറ്റിക് എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് എനർജി ഈസ് ഈക്വൽ ടു hc/E ആണ് അല്ലേ. എനർജി ഈസ് ഈക്വൽ ടു hc അല്ലെങ്കിൽ hν ആണ്. hc/λ ആയിരിക്കും എന്ത് വരിക, എനർജി വരുന്നുണ്ടായിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ hc/λ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഓൾസോ എനർജി ഈസ് ഈക്വൽ ടു നിങ്ങൾക്കറിയാം ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഇൻറ്റു പൊട്ടൻഷ്യൽ ആണ് ഉണ്ടായിരിക്കുക. അപ്പോൾ രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ hc/λ ഈസ് ഈക്വൽ ടു E ഇൻറ്റു പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്ക് വേണ്ടത് ഈ ലാംഡ വേവ് ലെങ്ത് എന്തിനോട് പ്രൊപ്പോർഷണൽ അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ വേവ് ലെങ്ത് ലാംഡ മിനിമം എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു hc/EV ആണ്. hc/EV ആണ്. Therefore ലാംഡ മിനിമം എന്ന് പറയുന്നത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദിസ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, therefore ഓപ്ഷൻ സി ഈസ് ദി റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, ഓക്കെ, റെഡി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. then അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. If in hydrogen spectrum shortest wavelength in the Balmer series is lambda and the shortest wavelength in the bracket series is. Balmer സീരീസിൽ ഉണ്ടാവുന്ന ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ലാംഡ ആണെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റ് സീരീസിൽ ഉണ്ടാവുന്ന ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാമറും ബ്രാക്കറ്റും തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു റിലേഷൻ നമുക്ക് അറിയണം. അപ്പോൾ ബാമർ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/λ ഓഫ് ദിസ് ബാമർ which is equal to R into 1/n1² minus 1/n2² ആണ്. സോ ബാമർ സീരീസിൽ എല്ലാത്തിലും എന്തായിരിക്കും വരിക, 1/2² ആണ്. എല്ലാം 2ലേക്കാണല്ലോ വരിക. അപ്പോൾ 1/2² മൈനസ് 1/∞ ആണ്. 1/2² പറഞ്ഞിട്ടുണ്ടെങ്കിൽ R/4 എന്ന് പറഞ്ഞിട്ട് വരും. R/4 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി ബ്രാക്കറ്റ് സീരീസിലാണെന്നുണ്ടെങ്കിൽ 1/λ ബ്രാക്കറ്റ് സീരീസ് ആണെങ്കിൽ ബ്രാക്കറ്റ് സീരീസിലാണെന്നുണ്ടെങ്കിൽ R ഇൻറ്റു ലൈമൺ ബാമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് ആണല്ലോ. അപ്പോൾ ബ്രാക്കറ്റ് എന്ന് പറയുന്ന സമയത്ത് അവിടെ എന്തായിരിക്കും, അവിടെ 4th ലെവലിലേക്കാണ് വരിക അല്ലേ. അപ്പോൾ 1/4² മൈനസ് 1/∞ നിന്നും, അതായത് വേറെ ഹയർ ലെവൽസിൽ നിന്നും 1/4th റേഞ്ചിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ R/16 എന്ന് പറഞ്ഞിട്ട് കിട്ടും. R/16 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി
എത്രത്തോളം ആണെന്നുള്ളതല്ലേ ഇത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഇൻ ബ്രാക്കറ്റ് സീരീസിൽ ഉണ്ടാകുന്ന ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എത്രയെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് മീൻസ് ലാംഡയുടെ തമ്മിലുണ്ടാകുന്ന റിലേഷൻ ആണ് വേണ്ടത്. ദാറ്റ് ഇസ് 4 × 4/16 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അല്ലെ. 16 ലാംഡ ബ്രാക്കറ്റ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ലാംഡ ബാമർ ഇസ് ഈക്വൽ ടു ലാംഡ ബാമർ എന്ന് പറഞ്ഞിട്ട് വിച്ച് ഇസ് 4/6 ലാംഡ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് വിച്ച് ഇസ് 16/6 ആയിരിക്കും വരിക. ദാറ്റ് ഇസ് 4 × 4 ടൈംസ് ഓഫ് 6 ആയിരിക്കും വരിക അല്ലെ. അതായത് അതിന്റെ 4 ടൈംസ് ഓഫ് ലാംഡ 4 ടൈംസ് ഓഫ് ദി ലാംഡ ഓഫ് ബാമർ സീരീസ് ആണ് വരിക അല്ലെ. ദാറ്റ് ഈസ് ഓപ്ഷൻ സി അല്ലെ. ഓപ്ഷൻ സി. ഓക്കെ യെസ് വെരി ഗുഡ് നേഹു. യെസ് വെരി ഗുഡ് കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ റെഡി ക്ലിയർ യെസ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A horizontal bridge is built across a river. A student handling on the bridge throws a small ball vertically upwards with a velocity 4 meters per second and the ball strikes the water surface after 4 seconds. The height of the bridge above the water surface is height of the bridge above water surface is അതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. അപ്പോൾ സിംപ്ലി എന്ത് ചെയ്താൽ മതി, S = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതി. S = ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. സോ നമുക്ക് h ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ h = എന്ത് വരും, ut എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ h = ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു, 4 meters per second ആയിരുന്നു അല്ലേ. 4 meters per second ആണ്. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് വിച്ച് ഇസ് ആഫ്റ്റർ 4 seconds, ദാറ്റ് ഈസ് ഇൻറ്റു 4 പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എടുക്കുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് ആക്സിലറേഷൻ is acceleration due to gravity, that is 10 ആണ് എടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ 10 × t എന്ന് പറയുന്നത് again 4² വരും. ഓക്കെ, ഹാഫ് ഇൻറ്റു 10 × 4 സ്ക്വയർ ചെയ്യാം. ദാറ്റ് ഈസ് 16 പ്ലസ് 5 × 16 ചെയ്യാം. 5 × 16 ചെയ്യാം. ഓക്കെ അപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും വരിക, ദാറ്റ് 16 പ്ലസ് 16 മൈനസ് എന്ത് വരും, 80 വരും. 16 മൈനസ് 80 വരും അല്ല ഇവിടെ, കാരണം -10 ആണെന്നുള്ളതുകൊണ്ട് 16 മൈനസ് 80 കൊടുക്കുക. ദാറ്റ് ഈസ് 64 -64 അല്ലേ. ദാറ്റ് ഈസ് 64 മീറ്റർ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ താഴേക്കാണല്ലോ മൂവ് ചെയ്യണം, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ആംഗിൾ എടുത്തിരിക്കണത് കേട്ടോ. ഓക്കെ, then calculate the maximum acceleration of a moving car so that a body lying on the floor of the car remains stationary. The coefficient of static friction between the body and the floor is 0.15. ഇവിടെ coefficient of static friction actually നമുക്ക് given ആണ്. Then ഇത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ആക്സിലറേഷൻ അല്ലേ. ആക്സിലറേഷൻ ആണ് കണ്ടുപിടിക്കാനായിട്ട് തന്നിട്ടുള്ളത്. സോ മാക്സിമം ആക്സിലറേഷൻ ഓഫ് ദ മൂവിംഗ് കാർ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ആക്സിലറേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം μs × g ചെയ്താൽ മതി സിംപ്ലി. അപ്പോൾ 0.15 ഇൻറ്റു ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ μs × g ചെയ്താൽ മതി. ദാറ്റ് ഇസ് 0.15 × 10, ദാറ്റ് ഇസ് 1.5 meters per second square. അത്രയും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക കേട്ടോ. ഓക്കെ യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ലോങ് സോളിനോയിഡ് ഓഫ് 50 centimeter ലെങ്ത് ഹാവിംഗ് 100 turns carries a current of 2.5 ampere. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സോളിനോയിഡ് ഈസ്. ഇവിടെയും അറ്റ് ദ സെന്റർ ഓഫ് ദ സോളിനോയിഡിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ദാറ്റ് ഇസ് B = μ0 NI ആണ്. നമുക്കറിയാം അല്ലേ, B = μ0 NI ആണ്. μ0 എന്നുണ്ടെങ്കിൽ 4π × 10⁻⁻7 ആണ്. ആൻഡ് ഇൻറ്റു n എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ n എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും, 100 / 0.5 ചെയ്യാം അല്ലേ. 100 / 50 × 10⁻⁻2 ചെയ്യാം. അപ്പോൾ 0 കട്ട് ചെയ്ത് പോവും, അല്ലെങ്കിൽ 0 കട്ട് ചെയ്ത് പോവും. 5 10ൽ 2 ടൈംസ് ആയിട്ട് മാറും. 2 × 10⁻², 2 × 10⁻². ഓക്കെ ദാറ്റ് ഇസ് സോറി 10⁻² ആയിരുന്നു. ഈ 10⁻² മുകളിലേക്ക് പോകുമ്പോൾ 2 2 ദാറ്റ് ഇസ് 200 വരും.
ഓക്കെ, അപ്പോൾ ഇൻറ്റു 200 ഇൻറ്റു കറണ്ട് ഐ എന്ന് പറയുന്നത് എത്രയാ? ഐ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2.5 ആംപിയർ. 2.5 ആംപിയർ ആണ്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ എഴുതുക, കണ്ടുപിടിക്കുക. ഓക്കെ ഓക്കെ, സിമ്പിൾ ആണ്. therefore നമുക്ക് എത്ര കിട്ടും? 2π ഇൻറ്റു 10⁻⁻⁴ എന്ന് പറഞ്ഞിട്ട് കിട്ടൂല. അപ്പോൾ 6.28 ഇൻറ്റു 6.28 ഇൻറ്റു 10⁻⁻⁴ ടെസ്ല. ഓക്കെ, ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. റെഡി? ക്ലിയർ? യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A charged particle having drift velocity 7.5 into 10⁻⁻⁴ meter per second and an electric field of 3 into 10⁻⁻10 volt per meter and mobility ആണ് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. മൊബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ mu is equal to നിങ്ങൾക്കറിയാം ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ ഇലക്ട്രിക് ഫീൽഡ് ആണ്. VD/E ആണ് വരിക. VDയും Eയും അറിയാം, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക കേട്ടോ. ദാറ്റ് ഈസ് VD എന്ന് പറയുന്നത് 7.5 into 10⁻⁻⁴ ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ 3 into 10⁻⁻10 ചെയ്യുക. 3 into 10⁻⁻10 ചെയ്യുക. വേഗം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 10⁻⁻10 മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 10⁻10 ആവും. അപ്പോൾ 10⁻⁻4ഉം 10⁻10ഉം 10⁻6 ആവും. ഓക്കെ, അപ്പോൾ 2.5 into 10⁻6. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The resistance of the platinum wire at 0 degrees Celsius is 2 ohm and 6.8 ohm at 80 degrees Celsius. Then the temperature coefficient of the resistance of the wire. Temperature coefficient ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആറിന്റെ റിലേഷൻ അറിയാം അല്ലേ? അതായത് RT is equal to R0 into 1 plus alpha into T minus T0 എന്ന് പറയുന്ന ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RT is equal to R0 into 1 plus alpha delta T ആണ്. Okay, that is RT by R0 equal to 1 plus alpha to delta T. That is alpha delta T is equal to RT by R0 minus 1. Alpha is equal to RT by R0 minus 1 divided by delta T. ഇതല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ RT minus R0 divided by R0 into delta T. ഓക്കെ, സിമ്പിൾ ആയിട്ട് എഴുതാം. ഇതിനൊന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ RT minus R0 divided by R0 delta T. വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. 6.8 minus 2 divided by R0 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 2 ആണ്. 2 into ഇവിടെ ഡെൽറ്റ ടി അല്ലെ 80 minus 0 ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഗോട്ട് 80 തന്നെ നമുക്ക് കിട്ടും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6.8 minus 2 ചെയ്ത് കഴിഞ്ഞാൽ 4.8 divided by 160 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 4.8 divided by 160 എന്ന് പറഞ്ഞിട്ട് കിട്ടും. സോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എത്രയാണ്? 3 into 10⁻⁻² കേട്ടോ. 3 into 10⁻². Yes. 3 into 10⁻². 3 into 10⁻². Okay, ready? Yes, so അങ്ങനെയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? 3 into 10⁻². ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ആൻഡ് മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് നോക്കണം. ആൻഡ് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ മിസ് ഇതിൽ വെക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നോട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. ഓക്കെ, ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ തരാം. ഒരു 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ ഇതിൻ്റെ നിങ്ങൾ നോട്ട് മേടിക്കുന്ന സമയത്ത്, ഈ നോട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ആ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ഇതിൻ്റെ നോട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി മീൻസ് നോട്ട് കിട്ടുന്ന സമയത്ത് അതിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് മിസ് എക്സ്ട്രാ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഹോംവർക്ക് തന്നത് കൂടാണ്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്ത് നോക്കുക. ഓക്കെ റെഡി? യെസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ആൻഡ് ഈവനിങ് 6 PM നിങ്ങൾക്ക് ബയോളജീൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാ മക്കളും കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ ബയോളജീൻ്റെ ക്ലാസ്സിലേക്കും ജോയിൻ ചെയ്യുക.
സോ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തന്നെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഈസിലി കിട്ടി, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്ന് മിസ് വിചാരിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രീവിയസ് ഇയറിൽ വന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ മാക്സിമം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ചെയ്ത് തന്നെ നോക്കുക. ഓരോ ഇക്വേഷൻസും ഓരോ തിയറിയും ഓരോ കോൺസെപ്റ്റും ഓരോ ക്വസ്റ്റ്യൻ്റെ ഒപ്പം എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കിയിട്ട് തന്നെ പോവുക കേട്ടോ. ഓക്കെ, റെഡി? യെസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. സോ ടാറ്റ, ബൈ ബൈ, ലവ് യു ഓൾ, സീ യു നെക്സ്റ്റ് ക്ലാസ്. ടാറ്റ.